ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യാനാണ്. എനിക്ക് ആവുന്ന രീതിയിൽ നിങ്ങളുടെ ക്വസ്റ്റ്യൻസ് ഞാൻ ആൻസർ ചെയ്യാം. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഇങ്ങനെയുള്ള ഈ നേഴ്സസിന്റെ ഈ കാര്യങ്ങൾ ഇനീഷ്യലി പറയുകയാണെങ്കിൽ 2024 ജൂലൈ മുതലാണ് ചേഞ്ചസ് വരുത്തിയത് എന്നല്ലാതെ 2024 ജൂലൈക്ക് മുമ്പ് നേഴ്സസിന്റെ ഈ പ്രോഗ്രാം ഇല്ലായിരുന്നു എന്നല്ല അതിനർത്ഥം. 2024 മുമ്പും ഈ പ്രോഗ്രാംസ് ഉണ്ടായിരുന്നു. ആ ഉണ്ടായിരുന്ന സമയത്ത് പോലും ആളുകൾക്ക് ഇവിടെ വരാൻ പറ്റിയിട്ടുണ്ട്, ആളുകൾ വന്നിട്ടുമുണ്ട്. 2024 ഏക ചേഞ്ചസ് വരുത്തി എന്നാന്ന് വെച്ചാൽ ലാംഗ്വേജിന്റെ ക്രൈറ്റീരിയ ലെവൽ മാറ്റി എന്നുള്ള ഒരു ചേഞ്ച് മാത്രമേ വരുത്തിയിട്ടുള്ളൂ. പിന്നെ ഇപ്പൊ എന്താന്ന് വെച്ചാൽ നാട്ടിൽ ഡെൻമാർക്ക് എന്ന് പറയുന്ന ഒരു രാജ്യത്തിലോട്ടുള്ള ഇമിഗ്രേഷൻ ഏറ്റവും കൂടുതൽ വരാൻ അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ടോക്ക് ആകാനുള്ള റീസൺ ഇതിപ്പോ നേഴ്സസ് എന്ന് മാത്രമല്ല, ഇവിടെ ആക്ച്വലി എന്താ പറയാ പാക്കിങ്ങിന് പോലും ജോലികളുണ്ട് എന്നും പറഞ്ഞിട്ട് ആളുകള് പലരെയും ജസ്റ്റ് മിസ്ഗൈഡ് ചെയ്യാറുണ്ട്. അങ്ങനെയുള്ള കാര്യങ്ങൾ നടക്കുന്നുണ്ട്. മറ്റു രാജ്യങ്ങളിലോട്ട് പോകാനുള്ള സാഹചര്യങ്ങൾ ഇല്ല എന്നുള്ളൊരു കാര്യം കൊണ്ട് മാത്രമാണ് ഈ ഡെൻമാർക്ക് എന്ന് പറയുന്ന ഒരു രാജ്യത്തിന്റെ ഇമിഗ്രേഷൻ പ്രോസസ്സിനെ കുറിച്ച് ഇത്ര കൂടുതലായിട്ട് നമ്മുടെ നാട്ടിൽ പബ്ലിസിറ്റി കിട്ടിയ എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. സോ ഇതാണ് എനിക്ക് ഇൻ ജനറൽ പറയാനുള്ള കാര്യങ്ങൾ. ഇനി ഓരോരുത്തരുടെ ഇൻഡിവിജ്വലി ഓരോരുത്തരുടെ ക്വസ്റ്റ്യൻസിന് ആൻസർ ചെയ്യാൻ നമ്മുടെ മീറ്റിംഗ് ലിമിറ്റ് 1 hour 30 minutes ആണ്. ഒരു പക്ഷേങ്കിൽ അത്ര നീണ്ടു പോകുമെന്ന് തന്നെ എനിക്ക് അറിയത്തില്ല. അതിൽ കൂടുതലാണെങ്കിൽ നമുക്ക് ആവശ്യം വന്നു കഴിഞ്ഞാൽ പിന്നീട് ഒരു സമയത്ത് നമ്മൾക്ക് വേണമെങ്കിൽ വേറൊരു മീറ്റിംഗ് വെക്കാമായിരിക്കും. അത് നമ്മുടെ സാഹചര്യം സിറ്റുവേഷൻ അനുസരിച്ച് ചെയ്യാന്നാണ് ഞാൻ കണക്ക് കൂട്ടുന്നത്. സോ ജസ്റ്റിൻ, സോ ആരാണ് റിക്വസ്റ്റ് ചെയ്യുന്നത്, ആരാണ് ക്വസ്റ്റ്യൻസ് ചോദിക്കാനുള്ളതെന്ന് ചോദിച്ചാൽ ഡൗട്ട് ആർക്കെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ ഹാൻഡ് റൈസ് ചെയ്യാൻ, ഞാൻ അവരുടെ നെയിം പറയാം, അപ്പൊ അൺമ്യൂട്ട് ചെയ്തിട്ട് സംസാരിക്കാം. ഓക്കെ, ഓൾറൈറ്റ്. മഞ്ജു ജോഷി. ഓക്കെ, മഞ്ജു അൺമ്യൂട്ട് ചെയ്ത് സംസാരിക്കാം. ഓക്കെ, വൺസ് നമ്മൾ ഡെൻമാർക്കിൽ ചെന്ന് കഴിഞ്ഞിട്ട് നമുക്കൊരു 6 month അഡാപ്റ്റേഷൻ പ്രോഗ്രാം ഉണ്ടല്ലോ. അപ്പോൾ നമ്മൾ ആ സമയത്ത് നമ്മൾ അതിൻ്റെ കൂടെ തന്നെ ലാംഗ്വേജ് പഠിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് അഡാപ്റ്റേഷൻ്റെ സമയത്ത് നമുക്കൊരു എംപ്ലോയറെ കിട്ടുന്നുണ്ട്. അപ്പോൾ ആ എംപ്ലോയറിൻ്റെ ഒരു സാറ്റിസ്ഫാക്ഷൻ മതിയോ നമുക്ക് ആയിട്ട് വർക്ക് ചെയ്യാൻ, അതോ നമ്മൾ മസ്റ്റായിട്ടും ലാംഗ്വേജ് ടെസ്റ്റ് പാസ്സാവണോ? മഞ്ജു ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കാം. മഞ്ജുവിന് ഓൾറെഡി വിസ പ്രോസസ് ഒക്കെ കഴിഞ്ഞതാണോ? ഏത് ലെവലിലെത്തി? അല്ല, എനിക്കിപ്പോ ഞാൻ അതോറൈസേഷന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുക. ഓതറൈസേഷൻ ഇതിന്റെ പ്രോസസ് അസസ്മെന്റ്, അഡോപ്റ്റേഷൻ, ഓതറൈസേഷൻ ലാസ്റ്റ് പ്രോസസ് ആണ്. സോ ഓതറൈസേഷൻ വെയിറ്റ് ചെയ്യാൻ അർത്ഥം അഡോപ്റ്റേഷൻ കഴിഞ്ഞോ? അല്ല, അപ്രൂവൽ വരുമല്ലോ നമുക്ക്. നമ്മുടെ കോളേജിൽ നിന്നുള്ള വെരിഫിക്കേഷൻ ഒക്കെ അയച്ചു കഴിഞ്ഞിട്ട് നമുക്ക് അവിടുന്ന് ഒരു അപ്രൂവൽ ലെറ്റർ വരുമല്ലോ. അപ്പൊ അതിനു വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുക. ഓക്കെ, അപ്രൂവൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്വാളിഫിക്കേഷൻ അസസ്മെന്റ് ആണ്. ക്വാളിഫിക്കേഷൻ അസസ്മെന്റ് കഴിഞ്ഞ് വിസ കഴിഞ്ഞതിന് ശേഷം ഡെൻമാർക്കിൽ വന്നതിന് ശേഷമാണ് അഡോപ്റ്റേഷൻ എന്ന് പറയുന്ന ലാസ്റ്റ് സീൻ വരുന്നത്. അഡോപ്റ്റേഷൻ വളരെ ക്ലിയർ ആയിട്ട് ശ്രദ്ധിക്കുക, എല്ലാവർക്കും ഉള്ള ഇൻഫർമേഷൻ ആണ്. അഡോപ്റ്റേഷൻ എന്ന് പറയുന്നത് ഒരു ഹോസ്പിറ്റലിൽ 6 months നമ്മൾ എംപ്ലോയി ആയിട്ട് വർക്ക് ചെയ്യുന്നതാണ് അഡോപ്റ്റേഷൻ. ഈ അഡോപ്റ്റേഷൻ നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ നമ്മൾ ഡേനിഷ് ലാംഗ്വേജിൽ എത്രമാത്രം ഫ്ലുവൻസി ഉണ്ട് എന്നതനുസരിച്ചാണ് അഡോപ്റ്റേഷനിൽ അഡ്മിഷൻ കിട്ടുക. അഡോപ്റ്റേഷന് വേണ്ടി ഒരു എംപ്ലോയർ ഒരു അഡ്വർടൈസ്മെന്റ് പ്ലേസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അഡോപ്റ്റേഷൻ സമയത്ത് നിങ്ങൾക്ക് യൂഷ്വലി ഒരു നേഴ്സിന് കിട്ടുന്ന സാലറിയാണ് കിട്ടുന്നത്. അഡോപ്റ്റേഷന് വേണ്ടി ഒരു എംപ്ലോയി അഡ്വർടൈസ്മെന്റ് ചെയ്ത് കഴിയുമ്പം അതിലോട്ട് നിങ്ങൾ ആപ്ലിക്കേഷൻ അയക്കുമ്പം നിങ്ങളുടെ ലാംഗ്വേജിന്റെ സർട്ടിഫിക്കറ്റൂടെ വെച്ച് കഴിഞ്ഞാൽ മാത്രമേ അവർ കൺസിഡർ ചെയ്യുള്ളൂ, അല്ലെങ്കിൽ അവർ യൂഷ്വലി കൺസിഡർ ചെയ്യില്ല. മഞ്ജുവിന് എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് അഡീഷണൽ ആയിട്ടുണ്ടെങ്കിൽ ചോദിക്കാം. ഓക്കെ, അങ്ങനെയാണല്ലേ. പക്ഷെ ഞങ്ങളുടെ ഏജൻസിയിൽ നിന്ന് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മളുടെ ലാംഗ്വേജ് പാസ്സായാൽ മാത്രമേ നമുക്ക് PR ലഭിക്കത്തുള്ളൂ. പക്ഷെ നമുക്ക് അഡാപ്റ്റേഷൻ്റെ സമയത്ത് നമ്മുടെ അഡാപ്റ്റേഷന് ശേഷം ഇങ്ങനെ എംപ്ലോയർ ഇപ്പം നമ്മുടെ സ്കിൽസിലും അതുപോലെ നമ്മൾ ലാംഗ്വേജ് നമുക്ക് കുറച്ചൊക്കെ ഒരു പ്രൊഫഷ്യൻസി ഉണ്ടെങ്കിൽ അവർ ഓക്കെ ആണെങ്കിൽ നമുക്ക് RN-ആയിട്ട് വർക്ക് ചെയ്യാൻ പറ്റുമെന്ന് ഇങ്ങനെ ഒരു ഇൻഫർമേഷൻ കിട്ടിയായിരുന്നു. അപ്പം അത് തെറ്റാണല്ലേ? എനിക്ക് അതിനെക്കുറിച്ച് പറയാൻ ഞാൻ ആളല്ല. ഞാൻ പറയുന്ന കാര്യങ്ങൾ ഇവിടെ നടക്കുന്ന കാര്യങ്ങളാണ്. അതുകൊണ്ട് എനിക്ക് ഏജന്റ് എന്ത് പറഞ്ഞു എന്നുള്ള കാര്യങ്ങളെക്കുറിച്ച് എനിക്ക് അതിനെക്കുറിച്ച് അറിവില്ല. സോ അഡോപ്റ്റേഷൻ എന്ന് പറയുന്ന ഒരു പ്രോഗ്രാമിന് അപ്ലൈ ചെയ്യുമ്പോൾ ഡേനിഷ് അവർ ആക്ച്വലി ഈ അഡോപ്റ്റേഷൻ സമയത്ത് അവർ നിങ്ങളെ ടെസ്റ്റ് ചെയ്യുന്ന ഡേനിഷ് ലാംഗ്വേജ് സ്കിൽസ് ആസ് വെൽ ആസ് യുവർ ക്ലിനിക്കൽ സ്കിൽസ്. അപ്പം അതിന് അപ്ലൈ ചെയ്യുന്ന സമയത്ത്
അത് ഒന്നുകൂടെ ഞാൻ ക്ലാരിറ്റിയോടുകൂടി പറയുകയാണെങ്കിൽ, അസസ്മെന്റ് എന്ന് പറയുന്നത് നടത്തുന്നത് ഇവിടുത്തെ ഗവൺമെന്റിന്റെ ഹെൽത്ത് മിനിസ്ട്രിയാണ് അസസ്മെന്റ് നടത്തുന്നത്. അഡോപ്റ്റേഷൻ എന്ന് പറയുന്നത് ഇവിടുത്തെ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടുത്തെ റീജിയണൽ അഡ്മിനിസ്ട്രേഷൻ ആണ് ഹോസ്പിറ്റൽസ് നടത്തുന്നത്. ഹോസ്പിറ്റൽസ് നടത്തുന്ന അഡ്മിനിസ്ട്രേഷനാണ് അഡോപ്റ്റേഷന് വേണ്ടിയിട്ട് ആളുകളെ എടുക്കുന്നത്. സോ ആളുകളെ എടുക്കുന്ന സമയത്ത് ഹോസ്പിറ്റലിന് ഡിസൈഡ് ചെയ്യാം എനിക്ക് അല്ലെങ്കിൽ ആ എംപ്ലോയർക്ക് ഈ ലെവലിലുള്ള ഡേനിഷ് ഉള്ളവരെ മാത്രമേ എടുക്കൂ എന്ന് അവർ റെസ്ട്രിക്ട് ചെയ്ത് കഴിഞ്ഞാൽ അങ്ങനെ എടുക്കാൻ പറ്റുള്ളൂ. പ്രത്യേകിച്ച് കോപ്പൻഹാഗൻ റീജിയൻ മീൻസ് ക്യാപിറ്റൽ റീജിയനിൽ മസ്റ്റ് ആയിട്ട് ഡേനിഷ് 3 പാസ്സായാൽ മാത്രമേ അവർ അഡോപ്റ്റേഷൻ എടുക്കുകയുള്ളൂ. ദാറ്റ് ഈസ് ഇൻ ക്യാപിറ്റൽ റീജിയൻ. മറ്റു റീജിയൻസിൽ ഇപ്പോഴത്തെ അവസ്ഥയിൽ ഡേനിഷ് പാസ്സായാൽ മതി എന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. കോപ്പൻഹാഗൻ റീജിയനിൽ PD3 ഹയർ ലെവലിൽ ഡേനിഷ് പാസ്സായാൽ മാത്രമേ എടുക്കാൻ പറ്റുള്ളൂ എന്നാണ് അവിടുത്തെ ഓൾ ടുഗദർ അവരുടെ ഒരു നിയമം, അല്ലെങ്കിൽ അതാണ് അവർ വെച്ചിരിക്കുന്ന ഒരു ക്രൈറ്റീരിയ. Any more questions? Okay. അടുത്തത് ബിജോഷ് മാത്യു. No, Bijosh Matthew, yes. Okay. താങ്ക് യു സർ. ഫസ്റ്റ് ഓഫ് ഓൾ താങ്ക് യു കേട്ടോ ഇങ്ങനെ ഒരു മീറ്റിംഗ് ഇനിഷ്യേറ്റീവ് എടുത്തതിന്. ഞാൻ ഒരു ചെറിയൊരു സംശയമാണ്. ശരിക്കും നമ്മുടെ ഗ്രൂപ്പിൽ ഒത്തിരി ലൈവ് ആകാൻ കാരണം ഉണ്ടായ ഒരു ഡൗട്ട് ആക്ച്വലി GNM ബേസ്ഡ് ആയിരുന്നല്ലോ. അപ്പൊ ഞാൻ അത് ആസ്പദമാക്കി തന്നെയാണ് ചോദ്യം. ശരിക്കും നമുക്ക് ഒഫീഷ്യലി അങ്ങനെ അവരുടെ ഭാഗത്ത് ഒരു സ്റ്റാൻഡ് ഉണ്ടോ? നമുക്ക് ആധികാരികമായിട്ട് പറയാൻ വേണ്ടി GNM അപ്രൂവ്ഡ് ആണോ അല്ലയോ എന്നുള്ളതിൽ ശരിക്കും അവർ നോക്കുന്നത് നമ്മളുടെ സിലബസും വർക്കിംഗ് അവേഴ്സും ബേസ് ചെയ്തിട്ടുള്ള ഒരു അസസ്മെന്റ് ആയിരിക്കില്ലേ? ഫോർ എക്സാമ്പിൾ BSCക്കും ഈക്വലന്റ് ആയിട്ട് ചില രാജ്യങ്ങൾ അങ്ങനെ സംഭവിക്കുന്നുണ്ടല്ലോ. BSCക്കും ഈക്വലന്റ് ആയിട്ട് ഒരു GNM 3.5 years കംപ്ലീറ്റ് ചെയ്തത്, അതായത് ആ സ്റ്റാൻഡേർഡിലുള്ള സിലബസും അതിനുള്ള തിയറിയും പ്രാക്ടിക്കലും വർക്കിംഗ് അവർ കംപ്ലീറ്റഡ് ആണെങ്കിൽ അസസ്മെന്റ് ക്ലിയർ ആവും. ഞാനത് ചോദിക്കാൻ കാരണം നമുക്കങ്ങനെ ഏതെങ്കിലും ഒരു GNMന്റെ 3.5 years കംപ്ലീറ്റ് ആയ GNMന്റെ റിജക്റ്റ് ആയ കേസ് നിലവിൽ നമ്മുടെ മുമ്പിൽ ഗ്രൂപ്പിൽ നിന്ന് എനിക്ക് എന്റെ പരിമിതമായ അറിവാണ്, ഗ്രൂപ്പിൽ നിന്നും അങ്ങനെ മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടില്ല. അപ്പൊ ശരിക്കും നമുക്ക് അങ്ങനെ ആധികാരികമായിട്ട് പറയാൻ കഴിയുമോ അത് അക്സെപ്റ്റബിൾ അല്ല? അത് ആധികാരികമായിട്ട് തന്നെ പറയാൻ കഴിയും ബിജോഷ് മാത്യു. കാരണം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ 12 വർഷങ്ങൾക്ക് മുമ്പ് ജനറൽ നേഴ്സസ് ആയിരുന്ന ആൾക്കാർ ഇവിടെ വന്ന് നേഴ്സസ് ആയിട്ട് ഇന്ന് വർക്ക് ചെയ്യുന്നുണ്ട്. 12 വർഷങ്ങൾക്ക് മുമ്പ് അത് പോസിബിൾ ആയിരുന്നു. ആ മീൻ വൈല് ഇവിടുത്തെ കരിക്കുലത്തിൽ ചേഞ്ചസ് വരുത്തി ഇവിടുത്തെ സിസ്റ്റം പ്രകാരം ഡേനിഷില് ഷുവർ ക്ലാസ്ക എന്നാ പറയുന്നത്. അങ്ങനെ ഒരു കോഴ്സ് പഠിക്കണമെങ്കിൽ 3 years and 9 months കോഴ്സാണത്. ആ 3 years and 9 months കോഴ്സ് അതിന്റെ കരിക്കുലത്തിൽ ചേഞ്ചസ് വരുത്തിയതിനു ശേഷം ജനറൽ നഴ്സിംഗ് മിഡ്വൈഫറി കോഴ്സ് എന്നുള്ളത് ഒരു കാരണവശാലും അവർ അസസ്മെന്റ് ചെയ്ത് നമുക്ക് തരില്ല. കാരണം അത് ഡിപ്ലോമ ആണ്, ഇവിടെ അത് ഗ്രാജുവേഷൻ ആണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡിപ്ലോമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെയുള്ള ഗ്രാജുവേഷൻ എന്ന് വെച്ചാൽ യൂണിവേഴ്സിറ്റി കോഴ്സ് ആയിട്ടാണ് അതിനെ കണക്കാക്കുന്നത്. അതുകൊണ്ട് ജനറൽ നഴ്സസ് ഒരു കാരണവശാലും അത് അസസ്മെന്റ് ആകാത്ത കേസുകൾ, റിജക്റ്റ് ആയ കേസുകളുടെ ഡോക്യുമെന്റേഷൻ എൻ്റെ കയ്യിലുണ്ട്. ഓക്കെ സർ, അതായിരുന്നു എന്റെ ക്വസ്റ്റ്യൻ. അതായത് 3.5 years ആയിട്ട് റിജക്റ്റ് ആയ കേസുകൾ ഉണ്ടല്ലോ അല്ലേ? യെസ്, 3.5 years ആയ കേസുകളുണ്ട്. 3 years കേസുകൾ അപ്ലൈ ചെയ്ത് പൊതുവെ കുറവാണെന്ന് തോന്നുന്നു. കാരണം 3 years കേസ് എന്ന് പറഞ്ഞാൽ കുറെ വർഷങ്ങൾക്ക് മുമ്പുള്ളല്ലേ 3 years. എനിക്ക് തോന്നുന്നത് 3.5 എന്ന് പറയുന്ന ഒരു 20 years മുതലേ 20 yearsന് മേളിലായിരിക്കും 3 yearsന്റെ കേസുകൾ ഉണ്ടാകുക. എനിക്ക് തോന്നുന്നത് 3.5 ആണ്. അതിനുശേഷം ആ മിഡ് വൈഫറി എന്നുള്ള ആ ഒരു പർട്ടിക്കുലർ ഏരിയയും കൂടെ ആഡ് ചെയ്തതിനു ശേഷം 3.5 ആക്കിയെന്നാണ് എന്റെ അറിവ്. സോ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അതിനുശേഷമുള്ള എല്ലാ കോഴ്സുകളും, അപ്പൊ അതിന് ശേഷമുള്ളതാണ് ഇതൊക്കെ. അപ്പൊ അത് ആകാനുള്ള സാധ്യത ഇല്ല എന്നല്ല, ആകില്ല. കാരണം റിജക്റ്റ് ആയ കേസുകൾ ഉണ്ട്. അതാണ് ഞാൻ പറഞ്ഞത്. ഓക്കെ സർ, താങ്ക് യു. ഓക്കെ, പിന്നെ അടുത്ത നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആരെങ്കിലും ഹാൻഡ് റൈസ് ചെയ്യുവാണെങ്കിൽ ആൻസർ ചെയ്യുന്നതായിരിക്കും. നിലവില് അന്ന അരുൺ. ഹായ് സർ, എന്റെ ഡൗട്ട് ഇതാണ്. വൺസ് ഈക്വലൻസി കിട്ടിക്കഴിഞ്ഞാൽ നെക്സ്റ്റ് വിസ എന്ന് പറഞ്ഞു, വിസ പ്രോസസ്സിംഗ് കഴിഞ്ഞതിന് ശേഷം അവിടെ വന്നതിന് ശേഷമാണോ CPR നമ്പറും കാര്യങ്ങളും ഒക്കെ കിട്ടുക, അതോ
ഇവിടുന്ന് അതിനുള്ള പ്രോസസ്സിങ് കാര്യങ്ങൾ സ്റ്റാർട്ട് ചെയ്യുമോ? എങ്ങനെയാ അതിന്റെ ഇല്ല, പ്രൊസീജിയർ? ചെയ്യാൻ പറ്റില്ല. വിസ കിട്ടിക്കഴിഞ്ഞാൽ പാസ്പോർട്ടിലാണ് വിസ സ്റ്റാമ്പ് ചെയ്യുന്നത്. ആ പാസ്പോർട്ട് നിങ്ങൾക്ക് 6 months വിസയാണ് പാസ്പോർട്ടിൽ സ്റ്റാമ്പ് ചെയ്യുന്നത്. ആ വിസ കൊണ്ട് ഇവിടെ വന്നതിന് ശേഷം ഇവിടെ വന്ന് വേണ്ട അതോറിറ്റിയിൽ പോയി ഡോക്യുമെന്റേഷൻ ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് CPR എന്ന് പറയുന്ന സംഗതി കിട്ടുള്ളൂ. അതൊരിക്കലും നാട്ടിൽ നിന്ന് ചെയ്യാൻ പറ്റില്ല. എന്തായാലും അതിനെക്കുറിച്ച് കൂടുതൽ എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ഉണ്ടോ? ഇല്ല, അവിടെ വന്നിട്ട് പാർട്ട് ടൈം ജോബ്സ്, ഇപ്പൊ നേഴ്സസ് അവിടെ കെയർ ബിസ് അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും മീൻസ് കെയറർ ആയിട്ട് ഒന്നും വർക്ക് ചെയ്യാൻ പറ്റില്ല എന്ന് പറയുന്നു. അപ്പൊ പിന്നെ എന്താണ് അവിടെ ഒരു പാർട്ട് ടൈം ജോബ് ഓപ്ഷൻ ആയിട്ടുള്ളത്? യൂഷ്വലി പാർട്ട് ടൈം ജോലികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം മറ്റു രാജ്യങ്ങളിലേക്ക് പോലെ തന്നെ ഇപ്പം ഏത് വിദേശ രാജ്യങ്ങൾ, യൂറോപ്യൻ രാജ്യങ്ങളോ അല്ലെങ്കിൽ അമേരിക്കൻ, കാനഡ പോലുള്ള രാജ്യങ്ങളിലാണെങ്കിലും നമുക്ക് ഓസ്ട്രേലിയ പോലുള്ള രാജ്യങ്ങളിലാണെങ്കിലും കിട്ടാൻ സാധ്യതയുള്ള ജോലികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് ഇപ്പം ഡിഷ് വാഷിങ്, അത് ലേഡീസിനെ സംബന്ധിച്ചുള്ള ബുദ്ധിമുട്ടുള്ള കാര്യമായിരിക്കും. ഡിഷ് വാഷിംഗ് എന്ന് പറഞ്ഞാൽ മെഷീനാണ്. രണ്ടാമതൊരു കാര്യമുള്ളതെന്ന് പറഞ്ഞാൽ ഫുഡ് ഡെലിവറി, അത് പക്ഷെ കിട്ടാനുള്ള സാധ്യതകളുണ്ട്. പിന്നെ ഉള്ളത് ഏതെങ്കിലും പാക്കിംഗ് ജോബുകളാണ്, അതിന് വേണമെങ്കിൽ ട്രൈ ചെയ്യാം. പിന്നെ ഹോട്ടലുകളിൽ ഈ പറഞ്ഞ പോലെ ചെയ്യാനുള്ള സാധ്യതകളുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഉള്ളിലുള്ള സിറ്റിയിലുള്ള ഹോട്ടലുകളൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഭാഷ പ്രശ്നമില്ലാത്ത ഹോട്ടലുകൾ ഉണ്ടാവും, അങ്ങനെയുള്ളത് ചെയ്യാം. എക്സ്റ്റീരിയർ ആണെങ്കിൽ ചിലപ്പോൾ ഭാഷ പ്രശ്നമുള്ളടത്ത് ബുദ്ധിമുട്ടായിരിക്കും. യൂഷ്വലി നേഴ്സുമാരുടെ കേസിലാണ് ഭാഷ എന്നുള്ളത് ഇത്രമാത്രം ഇമ്പോർട്ടന്റ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നേഴ്സുമാരുടെ കേസിനെ സംബന്ധിച്ചിടത്തോളം എല്ലാ ഡോക്യുമെന്റേഷൻ പോലും ഡേനിഷിലാണ് എഴുതുന്നത്. സോ ഭാഷ വളരെ ഇമ്പോർട്ടന്റ് ആയ ഒരു കാര്യമാണ്. മറ്റ് ജോലികൾക്ക് അത്ര ഇമ്പോർട്ടൻസ് അല്ല എന്നുള്ളതാണ് സത്യം. ഓക്കെ, താങ്ക് യു സർ. റൈറ്റ്. ഓക്കെ, അടുത്തത് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ലിനിറ്റ് തോമസ്, ടിൻസി തോമസ്, രണ്ടുപേരുണ്ട്. അതിൽ ആരാ? ലിനിറ്റ് ആദ്യം വന്നു. ലിനിറ്റിന് സംസാരിക്കാം. ഹലോ സർ, കേൾക്കാമോ? പറഞ്ഞോളൂ. സർ, ആക്ച്വലി ഈ വിസ എന്ന് പറയുന്നത് നമുക്ക് ഫാമിലിയോടെ അവിടെ എത്താം എന്നുള്ള രീതിയിലാണ് നമ്മുടെ ഏജൻസികൾ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമുക്ക് വരുമ്പോൾ അഥവാ നമുക്കിപ്പോൾ എല്ലാം റെഡിയായി നമ്മൾ വരികയാണെന്നുണ്ടെങ്കിൽ വിത്ത് ഫാമിലി ആയിട്ട് വരുന്നതാണോ നല്ലത്, അതോ വൺസ് നമ്മൾ അവിടെ എത്തി നമുക്ക് ജോലി എല്ലാം റെഡി ആയതിനു ശേഷം ഫാമിലിയെ കൊണ്ടുവരുന്നതാണോ നല്ലത്? ഇപ്പം സാർ അവിടെ ആയ സ്ഥിതിക്ക് അവിടുത്തെ കാര്യങ്ങളൊക്കെ അറിയാവുന്നതുകൊണ്ടാണ് ഞാൻ സാറിനോട് ചോദിച്ചത്. ലിനീറ്റ്, സോ എൻ്റെ അഭിപ്രായത്തില്, എൻ്റെ മാത്രം അഭിപ്രായമാണ്, എൻ്റെ അഭിപ്രായത്തില് ഫാമിലി ഇല്ലാതെ ഇവിടെ വന്നതിന് ശേഷം സാഹചര്യങ്ങളൊക്കെ മനസ്സിലാക്കി. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കാര്യം കൂടെ ഞാൻ എടുത്ത് പറയാം. ഇവിടെ ഒരു അക്കോമഡേഷൻ കിട്ടുക എന്ന് പറയുന്നത് നമ്മുടെ നാട്ടിലൊരു അക്കോമഡേഷൻ കിട്ടുന്ന പോലെയല്ല. നമ്മൾ ഒരു പക്ഷേങ്കിൽ 2 months 3 months മുമ്പ് ട്രൈ ചെയ്താൽ മാത്രമേ നമുക്കൊരു അക്കോമഡേഷൻ കിട്ടുള്ളൂ. ഒന്ന്. രണ്ടാമതൊരു അക്കോമഡേഷൻ എടുക്കാൻ പോകുന്ന സമയത്ത് നമ്മൾക്ക് തരുന്ന ഹൗസ് ഓണർ ഒരു പക്ഷേങ്കിൽ നമ്മളുടെ ജോലി വരെ ചോദിച്ചെന്നിരിക്കും. ഇങ്ങനെയുള്ള സാഹചര്യങ്ങളുണ്ട്. സോ അക്കോമഡേഷൻ എന്ന് പറയുന്നത് എപ്പോഴും ഒരു ബുദ്ധിമുട്ടാണ്. ഒന്ന്. രണ്ടാമതൊരു കേസ്, ഒരു ഫാമിലി ആയിട്ട് വരുമ്പം നമ്മൾ അക്കോമഡേഷന് വേണ്ടിയിട്ട് ഒരു അപ്പാർട്ട്മെന്റ് എടുക്കുമ്പോൾ ഒരു അപ്പാർട്ട്മെന്റിൽ നമ്മൾ 6 months റെന്റ് അഡ്വാൻസും 6 months അഡ്വാൻസും യൂഷ്വലി കൊടുക്കണം. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു 6 months അല്ല, 3 months. സോ 6 months. ചിലർ 3 months നിർത്തും, ചിലർ 6 months വയ്ക്കും. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 3 months ആണ് നമ്മൾ ആവറേജ് റെന്റ് ഒരു 10,000 ആണ് കാൽക്കുലേറ്റ് ചെയ്യുന്നതിൽ 30,000 kroner നമ്മൾ അഡ്വാൻസ് ആയിട്ട് മാത്രം കൊടുക്കണം. അത് 6 months ചോദിക്കുന്ന ഒരാൾക്കാണെന്നുണ്ടെങ്കിൽ നമ്മൾ 60,000 അഡ്വാൻസ് കൊടുക്കണം. അപ്പൊ ഒരു ഫാമിലി ആയിട്ട് വരുമ്പോഴത്തേക്കിനും ഇത് ഭയങ്കര ഒരു ബേർഡൻ ആയിരിക്കും ഇനീഷ്യലി. സോ ഫാമിലി ആയിട്ട് വരാതെ ഒറ്റയ്ക്ക് ഒരാൾ വരുവാണെങ്കിൽ ഒരു അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എവിടെയെങ്കിലും ഒക്കെ ടെമ്പററി മീൻസ് ഒരു ഷെയറിംഗ് അക്കോമഡേഷൻ എടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ ഒരു 3,000 4,000 kroner പെർ മന്ത് കൊടുത്തു കഴിഞ്ഞാൽ കിട്ടും എന്ന് മാത്രമല്ല, അതിന് ഒരു 1 month അഡ്വാൻസോ 2 months അഡ്വാൻസോ കൊടുത്താൽ മതി എന്നൊരു അഡ്വാൻറ്റേജും ഉണ്ട്. അത് നമുക്ക് ഒരു 1 month നോട്ടീസ് പീരീഡിൽ വെക്കേറ്റ് ചെയ്യാനും പറ്റും. സോ എൻ്റെ അഭിപ്രായത്തില്, എൻ്റെ മാത്രം അഭിപ്രായമാണ്, എൻ്റെ അഭിപ്രായത്തില് നിങ്ങൾ ഒറ്റയ്ക്ക് വന്ന് ഒറ്റയ്ക്ക് വന്ന് ഒരു 5-6 months ശേഷം ഫാമിലിനെ കൊണ്ടുവരുന്നതായിരിക്കും ഉത്തമം. സർ, അവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഫാമിലിനെ ഇങ്ങോട്ട് അവിടത്തേക്ക് കൊണ്ടുവരാനായിട്ട് ഒത്തിരി പേപ്പർ വർക്കുകൾ കാര്യങ്ങൾ ചെയ്യാൻ പറ്റുമോ? അതായത് ഒറ്റയ്ക്ക് ചെയ്യാനായിട്ട് പറ്റുമോ നമ്മളെ കൊണ്ട്? അത് ഡിപ്പെൻസ്. എനിക്ക് അതിനെ കുറിച്ച് അറിയത്തില്ല. നിങ്ങൾ ഏജൻസിന്റെ അടുത്ത് എങ്ങനെയാണോ സംസാരിച്ചിരിക്കുന്നത്, ഒരു പക്ഷേ നിങ്ങളുടെ ഫാമിലി വിസയും കൂടെ ഇൻക്ലൂഡ് ചെയ്താണ് സംസാരിച്ചെങ്കിൽ അവരുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. മറിച്ച് നിങ്ങൾ പിന്നെ അങ്ങനെ ഒരു കാര്യം സംസാരിച്ചിട്ടില്ല എങ്കിൽ നിങ്ങൾ തന്നെ ചെയ്യേണ്ടി വരും. അത് തന്നെ ചെയ്യുന്ന ഡോക്യുമെന്റേഷൻ തന്നെ ചെയ്യാൻ പറ്റും. അത് ഡിപ്പെൻസ്. അതിപ്പോ എനിക്ക് പറയാൻ പറ്റില്ല ഓരോരുത്തരുടെ ഇൻഡിവിജ്വലി എത്ര ഏബിൾ ആണെന്നുള്ളത്.
സോ വിസ അതൊക്കെ തന്നെ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളായിരിക്കും. ഓക്കെ താങ്ക് യു സർ. ഓൾറൈറ്റ്. ഇനിയിപ്പം അടുത്ത ആരായിരുന്നു ജസ്റ്റിൻ? അടുത്തത് ടിൻസി മാത്യു. ടിൻസി മാത്യു. ഹായ് സാർ, ഞങ്ങളുടെ ഏജൻസി ഇപ്പൊ ഞങ്ങൾക്ക് ഒരു 5 months ആയിട്ട് ലാംഗ്വേജ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ടായിരുന്നേ. അപ്പം സാറ് പറഞ്ഞു GNM അപ്ലൈ ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞു. ഒരുപാട് GNMs ഉണ്ടായിരുന്നു ഞങ്ങളുടെ ലാംഗ്വേജ് പഠിക്കാൻ വേണ്ടിയിട്ട്. അപ്പം നമുക്ക് ഈ ലാംഗ്വേജ് ഇന്ത്യയിൽ നിന്ന് പഠിച്ച് പാസ്സായി ഡയറക്റ്റ് RN ആയിട്ട് അപ്ലൈ ചെയ്യാൻ എന്തെങ്കിലും ഒരു ഓപ്ഷൻ ഉണ്ടോ? ടിൻസി, ഒരു കാര്യം ചോദിച്ചോട്ടെ, ഡേനിഷ് ലാംഗ്വേജ് പഠിക്കുന്നത് എങ്ങനെയാണ്? ഞങ്ങൾക്കൊരു പോളണ്ടിൽ നിന്ന് ഒരു മേയറാണ് ഞങ്ങളെ പഠിപ്പിച്ചുകൊണ്ടിരുന്നത്. ഡേനിഷുകാരിയാണോ അതോ? ഡാനിഷ്കാരിയല്ല, അവരുടെ അമ്മ എന്തോ ഡാനിഷ് ആണെന്നാ പറഞ്ഞത്. ഓക്കെ, അവര് ഫ്ലുവന്റ് ഡേനിഷ് ആണ് സംസാരിക്കുന്നത്? ക്ലാസ് ഒക്കെ നല്ലായിരുന്നു. ഇപ്പൊ ഏകദേശം ഒരു ബേസിക് നമുക്ക് മനസ്സിലായിട്ടുണ്ട്. നിങ്ങൾ അതിന് ഫീസ് വല്ലതും കൊടുക്കുന്നുണ്ടോ? ഞങ്ങൾക്ക് ഒരു 32,000 പേയ്മെന്റ് ഉണ്ടായിരുന്നു. 32,000 മീൻസ് ഒരു ഓൾ ടുഗദർ 32,000 ആണ്. 3 ലെവലായിട്ടാണ്. അപ്പം അവർ ഞങ്ങൾക്ക് ഒരു A1 സർട്ടിഫിക്കറ്റ് പ്രൊവൈഡ് ചെയ്ത് ഉണ്ടെന്നാണ് പറഞ്ഞത്. അപ്പൊ നമുക്ക് ആ സർട്ടിഫിക്കറ്റ് അവിടെ മീൻസ് എന്തെങ്കിലും യൂസ് ഉണ്ടാവുമോ? പറയാം. ലാംഗ്വേജ് ക്ലാസ്സസ്, ഇവിടുത്തെ ലാംഗ്വേജ് ക്ലാസ്സിന്റെ സിസ്റ്റം എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ലാംഗ്വേജ് ക്ലാസ്സസ് നടത്തുന്നത് പല ലാംഗ്വേജ് സ്കൂളുകളാണെങ്കിലും എല്ലാ ലാംഗ്വേജ് സ്കൂളുകളും ഗവൺമെന്റ് റെക്കഗ്നൈസ്ഡ് ആയിട്ടുള്ള സ്കൂളുകൾ മാത്രമേ ലാംഗ്വേജ് നടത്താൻ പറ്റുള്ളൂ. ഒന്ന്, ലാംഗ്വേജ് സ്കൂളുകൾ ഡയറക്റ്റ് ലാംഗ്വേജ് ക്ലാസ്സുകൾ ഓൺലൈനിൽ നടത്തുന്നുണ്ട്. അത് അവർലി ഒരു പേയ്മെന്റ് ആണ്. അത് നിങ്ങൾക്ക് ചിലപ്പോൾ ഒരു പക്ഷേങ്കിലും നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാകും, ഗൂഗിൾ സെർച്ച് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ അവർലി ഒരു പേയ്മെന്റ് ആണ് അവർ ചെയ്യുന്നത്. അത് 1-to-1 അല്ല, ഒരു ഗ്രൂപ്പ് ഓഫ് സ്റ്റുഡൻസിനാണ് അവർ ക്ലാസ് എടുക്കുന്നത്. അത് 24 ക്ലാസ്സസോ മറ്റോ ആണ് എടുക്കുന്നത്. പക്ഷെ ഈ എടുക്കുന്ന ക്ലാസ്സുകൾക്കൊന്നും അവർക്ക് സർട്ടിഫിക്കറ്റ് പ്രൊവൈഡ് ചെയ്യാനുള്ള റൈറ്റ് ഇല്ല. കാരണം A1ഉം B1ഉം എന്നും പറഞ്ഞിട്ട് ഒരു ഇനീഷ്യലി അവരൊരു സർട്ടിഫിക്കറ്റും തരില്ല. ലാംഗ്വേജ് കോഴ്സ് കംപ്ലീറ്റ് ചെയ്താൽ മാത്രമേ സർട്ടിഫിക്കറ്റ് തരുള്ളൂ. ലാംഗ്വേജ് കോഴ്സിന്റെ കാര്യത്തിൽ ഇവിടെ വന്നതിന് ശേഷം 2000 kroner ഡെപ്പോസിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ലാംഗ്വേജ് സ്കൂളിൽ ലാംഗ്വേജ് പഠിക്കാം. ഈ ലാംഗ്വേജ് പഠിച്ച് നിങ്ങൾ കംപ്ലീറ്റ് ചെയ്ത് സർട്ടിഫിക്കറ്റ് എടുത്താൽ മാത്രമേ ഈ 2000 kroner തിരിച്ചു കിട്ടുകയുള്ളൂ. ഒന്ന്. പിന്നെ രണ്ടാമത്, പരീക്ഷ എന്ന് പറയുന്ന സംഗതി എഴുതണമെങ്കിൽ ഡേനീഷിന്റെ സിവിൽ നമ്പർ ഉണ്ടാകണം. എന്ന് വെച്ചാൽ CPR നമ്പർ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഡാനിഷിന്റെ പരീക്ഷ ഇവിടെ എഴുതാൻ പറ്റുള്ളൂ. സോ ഇവിടെ വന്ന് ഡേനിഷ് സർട്ടിഫിക്കറ്റ് എടുക്കുന്നതിന് മുമ്പ് ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം മാത്രമേ നിങ്ങൾക്ക് പരീക്ഷ എഴുതാനും നിങ്ങൾക്ക് സർട്ടിഫിക്കറ്റും കിട്ടുള്ളൂ. മറ്റ് സർട്ടിഫിക്കറ്റുകൾക്ക് എത്രമാത്രം ജെന്യൂൻ ആണ്, വാലിഡിറ്റി ഉണ്ട് എന്നുള്ളത് എനിക്ക് അറിയത്തില്ല. ഞാൻ അങ്ങനെ ഒരു കാര്യം കേട്ടിട്ടില്ലാത്തതുകൊണ്ട് എനിക്ക് അതിനെക്കുറിച്ച് സംസാരിക്കാൻ ഞാൻ ആളല്ല. ഇതാണ് എൻ്റെ അറിവ്. ഇവിടെ ഡേനിഷ് സ്കൂളിൽ ഡേനിഷ് CPR നമ്പർ ഉണ്ടെങ്കിൽ മാത്രമേ പരീക്ഷ പോലും എഴുതാൻ പറ്റുള്ളൂ. ടിൻസിക്ക് എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ഉണ്ടോ വേറെ അതിനെക്കുറിച്ച്? അതല്ല സാർ, ഞാനിപ്പോ ചോദിക്കുന്നത്, നമുക്ക് ഇപ്പം ഇതൊരു അഡാപ്റ്റേഷൻ പ്രോഗ്രാം അല്ലേ, അതിനല്ലേ നമുക്ക് ഈ ലാംഗ്വേജ് വേണ്ടെന്ന് പറയുന്നത്. ഇപ്പൊ നമുക്ക് ഈ GNM നേഴ്സിന് ഡയറക്റ്റ് ക്ലാരിറ്റി ഇല്ല സാർ. ഞാൻ ചോദിക്കുന്നത്, ഇപ്പൊ നമുക്കൊരു അഡാപ്റ്റേഷൻ പ്രോഗ്രാമിനല്ലേ ഇപ്പൊ നഴ്സുമാരെല്ലാം പോകുന്നത്. അപ്പൊ ഈ GNM നേഴ്സിന് ലാംഗ്വേജ് നമുക്ക് ഇന്ത്യയിൽ നിന്ന് പഠിച്ച് എക്സാം എഴുതാൻ എന്തെങ്കിലും ഒരു ഓപ്ഷൻ ഉണ്ടെങ്കിൽ ഡയറക്റ്റ് നമുക്ക് RN ആയിട്ട് അവിടെ വരാൻ പറ്റുമോ എന്നാണ് ഞാൻ ഈ ചോദിക്കുന്നത്. ഇല്ല, അങ്ങനത്തെ ഒരു ഓപ്ഷൻ എൻ്റെ അറിവിൽ ഇതുവരെ ഇല്ല. കാരണം പരീക്ഷ നാട്ടിൽ എഴുതാൻ പറ്റില്ല. ഓക്കെ താങ്ക് യു സാർ. ഞാൻ ഓർത്ത് ഈ ജർമ്മൻ പോലെ നമുക്ക് എക്സാം അത് റോങ് ഇൻഫർമേഷൻ ആണ്. ജർമ്മൻ പോലെ ഡേനിഷ് അത്രമാത്രം ആയിട്ടില്ല. പക്ഷേങ്കിൽ ഡേനിഷ് ഗവൺമെന്റ് ഡെലിഗേറ്റ്സ് അവിടെ നോർക്ക റൂട്ട്സ്കാരുമായിട്ട് സംസാരിച്ചിട്ട് ഓൾറെഡി. പക്ഷെ ഒരു 2-3 years കഴിയുമ്പോൾ ഒരു പക്ഷേങ്കിൽ ആകുമായിരിക്കാം. ഇപ്പോഴത്തെ സ്റ്റാറ്റസിൽ ഡേനിഷ് ലാംഗ്വേജ് ഡെൻമാർക്കിൽ CPR രജിസ്റ്റർ ചെയ്ത് റെസിഡന്റ് ആയിട്ടുള്ള ഒരാൾക്ക് മാത്രമേ പരീക്ഷ എഴുതാൻ പറ്റുള്ളൂ ലീഗലി. ഓക്കെ താങ്ക് യു സാർ. ഓക്കെ, പിന്നെ ഒരു ക്വസ്റ്റ്യൻ. എമി ടെനി. ഓക്കെ. ഹലോ സാർ, കണ്ണൻ അന്ന് ഗ്രൂപ്പിലിട്ട പോലെ ഞാൻ വിളിച്ച് ചോദിച്ചായിരുന്നു ഡെൻമാർക്കിലേക്ക്. അപ്പോൾ അന്ന് ഫസ്റ്റ് ഒരു ലേഡിയാണ് ഫോൺ എടുത്തത്. അപ്പോൾ ആ പുള്ളിക്കാരോട് ഞാനിങ്ങനെ കാര്യങ്ങളെല്ലാം പറഞ്ഞു കഴിഞ്ഞപ്പോൾ പുള്ളിക്കാരി എന്നോട് പറഞ്ഞു ഞാൻ കണക്ട് ചെയ്യാമെന്നും പറഞ്ഞു, ഇൻറ്റേർണൽ കണക്ട് ചെയ്യാമെന്നും പറഞ്ഞ് കണക്ട് ചെയ്തു. അതിനുശേഷം പിന്നെ ഒരു സാറാണ് ഫോൺ എടുത്തത്. അപ്പോൾ എടുത്ത വഴി എന്നോട് ചോദിച്ചു, നമ്പർ പറയാൻ പറഞ്ഞു ആപ്ലിക്കേഷൻ. അപ്പോൾ നമ്പർ പറഞ്ഞു കൊടുത്തു. നമ്പർ പറഞ്ഞു കൊടുത്തപ്പോൾ അവരെന്നോട് ഇങ്ങോട്ട് ചോദിച്ചു, മാഡത്തിൻ്റെ പേര് എമി ജോർജ് എന്നാണോ എന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു അതേന്ന് പറഞ്ഞു. അപ്പോൾ എന്നോട് പറഞ്ഞു തൻ്റെ ആപ്ലിക്കേഷൻ റിസീവ് ആയേക്കുന്നത് December 10th ഞങ്ങൾ ഇതുവരെയും ആ ആപ്ലിക്കേഷൻ വെരിഫൈ ചെയ്ത് തുടങ്ങിയിട്ടില്ല. ഇപ്പം November 15th വരെയുള്ളതേ ആയിട്ടുള്ളൂ എന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു ഞാൻ GNM ആണ്, GNMന് അവിടെ ആപ്ലിക്കേഷൻ ഇങ്ങനെ റിജക്റ്റ് ആയെന്ന് പറഞ്ഞല്ലോ, അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചതെന്ന് പറഞ്ഞു.
അപ്പൊ അവര് പറഞ്ഞു GNM-ന് റിജക്റ്റ് ആയി എന്ന് പറയുന്നത് ഇവിടുന്ന് ഇപ്പൊ റിജക്ഷൻ ആർക്കും അങ്ങനെ പോയിട്ടില്ല എന്ന് എന്നോട് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു അല്ല, റിജക്ഷൻ ആയിട്ടുണ്ട്, നിങ്ങൾ ബാച്ചിലേഴ്സ് ഓഫ് ഡിഗ്രി മാത്രമാണോ നോക്കുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ അവർ പറഞ്ഞു ഇല്ല, അവരുടെ സ്കോർ അനുസരിച്ച് നിങ്ങൾക്കും സ്കോർ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളെ ആപ്ലിക്കൻ്റ് ആയിട്ട് തിരഞ്ഞെടുക്കുമെന്ന് പറഞ്ഞു. ഓക്കെ. സാധാരണഗതിയിൽ BSCയോ പോസ്റ്റ് BSCയോ കഴിഞ്ഞ കേസുകൾ മാത്രമേ അസസ്മെന്റ് ആയിട്ടുള്ളൂ ഇതുവരെ. പിന്നെ GNM അസസ്മെന്റ് ആകാത്ത കേസുകൾ ഉണ്ട്. GNM 3 yearsഉം 3.5 yearsഉം ഓൾമോസ്റ്റ് ഒരു എൻ്റെ കയ്യിൽ തന്നെ ഒരു 4-5 ഫയൽസ് ഉണ്ട്, ആകാത്ത കേസുകൾ ഉണ്ട്, എൻ്റെ കയ്യിൽ തന്നെ ഉണ്ട്. അത് ഈ പറഞ്ഞ പോലെ നാട്ടിൽ നിന്ന് പല പിള്ളേരും ഇതുപോലെ കോണ്ടാക്ട് ചെയ്ത് അയച്ചു തരുന്നതാണ്. ഇങ്ങനെ ജനറൽ നേഴ്സസ് ആയിട്ടുള്ള ചേട്ടാ എന്ന് ചോദിച്ചിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പം എനിക്ക് അയച്ചു തന്ന ഡോക്യുമെന്റ്സ് ആണ് എൻ്റെ കയ്യിലുണ്ട്. അതുകൊണ്ട് ഞാൻ അവിടെ വിളിച്ച് ചോദിച്ചപ്പോൾ അവർ കൃത്യമായിട്ട് പറഞ്ഞതാണ് GNM എന്ന് പറഞ്ഞാൽ ഡിപ്ലോമയാണ്, ഡിപ്ലോമ ഒരിക്കലും ഗ്രാജുവേഷൻ ഈക്വലന്റ് അല്ല എന്ന് അവർ പറഞ്ഞു. പിന്നെ അവർ പറഞ്ഞ എന്താന്ന് വെച്ചാൽ അതിന് പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് കോടതിയിൽ പോകാം. ഇവിടുത്തെ നിയമം അങ്ങനെയാണ്. അതാ വരുന്ന ഇതിനകത്ത് എഴുതിയിരിക്കും, ഇതിന് നിങ്ങൾക്ക് സപ്പോർട്ടീവ് ആയിട്ട് എന്തെങ്കിലും ഡോക്യുമെന്റ് തരാനുണ്ടെന്നുണ്ടെങ്കിൽ തന്നാൽ ഞങ്ങൾ പ്രൊസീഡ് ചെയ്യാമെന്ന് അവർ പറയും. പക്ഷെ നമുക്കൊരു സപ്പോർട്ടീവ് ഡോക്യുമെന്റും GNM-ന്റെ അഡീഷണൽ ആയിട്ട് നമുക്ക് പ്രൊവൈഡ് ചെയ്യാനില്ല. പിന്നെ ഉള്ളതെന്ന് പറഞ്ഞാൽ എന്തെങ്കിലും ഡേനിഷ് സിസ്റ്റത്തിൽ വല്ല ബ്രിഡ്ജിങ് കോഴ്സുകൾ നടത്തിയിട്ടുണ്ടെങ്കിൽ അത്. പക്ഷെ അങ്ങനെ ഒരു ബ്രിഡ്ജിങ് കോഴ്സ് നടത്തണം എന്നുണ്ടെങ്കിൽ അതിന്റെ പോസിബിലിറ്റിയെ കുറിച്ച് ഞാൻ ഇങ്ങനെ ഇത് വന്നപ്പോൾ ഞാൻ അന്വേഷിച്ചു. ഡേനിഷ് അറിയാതെ നമുക്കത് ചെയ്യാൻ പറ്റില്ല, ഒന്ന്. രണ്ടാമത് ഇവിടെ ജീവിക്കുന്ന ആൾക്കാർ, ഇവിടെ റെസിഡൻസ് ആയിട്ടുള്ളവർക്ക് മാത്രമേ അത് ചെയ്യാനും പറ്റുള്ളൂ. സോ എന്നെ സംബന്ധിച്ചിടത്തോളം അറിവ് പ്രകാരം അതിന് സാധ്യതയില്ല. പിന്നെ എമി അപ്ലൈ ചെയ്ത സ്ഥിതിക്ക്, അവരങ്ങനെ പറഞ്ഞ സ്ഥിതിക്ക് എമി വെയിറ്റ് ചെയ്യുക. എമിക്ക് അങ്ങനത്തെ ഒരു പോസിറ്റീവ് ആയിട്ടുള്ള റെസ്പോണ്ട് കിട്ടുവാണെന്നുണ്ടെങ്കിൽ എല്ലാവർക്കും ഹാപ്പിയാണ് എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. കാരണം അല്ല, GNM ആയിട്ട് 3.5 years അപ്ലൈ ചെയ്ത് റിജക്റ്റ് ആയ കേസുകളുടെ അതിന്റെ ഡോക്യുമെന്റേഷൻ എൻ്റെ കയ്യിലുണ്ട് കൃത്യമായിട്ട്. വേണമെന്നുണ്ടെങ്കിൽ ഞാൻ എപ്പോഴേലും, പക്ഷെ എനിക്കത് ഗ്രൂപ്പിലൊന്നും ഷെയർ ചെയ്യാൻ പറ്റില്ല, എൻ്റെ ഓരോരുത്തരുടെ പേഴ്സണൽ ഡീറ്റെയിൽസ് ആണ്, ഷെയർ ചെയ്യാൻ പറ്റില്ല. പക്ഷെങ്കിൽ എൻ്റെ കയ്യിൽ അതുണ്ട്, GNM റിജക്റ്റ് ആയ ഡോക്യുമെന്റ്സ്. സോ ഗുഡ് ലക്ക് എമി. ചിലപ്പം എമിയുടെ കേസിൽ നടക്കുമായിരിക്കാം. ഓക്കെ, താങ്ക് യു സർ. ഇനി ആരെങ്കിലും ഉണ്ടോ? സിബി അലക്സ്. ഹായ് സർ. സർ, ഞാനിത് കണക്ക് ഡെൻമാർക്കിനെ പറ്റി അറിഞ്ഞു. അപ്പോൾ ഞാനൊരു ഏജൻസിയിൽ കൊടുത്തായിരുന്നു, വെസ് ഏജൻസി, വെസ് സർവീസ് എന്ന് പറഞ്ഞിട്ട്. അപ്പൊ പുള്ളിക്കാർ ഞങ്ങൾക്കൊരു ഇന്റർവ്യൂ കണ്ടക്ട് ചെയ്തു. അവരുടെ സൈഡിൽ നിന്നാണെന്നാ പറഞ്ഞത്. പക്ഷെ അത് പാസ്സായെന്നും പറഞ്ഞു. പിന്നെ പറഞ്ഞു മൊത്തം 5 lakhs ആണ്, ദുബായിലാണ് അവരുടേത്. 2.5 ആദ്യം കൊടുക്കണം, ഈ വീക്കിൽ തന്നെ കൊടുക്കേണ്ടി വരും. പിന്നെ ഒരു 2.5 അവിടെ ചെന്നതിന് ശേഷം നമ്മൾ HCA ആയിട്ടാണ് പോകുന്നത്, അങ്ങനെയൊക്കെ പറഞ്ഞു. അപ്പൊ ഞാൻ ഈ യൂട്യൂബിൽ ഈ വീഡിയോ കാണുന്നത്. അതിനുശേഷം ഞാൻ കോണ്ടാക്ട് ചെയ്തിട്ടില്ല, ഇങ്ങോട്ടും അത് വന്നിട്ടില്ല. അപ്പം ആക്ച്വൽ പ്രോസസ് എങ്ങനെയാണ്? ഓക്കെ, ഈ പറഞ്ഞ WES എന്ന് പറയുന്ന മിഡിൽ ഈസ്റ്റിലെ ദുബായിലുള്ള ഏജൻസി പറഞ്ഞേക്കുന്ന ഒന്ന് ഞാൻ പറയാം, ഒരു മിനിറ്റ് ഞാൻ ജസ്റ്റ് ഒന്ന് നോക്കിക്കോട്ടെ. ഒന്ന് ലോലാൻഡ് കമ്മ്യൂണിലും, ഒന്ന് അതുപോലെ തന്നെ വേറെ ഹോസ്പിറ്റലും അല്ലേ? രണ്ടെണ്ണം പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ രണ്ട് അങ്ങനെ എന്തൊരു നെയിം അല്ലായിരുന്നു. അതെ അതെ അതെ, ജസ്റ്റ് ഞാൻ കഴിഞ്ഞ ദിവസം അയച്ചു തന്നില്ലായിരുന്നു. അപ്പൊ ഈ രണ്ട് ഹോസ്പിറ്റൽ, ഒന്ന് ഹോസ്പിറ്റലാണ്, ഒന്ന് കമ്മ്യൂൺ എന്ന് പറഞ്ഞ ഇവിടുത്തെ മുനിസിപ്പാലിറ്റിയാണ്. മുനിസിപ്പാലിറ്റി നോക്കുന്നത് ഹോം കെയർ അല്ലെങ്കിൽ കെയർ ഹോമുകളാണ്. അതാണ് കമ്മ്യൂൺ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഹോസ്പിറ്റൽ, മറ്റൊരു ഹോസ്പിറ്റൽ ശൃംഖലയാണ്, അതൊരു പ്രൈവറ്റ് ഹോസ്പിറ്റൽ ശൃംഖലയാണ്. ഈ രണ്ട് സ്ഥലത്തോട്ടും എനിക്ക് ഇതുപോലെ ഇതിനു മുമ്പല്ല, ഒരു 1.5-2 മാസം മുമ്പ് എനിക്ക് കിട്ടിയ ഡോക്യുമെന്റ് ഇതുപോലെ ഇന്റർവ്യൂ കഴിഞ്ഞു, സെലക്ട് ആയി എന്നും പറഞ്ഞിട്ട് വന്ന ഡോക്യുമെന്റ് ഞാൻ അവർ രണ്ട് ആൾക്കാർക്കും അയച്ചു കൊടുത്തതിന് ശേഷം അവർ രണ്ടുപേരും റെസ്പോണ്ട് ചെയ്തത് എൻ്റെ കയ്യിലുണ്ട്. അത് ഞാൻ ആക്ച്വലി ജസ്റ്റിന് അയച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു, കാരണം ജസ്റ്റിന് ഒത്തിരി ക്വസ്റ്റ്യൻസ് വരുന്നു എന്ന് പറഞ്ഞത് കൊണ്ട്. അത് എൻ്റെ കയ്യിൽ അങ്ങനെ അവർ അയച്ചു തന്ന ഡോക്യുമെന്റ് ഉണ്ട്. വേണമെങ്കിൽ ഞാനിപ്പോ ഒന്ന് ഷെയർ ചെയ്യാം, ജസ്റ്റിന് ഒന്ന് ഷെയർ ചെയ്യാം. ജസ്റ്റിൻ ലോലാൻഡ് ലാപ്പിലല്ല, ഞാൻ ലാപ്പിൽ നിന്നാണ് കയറിയിരിക്കുന്നത്. ഇതിന് മീറ്റിംഗിന് ശേഷം വേണമെങ്കിൽ ഞാൻ ഗ്രൂപ്പിൽ ഷെയർ ചെയ്യാം. ഗ്രൂപ്പിൽ അങ്ങനെ പോസ്റ്റ് ചെയ്യാൻ പറ്റില്ല ജസ്റ്റിൻ, ജസ്റ്റ് ഒന്ന്. അത് കാരണം വെച്ചാൽ അത് നമുക്ക് അങ്ങനെ പോസ്റ്റ് ചെയ്യാൻ പറ്റില്ല, അത് അവര് അയച്ചു തന്നാണ്. നിനക്കറിയാലോ ഇവിടുത്തെ GDPR ഇഷ്യൂസും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് നമുക്ക് അങ്ങനെ പോസ്റ്റ് ചെയ്യാൻ പറ്റില്ല. ജസ്റ്റ് ഒരു നിങ്ങൾക്ക് ഞങ്ങൾ പറയുന്ന വിശ്വാസം ഇല്ലെങ്കിൽ ഷെയർ ചെയ്യാം. അല്ല, ഡയറക്റ്റ്
അവർക്ക് മെയിൽ അയച്ച് നോക്കാവുന്നുള്ളൂ. കാരണം ഈ ഒരു ഇൻസിഡന്റിന് ശേഷം എന്നെ രണ്ടുപേര് കോൺടാക്ട് ചെയ്തിരുന്നു. അപ്പൊ ഞാൻ അവർക്ക് കൊടുത്തൊരു ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവര് 2 ഹോസ്പിറ്റലിലോട്ട് ഇന്റർവ്യൂ നടത്തി അതിൽ ഒരെണ്ണം ചൂസ് ചെയ്യാന്നാ പറയുന്നത്. ആ 2 ഹോസ്പിറ്റലും ഡയറക്റ്റ് ഗൂഗിൾ ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ മെയിൽ ഐഡിയും കാര്യങ്ങളും കിട്ടും. അതിലോട്ട് ഡയറക്റ്റ് ഒരു മെയിൽ അയച്ച് നോക്കുക, ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു ജോബ് ഓപ്പർച്യൂണിറ്റീസ് കിട്ടിയിട്ടുണ്ട്, ഇത് ശരിയാണോ എന്ന്. ഞാൻ അങ്ങനെ പറഞ്ഞ രണ്ടുപേരും മെയിൽ അയച്ചതിന് ശേഷം എന്നോട് റിപ്ലൈ പറഞ്ഞു അവർക്ക് കിട്ടിയ റെസ്പോൺസ് അവർക്ക് ഇതുമായിട്ട് ഒരു കണക്ഷനും ഇല്ല എന്നുള്ളതാണെന്ന്. അപ്പൊ നമ്മൾ ഷെയർ ചെയ്ത് തരുന്നില്ല, നിങ്ങൾക്ക് ഡയറക്റ്റ് മെയിൽ അയച്ച് അത് വെരിഫൈ ചെയ്യാവുന്നതാണ്. അതൊരു ഗുഡ് സജഷൻ ആണ്. ഇപ്പൊ ഈ സിബി അലക്സ് ഒരു കാര്യം ചെയ്യുക, ആ 2 ഹോസ്പിറ്റലും ഗൂഗിൾ സെർച്ച് ചെയ്തതിന് ശേഷം അവരുടെ ഇതെടുത്ത് നിങ്ങൾക്ക് കിട്ടിയ ഡോക്യുമെന്റ് അവർക്ക് അയച്ചു കൊടുത്ത് അവരോട് ചോദിക്കുക ഇത് ജെന്യൂൻ ആണോ അല്ലയോ. സിമ്പിൾ ചോദിച്ചു കഴിഞ്ഞാൽ അവരുടെ റെസ്പോൺസ് വന്നതിന് ശേഷം സിബി തീരുമാനങ്ങൾ എടുക്കുക കേട്ടോ. പൈസ 2.5 ലക്ഷം കൊടുത്തിട്ടുണ്ടല്ലേ? ഇല്ലില്ല, കൊടുത്തിട്ടില്ല. ജസ്റ്റ് ഇന്റർവ്യൂ കഴിഞ്ഞ ഒരു ജോബ് ഡിസ്ക്രിപ്ഷൻ പോലെ എന്തോ തന്നിട്ടുണ്ട്. ഓക്കെ. പക്ഷെങ്കില് 50,000 രൂപ കൊടുത്ത ഒരു കേസും 1 ലക്ഷം രൂപ കൊടുത്ത ഒരു കേസ് രണ്ട് പേരെന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ഞാൻ അവരോട് പറഞ്ഞായിരുന്നു. അപ്പൊ അവര് ഒത്തിരി വിഷമത്തില് കാര്യങ്ങൾ പറഞ്ഞു. WES എന്നാണ് ആ ഏജൻസിയുടെ പേരും. ഞാനത് എടുത്ത് പറയാൻ കാരണം എന്താണെന്ന് വെച്ചാൽ ഈ WES എന്ന് പറയുന്ന ഏജൻസിയിൽ നിന്നാണ് എനിക്ക് ഇങ്ങനത്തെ 1-2 കേസുകൾ വന്നത്. അത് കൂടാതെ വേറൊരു ഏജൻസിയുടെ പേര് ഈ കഴിഞ്ഞ ഇടയ്ക്ക് വന്നിട്ടുണ്ട്, അത് ഞാൻ ഓർക്കുന്നില്ല. വേറൊരു ഞാൻ ജസ്റ്റ് ഒന്ന് റെഫർ ചെയ്ത് പറഞ്ഞു പോവാം. മീൻസ് ഏജൻസിനെ കുറ്റപ്പെടുത്തി അങ്ങനെയുള്ള കാര്യങ്ങളല്ല പറയുന്നത്. പക്ഷെ ഇപ്പൊ ഈ 2.5 ലക്ഷം കൊടുത്ത 15 to 20ഓളം പേരുകൾ, അതായത് കുറച്ച് പേര് 2.5 ലക്ഷം, കുറച്ച് പേര് 50,000 കൊടുത്തവര് ഇപ്പം നിങ്ങളെ പോലെ തന്നെ പലരും വഴി എന്നെ ഇൻസ്റ്റാഗ്രാമിൽ കോൺടാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം ആ ഒരു പ്രൊസീജിയർ എന്ന് പറയുന്നത് ഡയറക്റ്റ് ഇവിടുത്തെ ജോബ് ഓപ്പർച്യൂണിറ്റീസ് ആണ്. അതായത് ഒരു ഇന്റർവ്യൂ കണ്ടക്ട് ചെയ്യും, അതിനുശേഷം അത് പാസ്സായതിന് പറഞ്ഞ് 2 ഹോസ്പിറ്റലിന്റെ ഡീറ്റെയിൽസ് കൊടുക്കും, ഈ കുറച്ചു മുമ്പ് മെൻഷൻ ചെയ്ത 2 ഹോസ്പിറ്റലിന്റെ പേര്. അതിനുശേഷം ഈ ഏജൻസി വഴി തന്നെ ഇവിടെ ഡെൻമാർക്കിൽ എത്തിയതാണ് എന്നുള്ള രീതിയിൽ 2 മലയാളി നഴ്സുമാരുടെ നമ്പർ കൊടുക്കും. ഓൾറെഡി ഇവർ മുഖാന്തരം പോയതാണ്, എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഈ 2 പേരെ കോൺടാക്ട് ചെയ്തോളൂ എന്നുള്ള രീതിയിൽ. അവർ വാട്സാപ്പിൽ മാത്രമേ അവൈലബിൾ ആകുകയുള്ളൂ, ഡയറക്റ്റ് കോൾ കിട്ടത്തില്ല. ഈ കുറെ പേര് ചോദിച്ചതിന്റെ ഭാഗമായിട്ട് ഈ 2 നമ്പറും ഡാനിഷ് നമ്പറാണ്. ഞാൻ ഇവിടുന്ന് ലോക്കലി കണക്ട് ചെയ്യാൻ നോക്കി, പക്ഷെ അങ്ങനെ ഒരു നമ്പർ ഇവിടെ നിലവിലില്ല, കോള് പോവില്ല. എപ്പോഴോ എടുത്ത ഒരു വാട്സാപ്പ് നമ്പറിൽ എവിടുന്ന് വേണമെങ്കിലും മെസ്സേജ് അയക്കാവുന്ന ഒരു സിറ്റുവേഷൻ ആണെന്നാണ് എനിക്കത് മനസ്സിലായത്. ഈ 10-15 പേരോളം എന്നോട് സംസാരിച്ചത് എനിക്ക് മനസ്സിലായത് എപ്പോഴെങ്കിലും 1-2 റിപ്ലൈയെ എല്ലാവർക്കും കിട്ടിയിട്ടുള്ളൂ, അല്ലെങ്കിൽ ഡ്യൂട്ടിയിലാണോ അങ്ങനെയുള്ള കാര്യങ്ങൾ. അപ്പോൾ പറഞ്ഞ പല പല കാര്യങ്ങളും, അതായത് ഈ 2 ഹോസ്പിറ്റൽ വെരിഫൈ ചെയ്തപ്പോൾ അങ്ങനെ ഒരു ജോബ് ഇല്ല എന്നും അങ്ങനെ ഒരു കണക്ഷൻ ഇല്ല എന്നും മനസ്സിലായി. പിന്നെ ഈ നമ്പർ ചെക്ക് ചെയ്തപ്പോൾ അങ്ങനെയുള്ള നമ്പർ ഇവിടെ അവൈലബിൾ ഇല്ല എന്നും മനസ്സിലായി. പിന്നെ നമ്മുടെ ഇതുവരെയുള്ള എല്ലാവർക്കും മനസ്സിലായ പോലെ തന്നെ ഡാനിഷ് ഇല്ലാണ്ട് അങ്ങോട്ട് പോകാൻ പറ്റില്ല, ഇവിടെ വന്ന് ജോലി കിട്ടില്ല എന്നുള്ളതും ഡയറക്റ്റ് ഹോസ്പിറ്റലിലോട്ട് കയറാൻ പറ്റില്ല എന്നുള്ളതും പലപ്പോഴായിട്ട് മനസ്സിലായ കാര്യങ്ങളായിരുന്നു. ഇതാണ് അതിനെ റിലേറ്റ് ചെയ്ത് എനിക്ക് പറയാനുള്ളത്. ഓക്കെ സർ, ഇപ്പോ ഇൻ കേസ് പോണമെന്നുണ്ടെങ്കിൽ അതിന്റെ ഒരു പ്രോസസ്സിങ്ങോ അല്ലെങ്കിൽ ഏതെങ്കിലും ഏജൻസിയെ പറ്റി അങ്ങനെ എന്തെങ്കിലും ഒന്ന് ഗൈഡ് ചെയ്യാൻ പറ്റുമോ? ഏജൻസിയെ കുറിച്ച് ഒന്നും ഗൈഡ് ചെയ്യാൻ ഞങ്ങളില്ല. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, ഒന്നാമത്തെ കാര്യം പേഴ്സണലി ഞങ്ങൾക്ക് ഒരു ഏജൻസി ആയിട്ട് ഞങ്ങൾക്ക് അറിയില്ല ഒന്ന്. പിന്നെ എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നഴ്സസ് ആയിട്ട് വരാനുള്ള ഓപ്പർച്യൂണിറ്റീസേ ഉള്ളൂ. ഹെൽത്ത് കെയർ അസിസ്റ്റന്റ് ആയിട്ട് വരണമെങ്കിൽ ഡെനിഷ് പെർഫെക്റ്റ് ആയിട്ട് അറിഞ്ഞിരിക്കണം. അറിഞ്ഞിരിക്കണം എന്നതിൽ ഉപരി നേഴ്സസിന് കിട്ടുന്ന പോലെ വിസ ഹെൽത്ത് കെയർ അസിസ്റ്റന്റിന് കിട്ടില്ല. കാരണം ഹെൽത്ത് കെയർ അസിസ്റ്റന്റിന്റെ ഫസ്റ്റ് പ്രോസസ്സ് തന്നെ എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു കോഴ്സിന്റെ ഈക്വാലന്റ് മീൻസ് അസസ്മെന്റ് നടക്കണം. നമ്മുടെ നാട്ടിലെ GNM പോലും ഹെൽത്ത് കെയർ അസിസ്റ്റന്റ് ആയിട്ട് ഇവിടെ അസസ്മെന്റ് നടക്കില്ല. കാരണം ഇവിടെ ഹെൽത്ത് കെയർ അസിസ്റ്റന്റ് എന്ന് പറഞ്ഞാൽ സ്റ്റിൽ അത് 3 years 10 months കോഴ്സാണ്. അത് അൺസ്കിൽഡ് ജോബ് ആണ്, ആക്ച്വലി നോട്ട് സ്കിൽഡ് ജോബ് ലൈക്ക് എ രജിസ്റ്റേർഡ് നേഴ്സ്. അത് അൺസ്കിൽഡ് ജോബാണ് ഒന്ന്. രണ്ടാമത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന്റെ അസസ്മെന്റ് നടത്താൻ പറ്റിയ അല്ലെങ്കിൽ ആ രീതിയിൽ അസസ്മെന്റ് ആകുന്ന ഒരു കോഴ്സ് എൻ്റെ അറിവിൽ നമ്മുടെ ഇന്ത്യയിൽ നടക്കുന്നില്ല. സോ ഹെൽത്ത് കെയർ അസിസ്റ്റന്റ് ആയിട്ട് വരണമെങ്കിൽ ഒരു ജോബ് ഓഫർ ഫസ്റ്റ് കിട്ടണം. സോ ജോബ് ഓഫർ കിട്ടണമെങ്കിൽ ഇവിടുത്തെ ഒരു ഹോസ്പിറ്റലിൽ ജോബ് ഓഫർ കൊടുക്കണം. ഒരു ഹോസ്പിറ്റലോ അല്ലെങ്കിൽ ഒരു ഹെൽത്ത് മീൻസ് ഒരു കമ്മ്യൂണോ കൊടുക്കണം. അത് കൊടുത്താൽ മാത്രമേ അത് ചെയ്യാൻ പറ്റുള്ളൂ. സോ അങ്ങനെ ഒരെണ്ണം കൊടുക്കണമെങ്കിൽ ഈ കാൻഡിഡേറ്റ് മസ്റ്റായിട്ട് നന്നായിട്ട് ഇംഗ്ലീഷ് അല്ല ഡേനിഷ് സംസാരിക്കുന്നുണ്ടെങ്കിൽ മാത്രമേ അവരങ്ങനെ ഒരു ഓഫർ കൊടുക്കുകയുള്ളൂ. സോ അതൊരു പോസിബിൾ ആയ കാര്യമാണെന്ന് എനിക്ക് തോന്നുന്നില്ല. നേഴ്സുമാർക്ക് മാത്രമാണ് ഇപ്പൊ ഇങ്ങനെ ഒരു ഇമിഗ്രേഷൻ വിസയിൽ ഇവിടെ വരാൻ പറ്റുന്നത്. സിബിക്ക് എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് മോർ ഉണ്ടോ? ഇല്ലെങ്കിൽ നമുക്ക് അടുത്ത ആളിലോട്ട് പോകാം. ഇത് ഓക്കെ ആണെന്നുണ്ടെങ്കിൽ നെക്സ്റ്റ് ചിന്തു PV. യെസ് സാർ, എനിക്ക് ലാംഗ്വേജിനെ കുറിച്ചാണ്. നമ്മളുടെ ഈ ലാംഗ്വേജ് എന്ന് പറയുന്നത് നമ്മൾ അവിടെ അഡാപ്റ്റേഷൻ കോഴ്സ് ആണോ അതോ അത് കഴിഞ്ഞിട്ട് ഒരു എക്സാം എഴുതി പാസ് ആവണം?
ഇപ്പം ചിന്തു ന്യൂസിലാൻഡിലാണെങ്കിൽ ന്യൂസിലാൻഡിൽ ഒരു അഡാപ്റ്റേഷൻ ഒരു ക്യാപ്പ് ആയിരുന്നു നേരത്തെ, ഇപ്പൊ അത് മാറ്റി IQ ആക്കിയല്ലോ. അതൊരു ക്യാപ്പ് എന്ന് പറയുന്ന ഒരു പ്രോഗ്രാമാണ്. ആ ക്യാപ്പ് പ്രോഗ്രാം കഴിഞ്ഞതുപോലെ അത് ലാംഗ്വേജിന്റെ അല്ല, പക്ഷെ ഇവിടെയും പറയുന്നത് ലാംഗ്വേജ് അല്ലാതെ ഇതൊരു പ്രോഗ്രാമാണ്, അഡാപ്റ്റേഷൻ പ്രോഗ്രാം. അത് കഴിഞ്ഞിട്ട് നമ്മൾക്ക് ഒരു ഓതറൈസ്ഡ് പേഴ്സൺ ഉണ്ടാവും, അവർ ഓക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഓട്ടോമാറ്റിക്കലി എക്സാം എഴുതാതെ തന്നെ RN ആവാമെന്നാണ്. ഞാനൊരു കാര്യം പറയാം. ലാംഗ്വേജും അഡോപ്റ്റേഷനും രണ്ടാണ്. ഒന്ന്, ലാംഗ്വേജ് എന്ന് പറയുന്നത് നമ്മളിവിടെ വന്നതിന് ശേഷം ഹോസ്പിറ്റലുമായിട്ട് യാതൊരു ബന്ധവും ഇല്ലാത്ത ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ നമ്മളെ ലാംഗ്വേജ് പഠിപ്പിക്കുന്നു. മേ ബി വീക്ക്ലി വൺസോ വീക്ക്ലി ട്വൈസോ ത്രൈസോ 4 hours, വീക്ക്ലി ട്വൈസ് ആണെന്ന് തോന്നുന്നു. ചില സ്കൂളുകൾ ത്രൈസ് നടത്തുന്നുണ്ട്. 4 hours മാക്സിമം പെർ ഡേ എന്നുള്ള രീതിയിലാണ് ലാംഗ്വേജ് കോഴ്സ് നടത്തുന്നത്. ലാംഗ്വേജ് കോഴ്സുമായിട്ട് ഗവൺമെന്റ് ഫണ്ട് ചെയ്യുന്നു എന്നതിലുപരി ഗവൺമെന്റിന് യാതൊരു ബന്ധമില്ല. ഹോസ്പിറ്റൽസിന് അത്രയും കൂടെ ബന്ധമില്ല ലാംഗ്വേജ് കോഴ്സുമായിട്ട്. സോ ലാംഗ്വേജ് പഠിച്ചതിന് ശേഷം നമ്മൾ അഡോപ്റ്റേഷൻ ഹോസ്പിറ്റൽസിൽ അപ്ലൈ ചെയ്യുന്നത്. അഡോപ്റ്റേഷൻ ഹോസ്പിറ്റലിൽ അപ്ലൈ ചെയ്ത് അഡോപ്റ്റേഷന്റെ സമയത്ത് അവർ നമ്മളെ ടെസ്റ്റ് ചെയ്യുന്ന ലാംഗ്വേജ് സ്കിൽസും ക്ലിനിക്കൽ സ്കിൽസും ആണ്. ഈ രണ്ടും സാറ്റിസ്ഫാക്ടറി ആണ് എന്ന് എംപ്ലോയർ സർട്ടിഫൈ ചെയ്താൽ മാത്രമേ നിങ്ങളുടെ ഓതറൈസേഷൻ ആവുള്ളൂ. എന്ന് വെച്ചാൽ എംപ്ലോയർ സർട്ടിഫൈ ചെയ്ത് ലെറ്റർ കൊടുത്താൽ നിങ്ങൾക്ക് രജിസ്റ്റേർഡ് നേഴ്സായിട്ട് വർക്ക് ചെയ്യാൻ പറ്റും എന്ന് ഇവിടുത്തെ ഹെൽത്ത് മിനിസ്ട്രി നിങ്ങൾക്ക് സർട്ടിഫിക്കറ്റ് തരും. അതാണ് അഡോപ്റ്റേഷൻ. സോ അത് രണ്ട് കാര്യമാണ്. സോ അപ്പൊ അഡാപ്റ്റേഷൻ കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ലാംഗ്വേജ് എന്ന് പറഞ്ഞ ടെസ്റ്റ് എഴുതി പാസ്സാവേണ്ട ആവശ്യമില്ല. സാറ് നേരത്തെ പറഞ്ഞില്ലേ A1 B1 ലെവലിലേക്ക്. ചിന്തു ക്ലിയർ ആയിട്ട് ഞാൻ പറയുന്നത് ശ്രദ്ധിക്കുന്നില്ല. ലാംഗ്വേജ് പഠിച്ച് ടെസ്റ്റ് എഴുതി പാസ് ആകണോ വേണ്ടയോ എന്നുള്ളത് ഡിഫറെന്റ്. ലാംഗ്വേജ് എഴുതി ടെസ്റ്റ് എഴുതി പാസ് ആകാതെ പല ഹോസ്പിറ്റൽസും ഇവിടെ എടുക്കില്ല. ലാംഗ്വേജ് ഇപ്പൊ ഞാനൊരു ഉദാഹരണം പറയാം. ലാംഗ്വേജ് പഠിച്ചതിന്റെ സർട്ടിഫിക്കറ്റ് വെച്ചിട്ട് CV കൂടെ വെച്ച് കഴിഞ്ഞാൽ മാത്രമേ സാധാരണഗതിയിൽ ഈ കോപ്പൻഹാഗൻ റീജിയൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ക്യാപിറ്റൽ റീജിയനിലുള്ള ഹോസ്പിറ്റൽസ് എടുക്കുകയുള്ളൂ. ഞാൻ ആദ്യം ചോദിച്ച ഒരാളുടെ അടുത്ത് ഞാൻ ക്വസ്റ്റ്യൻ മറുപടി ആയിട്ട് പറഞ്ഞതാണ്. ലാംഗ്വേജ് പഠിച്ചതിന് ശേഷം ലാംഗ്വേജ് സർട്ടിഫിക്കറ്റും നിങ്ങളുടെ CV കൂടെ കൂട്ടി ഒരുമിച്ച് വെച്ച് അപ്ലൈ ചെയ്താൽ മാത്രമേ അവരെന്തെങ്കിലും കൺസിഡർ ചെയ്യുള്ളൂ. ഒന്ന്. രണ്ടാമത്, മറ്റ് റീജിയൻസിൽ ഇവിടെ 5 റീജിയൻസ് ഉണ്ട്. മറ്റ് 4 റീജിയൻസിലും അങ്ങനെ ഒരു ലാംഗ്വേജിന്റെ ക്രൈറ്റീരിയ അല്ലെ സർട്ടിഫിക്കറ്റ് വേണമെന്ന് നിർബന്ധമില്ല എന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. പക്ഷേങ്കിൽ അത് എത്ര കണ്ട് ശരിയാണെന്നുള്ളത് അപ്ലൈ ചെയ്ത് നോക്കിയാൽ മാത്രമേ അറിയത്തുള്ളൂ. ഇവിടെയുള്ള അതേ ഫീലിങ്സ് മറ്റു സ്ഥലങ്ങളിലോട്ട് ഉണ്ടെന്നാണ് ഞാൻ കേട്ടത്. സോ ലാംഗ്വേജ് പഠിച്ച് സർട്ടിഫിക്കറ്റ് എടുക്കുന്നതാണ് എന്നും ഉത്തമം. നിങ്ങൾ ഇവിടെ വരുമ്പം ഇവിടെ സ്റ്റേ ബാക്ക് ചെയ്യാനാണ് ഉദ്ദേശമെങ്കിൽ നിങ്ങൾ എപ്പോഴും ലാംഗ്വേജ് പഠിച്ച് സർട്ടിഫിക്കറ്റ് എടുത്താൽ മാത്രമേ നിങ്ങൾക്ക് പിന്നീട് PR കിട്ടുകയുള്ളൂ. PR എടുക്കുന്നതിന് മുമ്പ് നിങ്ങൾക്ക് ലാംഗ്വേജിൽ ഡേനിഷ് ലാംഗ്വേജിൽ തന്നെ ഒരു ടെസ്റ്റ് ഉണ്ട്. വേറെ അവിടുത്തെ ഒരു കൾച്ചറുമായിട്ട് ബന്ധപ്പെട്ട ഒരു ടെസ്റ്റ് ഉണ്ട്. ഒരു മൾട്ടിപ്പിൾ ചോയ്സ് 30 ക്വസ്റ്റ്യൻസിന്റെ ഒരു ടെസ്റ്റ് ആണ്. ആ ടെസ്റ്റ് പാസ്സായാൽ മാത്രമേ PR കിട്ടുള്ളൂ. അത് അടുത്ത സ്റ്റേജ് ലെവലാണ് കേട്ടോ, പിന്നത്തെ സ്റ്റേജിലോട്ടുള്ളതാണ്. നിങ്ങളിവിടെ സ്റ്റാർട്ടിങ്ങിൽ വന്നു കഴിയുമ്പം ലാംഗ്വേജ് പഠിക്കുമ്പോൾ എപ്പോഴും സർട്ടിഫിക്കറ്റ് എടുക്കണം എന്നുള്ള ഇന്റൻഷനിൽ മാത്രമേ ലാംഗ്വേജ് പഠിക്കാവുള്ളൂ. ഓക്കെ. നെക്സ്റ്റ് അർച്ചന മോഹനൻ. ഹലോ, ഗുഡ് ഈവനിങ് സർ. എന്റെ ഡൗട്ടാണ് ഇപ്പൊ നെക്സ്റ്റ് പ്രീവിയസ് ക്വസ്റ്റ്യനിൽ ക്ലിയർ ചെയ്തത്. ഓക്കെ, ഓൾറൈറ്റ്. സോ വേറെ നോ മോർ ക്വസ്റ്റ്യൻസ് അല്ലേ? No more questions. Okay, all right. Next. തോമസ്. ഹലോ സാർ, ആക്ച്വലി നമ്മുടെ ഗ്രൂപ്പിൽ കഴിഞ്ഞ ദിവസം ഒരു ഇത് കണ്ടായിരുന്നു, വിസ വന്നു എന്ന് പറഞ്ഞൊരു ഫാമിലിക്ക്. അപ്പോൾ അത് എത്രത്തോളം ശരിയാണ് എന്ന് സാറിനറിയാം. കാരണം അവർക്ക് വിസ കിട്ടി, അത് ശരിയായിട്ടുള്ള കാര്യമാണോ അതോ ജസ്റ്റ് ഫേക്ക് ന്യൂസ് ആണോ? അപ്പോൾ സാറിന് എന്തെങ്കിലും ഇൻഫർമേഷൻ ഉണ്ടോ? അങ്ങനെ ആരെങ്കിലും നമ്മുടെ ഇവിടുന്ന് അങ്ങനെ കയറി വന്നതായിട്ടല്ലോ? ഞങ്ങളുടെ അറിവിൽ ഡെൻമാർക്കിൽ മീൻസ് നമ്മൾ അറിയാതെ ആൾക്കാർ വന്നുകൂടായില്ല കേട്ടോ. യൂഷ്വലി ഞാൻ ഈ പറഞ്ഞ പോലെ മലയാളി അസോസിയേഷനൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നുണ്ട്. ഞങ്ങൾക്ക് മലയാളീസ് ഇൻ ഡെൻമാർക്ക് എന്നൊരു ഫേസ്ബുക്ക് ഗ്രൂപ്പ് ഉണ്ട്. സാധാരണഗതിയിൽ പുതിയ മലയാളികൾ ആര് വന്നു കഴിഞ്ഞാൽ ഞങ്ങൾക്കൊരു വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ട്. പുതിയ മലയാളികൾ ആര് വന്നു കഴിഞ്ഞാൽ എങ്ങനെയാലും നമ്മളെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാറുണ്ട്. പിന്നെ ആളുകള് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം നിർബന്ധമില്ല. എല്ലാവരും അങ്ങനെ സോഷ്യലൈസ് ചെയ്യാൻ താല്പര്യമുള്ളവരായിരിക്കില്ല. അതുകൊണ്ട്
അല്ല, ആക്ച്വലി നമ്മൾ പേഴ്സണൽ മെസ്സേജ് അയച്ച് ചോദിക്കുമ്പോൾ അവർ പറയുന്നില്ല. മീൻസ് നമ്മുടെ പേരും കാര്യങ്ങളും മാത്രം ചോദിച്ചിട്ട് പിന്നീട് അവരോട് ചോദിക്കുമ്പോൾ അവർ റിപ്ലൈ ഒന്നും തരുന്നില്ല. സോ അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത് സാറിന്റെ അറിവിൽ അങ്ങനെ ആരെങ്കിലും വന്നിട്ടുണ്ടോ ഇല്ലയോ എന്ന്. എന്റെ അറിവിൽ, ഞങ്ങളുടെ അറിവിൽ ഇതുവരെ ആരും വന്നിട്ടില്ല. ഒരു പുള്ളിക്കാരൻ ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു, പക്ഷെ പുള്ളി മാൾട്ടേന്ന് വന്നതാണ്. മാൾട്ടേന്ന് വന്നു, പുള്ളി ഇവിടെ സ്റ്റേ ചെയ്തു, ഒരു 2-3 months സ്റ്റേ ചെയ്തതിന് ശേഷം പുള്ളി ഫാമിലി എന്തോ കുറച്ച് ഇഷ്യൂസ് ഒക്കെ ഉള്ളതുകൊണ്ട് പുള്ളി നാട്ടിലോട്ട് തിരിച്ചു പോയേക്കാണ്. പുള്ളി തിരിച്ചു വരാൻ സാധ്യതയുണ്ട്. അപ്പം എന്നോട് പലരും ചോദിച്ചു വിസ കിട്ടിയ ആരുടെയും കോൺടാക്ട് കൊടുക്കാം. ഞാൻ പുള്ളിയോട് ചോദിച്ചു, പുള്ളി പറഞ്ഞു വേണ്ട ചേട്ടാ, ആർക്കും കൊടുക്കണ്ട, എനിക്ക് ആരോട് സംസാരിക്കാൻ താല്പര്യമില്ല എന്ന് പറഞ്ഞിട്ട് ഞാൻ പുള്ളിയുടെ കോൺടാക്ട്സ് ആർക്കും കൊടുത്തില്ല. അങ്ങനെ ഒരാൾ വന്നതായിട്ട് എനിക്കറിയാം, പക്ഷെ പുള്ളിക്കാരൻ ഇപ്പം നാട്ടിലാണുള്ളത്. ഓക്കെ സർ, താങ്ക് യു. സാർ ഒരു ഡൗട്ട് ഉണ്ടായിരുന്നേ. അർച്ചന പറഞ്ഞു. നമുക്ക് ഇപ്പൊ ഡാനിഷ് ലാംഗ്വേജ് എന്തെങ്കിലും ട്രെയിനിങ് കോഴ്സ് ആയിട്ട് നിങ്ങൾക്ക് കണ്ടക്ട് ചെയ്യാൻ പറ്റുമോ? അങ്ങനെയാണെങ്കിൽ നമുക്ക് കുറച്ച് ലാംഗ്വേജ് പഠിക്കായിരുന്നു. ലാംഗ്വേജ് ക്ലാസ് അങ്ങനെ ട്രെയിനിങ് ആയിട്ട് കണ്ടക്ട് ചെയ്യാൻ ഞങ്ങൾക്ക് പറ്റില്ല. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാന് ഡേനിഷ് അത്യാവശ്യം സംസാരിക്കുമെന്നുള്ളത് ഞാൻ അത്ര ഫ്ലുവന്റ് അല്ല. പിന്നെ ഇവിടെ ഡേനിഷ് ലാംഗ്വേജ് സ്കൂളുകൾ ഓൺലൈനിൽ ക്ലാസ്സുകൾ കണ്ടക്ട് ചെയ്യുന്നുണ്ട്, പക്ഷെ അതൊരു 1-2 ലെവൽ വരെയൊക്കെ ഉള്ളതേ പഠിക്കാൻ പറ്റുള്ളൂ. ബട്ട് ഹവർ ഇവിടെ വന്നതിന് ശേഷം നിങ്ങൾ ഒരു 3ാമത്തെ ലെവലിലോട്ട് എടുക്കണം എന്നുണ്ടെങ്കിൽ ഇവിടെ വന്ന് നിങ്ങൾ ടെസ്റ്റ് എഴുതി കഴിഞ്ഞിട്ട് ലാംഗ്വേജ് സ്കൂളുകാരെ നിങ്ങൾ ഏത് ലെവലിൽ ഇടണമെന്ന് തീരുമാനിക്കുള്ളൂ. സോ അത് നിങ്ങൾ ഗൂഗിളിൽ സെർച്ച് ചെയ്തിട്ട് ലാംഗ്വേജ് സ്കൂളുകളിൽ ഓൺലൈനിൽ ക്ലാസ്സുകൾ നടത്തുന്ന ക്ലാസ്സുകാരുമായിട്ട് ബന്ധപ്പെടുക. പക്ഷെ അതിന് നല്ല ഫീസാണ് കേട്ടോ. നാട്ടിലെ സംബന്ധിച്ചിടത്തോളം 30,000 രൂപയൊക്കെ അവരുടെ ഓരോ ക്ലാസ്സുകൾക്കുണ്ട്. അതും 1-to-1 ഇല്ല. അവരൊരു 12 പേരുടെ ബാച്ച് വന്നു കഴിഞ്ഞാൽ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുള്ളൂ. ഇതുകൂടാതെ ഇൻഡിവിജ്വൽ ആയിട്ട് ഡേനിഷ് ലാംഗ്വേജ് പഠിപ്പിക്കുന്ന ആൾക്കാരുണ്ട്. ഡേനിഷ് ടീച്ചേഴ്സ് നമ്മൾ വെറുതെ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടും. പക്ഷെ അങ്ങനെയുള്ളവര് പെർ അവർ നമ്മുടെ നാട്ടിൽ ഒരു 3,000 മുതൽ 5,000 വരെ പെർ അവർ മേടിക്കുന്ന ആൾക്കാരാണ് ഇൻഡിവിജ്വൽ ടീച്ചേഴ്സ്, 1-to-1 ക്ലാസ്സസ് എടുക്കുന്നവര്. സോ അത്രയും പൈസ അഫോർഡ് ചെയ്യാൻ പറ്റുമെന്ന സാഹചര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം സ്റ്റാർട്ടിങ്ങിൽ. പിന്നെ ഓഫ് കോഴ്സ് ഇഷ്ടംമാതിരി ആപ്ലിക്കേഷൻസ് ഉണ്ട്. പിന്നെ TV ചാനലുകൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എടുത്ത് നോക്കി നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. അത് എത്ര കണ്ട് നിങ്ങൾക്ക് എഫക്റ്റീവ് ആവുന്നുള്ളത് അത് നിങ്ങൾ അതിന് എത്ര സമയം കൊടുക്കുന്നു ചെയ്യുന്നു എന്നുള്ളത് അനുസരിച്ചിരിക്കും. ഓക്കെ, താങ്ക് യു സർ. ഓൾറൈറ്റ്. ഇനി ലാസ്റ്റ് ഏതു കൃഷ്ണ. യെസ് സർ. അപ്പോൾ നമ്മുടെ ഏജൻസീസ് പറഞ്ഞിരിക്കുന്നത് അവിടെ ചെന്ന് കഴിയുമ്പോൾ ഒരു ഫസ്റ്റ് തന്നെ ഒരു 6 months അഡാപ്റ്റേഷൻ എന്നാണല്ലോ പറയുന്നത്. ഈ 6 month അഡാപ്റ്റേഷന് അവർ അസിസ്റ്റ് ചെയ്യുമെന്നും പറഞ്ഞു. അപ്പോൾ ഈ അഡാപ്റ്റേഷൻ എന്ന് പറയുന്നത് ഒന്നുകിൽ ഹോസ്പിറ്റലിൽ അല്ലെങ്കിൽ നഴ്സിംഗ് കെയറിലായിരിക്കുമല്ലോ. മേ ബി നഴ്സിംഗ് അസിസ്റ്റന്റ് ആയിട്ടായിരിക്കാം, അല്ലെങ്കിൽ നഴ്സ് ആവാൻ പറ്റില്ല എന്ന് പറയുന്നു. അപ്പോൾ ഓൾറെഡി നമ്മളൊരു ഹോസ്പിറ്റലിലോ കെയറിലല്ലേ അവിടെ ജോലിക്ക് ചെല്ലുന്നത് ഈ അഡാപ്റ്റേഷനിൽ ഓൾറെഡി. ഞാൻ ഓൾറെഡി ഈ ഒരു ക്വസ്റ്റിന് ഞാൻ ആൻസർ ചെയ്തതാണ്. അഡോപ്റ്റേഷൻ എന്ന് പറയുന്നത് കെയറർ ആയിട്ട് കയറുന്നതിന് അഡോപ്റ്റേഷൻ എന്ന് പറയില്ല. ഒന്ന്, കെയറർ ആയിട്ട് കയറണം അല്ലെങ്കിൽ അസിസ്റ്റന്റ്. ഇവിടെ ഹെൽത്ത് കെയർ അസിസ്റ്റന്റ്, ഹെൽത്ത് കെയർ ഹെൽപ്പർ, 2 ഡിഫറെന്റ് കാറ്റഗറി ഉണ്ട്. ഹെൽത്ത് കെയർ ഹെൽപ്പർ എന്ന് പറയുന്ന ആൾക്ക് ഒന്നും ചെയ്യാനില്ല. ജസ്റ്റ് നേഴ്സ് പറയുന്നത് കേട്ട് അവിടെ പുറകെ നടക്കുക, ടവൽ എടുത്ത് അങ്ങോട്ട് മാറ്റി വെക്കുക, ഇങ്ങനെയുള്ള കാര്യങ്ങൾ, സിറിഞ്ച് എടുത്ത് കൈ കൊടുക്കുക, ഇങ്ങനെയുള്ള കാര്യങ്ങൾ. ഹെൽത്ത് കെയർ അസിസ്റ്റന്റ് എന്ന് പറഞ്ഞാൽ ഇച്ചിരി കൂടെ മേലോട്ടുള്ള ഈ 2 ജോലികൾ അൺസ്കിൽഡ് ജോബിന്റെ കാറ്റഗറിയിലുള്ളതാണ് ആസ് ഓഫ് നോ. പക്ഷെങ്കിൽ സാലറി നേഴ്സുമാർക്കുള്ള അത്രയും അല്ലെങ്കിൽ അതിൽ കൂടുതൽ സാലറി അവർ ഉണ്ടാക്കുന്നുണ്ട്, പൈസ ഉണ്ടാക്കുന്നുണ്ട്. ദാറ്റ്സ് എ സെക്കൻഡറി കേസ്. അപ്പം ഈ ഹെൽത്ത് കെയർ അസിസ്റ്റന്റ് ആയിട്ടോ അല്ലെങ്കിൽ ഹെൽത്ത് കെയർ ഹെൽപ്പർ ആയിട്ടോ കിട്ടുന്നത് അഡോപ്റ്റേഷന് കൺസിഡർ ചെയ്യുന്നില്ല. സോ നിങ്ങൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു നേഴ്സിന്റെ, ഒരു ഹെഡ് നേഴ്സിന്റെ അല്ലെങ്കിൽ ഒരു സുപ്പീരിയർ നേഴ്സിന്റെ കൂടെ നിങ്ങൾ 6 മാസം ജോലി ചെയ്യുന്നതിനാണ്. അത് 6 മാസം ജോലി ചെയ്യുമ്പോൾ സാലറിയും കിട്ടും, സാധാരണ നേഴ്സുമാർക്ക് കിട്ടുന്ന സാലറിയും കിട്ടും. അതിനാണ് അഡോപ്റ്റേഷൻ എന്ന് പറയുന്നത്. ഈ അഡോപ്റ്റേഷന്റെ സമയത്ത് 6 മാസം നിങ്ങളുടെ പെർഫോമൻസ്, സ്കിൽസും ലാംഗ്വേജ് സ്കിൽസും ആണ് ചെക്ക് ചെയ്യുന്നത്. ഇത് ഞാൻ ഓൾറെഡി ഒന്ന് പറഞ്ഞ കാര്യമാണ്. അതിനുശേഷമായിരിക്കും ജോയിൻ ചെയ്ത്, ഇടയ്ക്കും ഒരുപാട് പേര് ജോയിൻ ചെയ്യുന്നുണ്ട്. ഈ സ്കിൽസും അതുപോലെ തന്നെ നിങ്ങളുടെ ലാംഗ്വേജ് സ്കിൽസും ആണ് ചെക്ക് ചെയ്യുന്നത്. പിന്നെ നിങ്ങൾക്ക് ഒരിക്കലും വന്ന പാടെ ഒരു ഹെൽത്ത് കെയർ അസിസ്റ്റന്റ് ആയിട്ടോ ഹെൽത്ത് കെയർ ഹെൽപ്പർ ആയിട്ടോ ഒരു ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റിലും ജോലി കിട്ടാൻ സാധ്യതയില്ല, കിട്ടില്ല. കാരണം ഇവിടെ ലാംഗ്വേജ് അറിയാതെ ഇങ്ങനെ ഒരു സ്ഥലത്തും ആരെയും എടുക്കില്ല. ഓക്കെ,
അപ്പോൾ അതായത് ഇപ്പൊ നമ്മൾ ഇവര് പറയുന്ന പോലെ അവിടെ വന്നു കഴിഞ്ഞാലും ലാംഗ്വേജിന്റെ സർട്ടിഫിക്കറ്റ് ഇല്ലാതെ അസിസ്റ്റന്റ് ആയിട്ട് പോലും വർക്ക് ചെയ്യാൻ ലാംഗ്വേജിന്റെ പറ്റില്ല. സർട്ടിഫിക്കറ്റ് വേണം ഞാൻ ഇപ്പോഴും പറയുന്നില്ല. അസിസ്റ്റന്റ് ആയിട്ട് കയറണമെങ്കിൽ നിങ്ങൾക്ക് ലക്ക് ഉണ്ടെങ്കിൽ ഒരു പക്ഷേങ്കിൽ നിങ്ങൾ വളരെ നന്നായിട്ട് ഒരു 6 മാസം അല്ലെ 7 മാസം അല്ലെ 1 വർഷം കൊണ്ട് ലാംഗ്വേജ് പഠിച്ച് സംസാരിക്കാൻ കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ, നിങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ, അവർക്ക് അത് ഉറപ്പ് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അസിസ്റ്റന്റ് ആയിട്ട് കയറാം. അതിന് സർട്ടിഫിക്കറ്റ് ആവശ്യമില്ല കേട്ടോ. അത് ഞാൻ പറഞ്ഞു. ശ്രദ്ധിക്കുക കേട്ടോ. കറക്റ്റായിട്ട് ടേംസ് കറക്റ്റായിട്ട് ശ്രദ്ധിക്കണം. ഞാൻ പറഞ്ഞ അഡോപ്റ്റേഷന് വേണ്ടി എപ്പോൾ അപ്ലൈ ചെയ്യുമ്പോഴാണെങ്കിലും അഡോപ്റ്റേഷൻ എടുക്കണമെങ്കിൽ അവര് സർട്ടിഫിക്കറ്റ് റിക്വയർമെന്റ് പറഞ്ഞാൽ സർട്ടിഫിക്കറ്റ് റിക്വയർ ഉണ്ടെങ്കിൽ മാത്രമേ അവർ എടുക്കുള്ളൂ എന്നുള്ള സാഹചര്യം ഇപ്പോഴത്തെ സ്റ്റാറ്റസിൽ ഇവിടെ ഉണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. ഹെൽത്ത് കെയർ അസിസ്റ്റന്റ് ആയിട്ട് ജോലിക്ക് കയറണമെങ്കിൽ, അല്ലെങ്കിൽ ഒരു ജോലി കയറുവാണെന്നുണ്ടെങ്കിൽ അവിടെ ലാംഗ്വേജിന്റെ സ്കിൽസ് ഉണ്ടെങ്കിൽ ഒരു പക്ഷേ ആളുകൾ എടുത്തൊന്നിരിക്കും. ഓക്കെ. ഒരു ഡൗട്ടും കൂടെ ചോദിക്കട്ടെ. ഇപ്പൊ ഇവിടെ നിന്ന് ഒരുപാട് സ്റ്റാഫ് പല ഏജൻസീസ് ത്രൂ കൂടെ വരുന്നുണ്ടല്ലോ. അപ്പൊ എനിക്ക് തോന്നുന്നു കുറെ സ്റ്റാഫ് ഇപ്പൊ ഡെൻമാർക്ക് പ്രോഗ്രാം ചെയ്യുന്നുണ്ട്. അപ്പൊ ഇത് വരുമ്പോ ഇത്രയും പേർക്ക് അവിടെ ജോബിനുള്ള ഒരു പോസിബിലിറ്റി അത് ആപ്ലിക്കബിൾ ആണോ? അതെനിക്ക് പറയാൻ പറ്റില്ല. കാരണം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെയുള്ള ജോലികളുടെ വേക്കൻസി എന്ന് പറയുന്നത് നമുക്ക് കൃത്യമായിട്ട് കൗണ്ട് ചെയ്തെടുക്കാൻ പറ്റിയൊരു കാര്യമല്ല. ഇവിടെയുള്ള ജോലികളുടെ വേക്കൻസി, ഇവിടെ എത്ര വേക്കൻസി ഉണ്ട് എന്നുള്ളത് ഒരിക്കലും നമുക്ക് ഒരിടത്തൊന്നും ട്രാക്ക് ചെയ്തെടുക്കാൻ പറ്റില്ല. കാരണം ഓരോ റീജിയനിലും ഓരോ റീജിയനിലെ വേക്കൻസികൾ ചെയ്യുന്നത്. അത് ചിലപ്പോൾ ഇന്ന് നോക്കിയാൽ 113 ഉണ്ടാവുമായിരിക്കും, നാളെ നോക്കുമ്പോൾ ചിലപ്പോൾ അത്ര ഉണ്ടാവില്ലായിരിക്കും. അതുകൊണ്ട് നമുക്കത് അങ്ങനെ ഒരു കണക്ക് പറയാൻ പറ്റില്ല. നാട്ടിൽ നിന്ന് എത്ര പേര് വരുന്നുണ്ടെന്ന് അറിയത്തില്ല. നാട്ടിൽ നിന്ന് മാത്രമല്ല, ഇന്ത്യയിൽ നിന്ന് മാത്രമല്ല, ഇവിടെ ഇപ്പൊ സിറിയെന്നൊക്കെ ഒരു 3000 നേഴ്സുമാർ ഇവിടെ വന്നിട്ടുണ്ടെന്നാണ് പറഞ്ഞത്. സിറിയെന്ന് വരുന്നുണ്ട്, ഫിലിപ്പൈൻസ്, പാകിസ്ഥാൻ, എല്ലാ രാജ്യങ്ങളിൽ നിന്നും ഓൾറെഡി നേഴ്സുമാർ ഇവിടെ വന്നിട്ടുണ്ട്. ഇന്ത്യയാണ് ഏറ്റവും പുറകെ വെക്കുന്നത്. ആക്ച്വലി ഇന്ത്യ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാലോ, നേഴ്സുമാർ കൂടുതലുള്ളത് കേരളത്തിലാണ്. ഇന്ത്യയിൽ നിന്ന് ആക്ച്വലി വളരെ വളരെ കുറഞ്ഞ ആൾക്കാരെ വരാൻ റെഡി ആയിട്ടുള്ളൂ എന്നുള്ളതാണ്. പക്ഷെങ്കിൽ ഇതുവരെ ആരും വന്നിട്ടുമില്ല. മറ്റു രാജ്യങ്ങളിലുള്ള ആൾക്കാരൊക്കെ ഇഷ്ടംമാർ ഇവിടെ ഓൾറെഡി വന്നിട്ടുണ്ട്. ഓക്കെ സർ. നെക്സ്റ്റ് ലിലിയ ബാബു. ലിലിയ. സർ, എനിക്ക് ചോദിക്കാനുള്ളത്, ഈ സ്പൗസ് വിസ വരുന്ന ആൾക്ക് ഇപ്പം ഇലക്ട്രിക്കൽ ഫീൽഡിലാണ് ഉള്ളത്. അപ്പൊ അവർക്ക് ഇലക്ട്രിക്കൽ സംബന്ധമായിട്ട് ജോലികളൊക്കെ അവിടെ സാധ്യതകളുണ്ടോ? ഇലക്ട്രിക്കൽ ഫീൽഡിലുള്ളവർക്ക് ജോലി കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഒന്ന് കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഏത് ജോലി, ഉദാഹരണം പറഞ്ഞു ആരാണ്ടൊക്കെ ഒന്ന് ജസ്റ്റ് മ്യൂട്ട് ചെയ്യേണ്ടത്, മ്യൂട്ട് ചെയ്യട്ടെ. സൗണ്ട് എക്കോ വരുന്നുണ്ട്. ഓക്കെ. ഇലക്ട്രിക്കൽ എന്നാന്ന് വെച്ചാൽ ഇവിടെ ഇലക്ട്രിക്കൽ ജോലി എന്നല്ല, ഏത് ജോലി ചെയ്യണമെങ്കിലും അതിൻ്റെതായ കോഴ്സുകളുണ്ട്. നമുക്ക് കൃഷി നടത്തണമെങ്കിലും കോഴ്സ് ഉണ്ട് ഇവിടെ. അതുണ്ടെങ്കിലേ കൃഷി നടത്താൻ പറ്റുള്ളൂ. അപ്പൊ ഇലക്ട്രിസിറ്റി റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ജോലി ചെയ്യണമെങ്കിൽ നമുക്കൊരു കോഴ്സ് ഉണ്ട്. ആ കോഴ്സ് ചെയ്താൽ മാത്രമേ, അതിനിവിടെ ഒരു വൊക്കേഷണൽ കോഴ്സ് ആണ് പറയുന്നത്, ആ കോഴ്സ് ചെയ്താൽ മാത്രമേ ഇലക്ട്രിസിറ്റിയിലുള്ള ജോലി ചെയ്യാൻ പറ്റുള്ളൂ. പക്ഷേ അൺസ്കിൽഡ് ആയിട്ടുള്ള മറ്റു ജോലികളുണ്ടല്ലോ, ഇപ്പൊ ഫുഡ് ഡെലിവറി ഒരു സാധ്യതയുള്ള ഒരു ജോലിയാണ്. അതുപോലെ തന്നെ പാക്കിംഗ് സെക്ഷനിലെ ഒരു ജോലി, അത് സാധ്യതയുള്ള ഒരു ജോലിയാണ്. അതുപോലെ തന്നെ ഫോക്ക് ലിഫ്റ്റിങ്ങിന്റെ ജോലി, ഇതൊക്കെ സാധ്യതയുള്ള ജോലികളാണ്. ഇങ്ങനെയുള്ള ജോലികളൊക്കെ ഡിപ്പെൻഡന്റ് ആയിട്ട് വരുന്ന ആൾക്ക് ചെയ്യാം, ഫുൾ ടൈം ചെയ്യാം. ഫുൾ ടൈം എന്ന് പറഞ്ഞാൽ 37.5. ഓക്കെ, താങ്ക് യു. ഓൾറൈറ്റ്. ഇനി ജോസ്. ഗുഡ് ആഫ്റ്റർനൂൺ സാർ. ഞാൻ എനിക്കൊരു സംശയം ചോദിക്കുന്ന പറഞ്ഞാൽ, ഈ അഡാപ്റ്റേഷനോ എന്തെങ്കിലും പ്രോഗ്രാമിന് ഈ നമ്മളവിടെ അപ്രൂവ് ആയി വന്നെങ്കിൽ നമുക്ക് ഈ ഷോ മണി അല്ല ഡെപ്പോസിറ്റ് മണി ഈ ഒരു 10 lakhs എടുത്ത് ഏകദേശം വേണ്ടെന്നുള്ള കൺഫേം ആണോ? അതെങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ ഡെപ്പോസിറ്റ് മണി കാണിക്കേണ്ടത് നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിൽ നിങ്ങളുടെ പേരിലാണ്. അപ്പം അത് ഒരാളാണ് വരുന്നതെങ്കിൽ 5 lakhs അറൗണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടുത്തെ ഡേനിഷ് ക്രോൺ പറയുകയാണെങ്കിൽ 39,830 സംതിങ് അറൗണ്ട് ദാറ്റ്. അപ്പൊ അത് ഈക്വലന്റ് നോക്കുവാണെങ്കിൽ നാട്ടിൽ ഇപ്പൊ ഡേനിഷ് മണി എഗെയിൻസ്റ്റ് ഡേനിഷ് മണി 13.85 ഒക്കെയാണ് നടക്കുന്നത്. സോ നാട്ടിലെ എമൗണ്ട് അതുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ 39,800 സംതിങ് അറൗണ്ട് 40,000 കൂട്ടിയോ, 40,000 ഈക്വലന്റ് ആയിട്ടുള്ള ഡേനിഷ് മണി അവിടെ കാണിക്കണം ഒരാൾക്ക് വേണ്ടിയിട്ടാണെങ്കിൽ. വൈഫ് ആൻഡ് ഹസ്ബൻഡ് മാത്രമേ ഉള്ളെന്നുണ്ടെങ്കിൽ 2 പേർക്കാണ് 10 lakhs കാണിക്കണം. വൈഫ് ഹസ്ബൻഡ് കിഡ്സ് 1 or multiple കിഡ്സ് ആണെങ്കിൽ 12 lakhs. അതാണ് ഷോ മണി കാണിക്കേണ്ടത്. പിന്നെ ഇത് ഷോ ആണോ അതോ ലോക്ക്ഡ് ആയിരിക്കും? മീൻസ് അവിടെ തന്നെ അത് ലോക്ക്ഡ് അല്ല. നിങ്ങൾക്ക് അത് വിസ അപ്ലൈ ചെയ്യുന്ന സമയത്ത് ഡെപ്പോസിറ്റ് ചെയ്യുക,
വിസ അപ്ലൈ ചെയ്ത് പരമാവധി ആ വിസയുടെ പീരീഡ് കിട്ടുന്നിടം വരെ അത് കീപ്പ് ചെയ്യുക. അതിനുശേഷം ആ പൈസ എടുത്തുകൊണ്ട് ഇങ്ങോട്ട് പോരാം. കാരണം അവർ കാണുന്ന നിങ്ങളുടെ കയ്യിൽ ഇത്രയും പൈസ ഉണ്ടെന്നും ആ പൈസ ഇവിടെ ഒന്ന് ചെലവാക്കാനും വേണ്ടിയിട്ടാണ് എന്നാണ് അവർ കാണുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ 5 ലക്ഷം രൂപ ഇന്ത്യൻ മണി ഉണ്ടെങ്കിൽ ഒരു സിംഗിൾ ആയ ഒരു വ്യക്തി വന്നു കഴിഞ്ഞാൽ അറ്റ്ലീസ്റ്റ് ഒരു 2-3 മന്ത്സ് സർവൈവ് ചെയ്യാൻ പറ്റൂ എന്നുള്ളതാണ് അവരുടെ കാഴ്ചപ്പാട്. അതിന് കൃത്യമായിട്ട് ഇപ്പൊ നമ്മൾ വിസ ഒരു എന്താ പറയുക, ഒരു വിസിറ്റിംഗ് വിസയ്ക്ക് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാലും പെർ ഡേക്ക് ഫുഡിനും താമസിക്കാൻ ഇത്ര ചെലവ് എന്നുള്ള രീതിയിൽ മൾട്ടിപ്ലൈ ചെയ്തിട്ടാണ് ആ ഒരു വിസിറ്റിംഗ് വിസയുടെ പോലും എടുക്കുന്നത്. നമ്മൾ 10 ദിവസം അപ്ലൈ ചെയ്യണമെങ്കിൽ അതിന് കോറിലേറ്റഡ് ആയിട്ടുള്ള ഒരു എമൗണ്ട് ആണ് അവർ പറയുന്നത്. അപ്പൊ ഈ ഷോ മണി എന്ന് പറയുന്നത് നിങ്ങൾക്ക് റിട്ടേൺ എടുക്കാൻ പറ്റും നിങ്ങളുടെ ബാങ്കിൽ നിന്ന്. അത് ലോക്ക്ഡ് അല്ല, ആ പൈസ നിങ്ങൾക്ക് എടുക്കാം. അത് നിങ്ങൾ പോരുന്നതിന് മുമ്പ് അത് എടുക്കാൻ പറ്റും. അത് വിസയ്ക്ക് അപ്ലൈ ചെയ്യുമ്പോൾ കാണിക്കുക, വിസയുടെ പീരീഡിൽ അത് കീപ്പ് ചെയ്യാൻ ശ്രമിക്കുക പരമാവധി. കാരണം എന്താണെന്ന് വെച്ചാൽ സെക്കൻഡ് ഇപ്പം വിസ നമ്മളൊരു ഉദ്ദേശിച്ചതിനേക്കാളും ലേറ്റ് ആവുക അല്ലെങ്കിൽ എന്തെങ്കിലും ചെയ്യണം, അവർ വീണ്ടും ഡോക്യുമെന്റ് ചോദിച്ചു കഴിഞ്ഞാൽ വീണ്ടും ഉണ്ടാക്കി കൊടുക്കേണ്ടി വരും. സോ ആ വിസയുടെ സമയത്ത് അത് കീപ്പ് ചെയ്യുക. അത് കീപ്പ് ചെയ്തതിന് ശേഷം നിങ്ങൾ വിസ കിട്ടി കഴിയുമ്പോൾ പൈസ വിട്ടോ പോരും, പൈസ ആയിട്ട് പോരും. സാറേ, ഈ ലാംഗ്വേജ് ടെസ്റ്റിന്റെ കാര്യങ്ങൾ ചോദിക്കാൻ വേണ്ടിയാണ്. ഇത് എങ്ങനെ ഡിഫിക്കൽട്ടി ലെവൽ എങ്ങനെ? മീൻസ് റൈറ്റിംഗ് ഒക്കെ ഉണ്ടെന്നാണല്ലോ. നേഴ്സസ് ആയിട്ട് അവിടെ ചെയ്യണമെന്നെങ്കിൽ റൈറ്റിംഗ് ഒക്കെ നിർബന്ധമായിട്ടും വേണമായിരിക്കുമല്ലോ. റൈറ്റിംഗ് ഒക്കെ എങ്ങനെ? ഡിഫിക്കൽട്ടി ലെവൽ എനിക്ക് അങ്ങനെ പറയാൻ പറ്റില്ല ജോസ്. അത് ഇൻഡിവിജ്വൽ ആയിരിക്കും. ചിലർ ഭാഷ പഠിക്കാൻ ഭയങ്കര പെട്ടെന്ന് ഫാസ്റ്റ് ആയിട്ട് പഠിക്കും. പിന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ വന്ന് എഫോർട്ട് എടുക്കുന്ന അനുസരിച്ചിരിക്കും, നമ്മൾ എത്ര സമയം അതിനു വേണ്ടി സ്പെൻഡ് ചെയ്യുന്ന അനുസരിച്ചിരിക്കും. അങ്ങനെയുള്ള കാര്യങ്ങളാണ് ഒരു ഡിഫിക്കൽട്ടി ലെവല് എന്ന് പറയാൻ പറ്റില്ല. പക്ഷെ ഭാഷ പഠിച്ചെടുക്കാൻ പറ്റും എന്നുള്ളത് ഒരു ഫാക്റ്റ് ആണ്. ചിലപ്പോൾ 1 ഇയറോ 1.5 ഇയറോ എങ്കിലും സമയം എടുക്കും. പലരും പറയുന്ന പോലെ 6 മന്ത്സിലൊന്നും ഭാഷ പഠിക്കാൻ പറ്റില്ല. ഇറ്റ് ഈസ് ഇമ്പോസിബിൾ. ഒരു 1 ഇയർ എങ്കിലും മിനിമം സ്പെൻഡ് ചെയ്താൽ മാത്രമേ നമുക്ക് എന്തെങ്കിലും ഒരു ബേസിക്, ഇപ്പൊ ഞാൻ പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു 20% അല്ലെങ്കിൽ 25% എങ്കിലും ഭാഷ പഠിക്കണമെങ്കിൽ ഈ മിനിമം 1 ഇയർ എഫോർട്ട് എടുക്കണം. എന്നാലേ നമുക്കത് പഠിക്കാൻ പറ്റുള്ളൂ. ഒരു 1.5 ഇയർ കൊണ്ടൊക്കെ ഈ കോഴ്സ് തീർക്കാനും പറ്റും. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്റൻസീവായിട്ട് നന്നായിട്ട് എഫോർട്ട് എടുത്ത് ചെയ്താൽ പറ്റുന്ന ഒരു കാര്യം അത്. സാറേ, ഞാൻ അറിഞ്ഞൊരു ഇൻഫർമേഷൻ എന്ന് പറഞ്ഞാൽ ഇത് 3 ഇയേഴ്സിനുള്ളിൽ കംപ്ലീറ്റ് അല്ലെങ്കിൽ ഡീപ്പോർട്ട് ആണ്. മീൻസ് ഡീപ്പോർട്ട് അല്ല, വിസ ക്യാൻസൽ അല്ലേ? 3 ഇയേഴ്സിനുള്ളിൽ ഈ കംപ്ലീഷൻ മീൻസ് 3 ഇയേഴ്സിനുള്ളിൽ നിങ്ങൾക്ക് അഡോപ്റ്റേഷൻ എടുത്ത് നിങ്ങൾക്ക് ഒരു രജിസ്റ്റേർഡ് നേഴ്സായിട്ട് ഓതറൈസേഷൻ കിട്ടിയില്ലെങ്കിൽ വിസ എക്സ്റ്റെൻഡ് ചെയ്യാൻ പറ്റില്ല. അൺലെസ് ചില പർട്ടിക്കുലർ കേസുകളുണ്ട്. ഉദാഹരണം പറഞ്ഞാൽ 3 ഇയേഴ്സിനിടയ്ക്ക് ഡെലിവറി ആയി മെറ്റേണിറ്റിയിൽ പോവുകയാണെങ്കിലോ അല്ലെങ്കിൽ സീരിയസ് ഇൽനെസ് ആയിട്ടോ നിങ്ങൾക്ക് പഠിക്കാൻ പറ്റില്ല എന്നൊരു സിറ്റുവേഷൻ ക്രിയേറ്റ് ആയി അത് പ്രൂവ് ചെയ്താൽ മാത്രമേ ആ ഒരു ടൈം ബീങ്ങിന് നിങ്ങൾക്ക് എത്ര നാൾ അങ്ങനെ പോയി എന്നുള്ള ആ ഒരു സിക്നസ് എത്ര നാൾ ഉണ്ടായി അല്ലെങ്കിൽ മെറ്റേണിറ്റി എത്ര നാൾ ഉണ്ടായി ആ ടൈം പീരീഡ് നിങ്ങൾക്ക് എക്സ്റ്റെൻഡ് ചെയ്ത് കിട്ടും. അത് വളരെ കോംപ്ലിക്കേറ്റഡ് ആണ്. അങ്ങനെ ഒരു കാര്യത്തെക്കുറിച്ച് ഞാൻ ജസ്റ്റ് പറഞ്ഞു എന്ന് മാത്രം ചിന്തിക്കരുത്. 3 ഇയേഴ്സിനുള്ളിൽ നിങ്ങൾക്ക് അഡോപ്റ്റേഷൻ എടുത്ത് രജിസ്റ്റേർഡ് നേഴ്സ് ആകാൻ പറ്റിയില്ലെങ്കിൽ, ഓതറൈസേഷൻ കിട്ടിയില്ലെങ്കിൽ വിസ എക്സ്റ്റെൻഡ് ചെയ്ത് കിട്ടില്ല. ഇപ്പോഴത്തെ നിയമപ്രകാരം കേട്ടോ. ഇപ്പോഴത്തെ നിയമപ്രകാരം നേഴ്സുമാരെ സംബന്ധിച്ചിടത്തോളം 3 ഇയേഴ്സിനുള്ളിൽ അത് തീർത്തില്ലെങ്കിൽ എക്സ്റ്റെൻഡ് ചെയ്യാൻ പറ്റില്ല. നാളെ നിയമം മാറുമെന്ന് എനിക്ക് പറയാൻ പറ്റില്ല. ഒരു പക്ഷേങ്കിൽ ചിലപ്പം ഇവിടുത്തെ ഗവൺമെന്റിന് തോന്നുവാണ് ഈ വരുന്ന പിള്ളേർക്ക് കുറച്ചുകൂടെ സമയം എക്സ്റ്റെൻഡ് ചെയ്ത് കൊടുക്കാമെന്ന് തോന്നുവാണ്, ചിലപ്പം മാറിയെന്നിരിക്കും. ഇപ്പോഴത്തെ ആസ് ഓഫ് നൗ ഇതാണ് സ്റ്റാറ്റസ്. പിന്നെ സാർ ഒരു സംശയം കൂടെ സാറേ, പിന്നെ ഈ പ്രോസസ്സിനകത്ത് ഡാനിഷ് അതോറിറ്റിയുടെ പ്രോസസ് ആണോ വിസ പ്രോസസ് ആണോ ഏറ്റവും ഡിഫിക്കൽട്ട് ആയിട്ട് വരുന്നത്? ഡാനിഷ് അതോറിറ്റിയുടെ പ്രോസസ്സാണ് ഡിഫിക്കൽട്ട്. വിസ പ്രോസസ്സ് വളരെ ഈസിയാണ്. അത് യൂഷ്വലി അവർ പറയുന്നത് 1 മന്ത് ആണ്. ബട്ട് സ്റ്റിൽ നമ്മളൊരു 1.5 മന്ത് 2 മന്ത്സ് പ്രതീക്ഷിക്കണം. കാരണം ഇപ്പൊ ഉദാഹരണം പറഞ്ഞാൽ ഈ മാസമൊക്കെ അപ്ലൈ ചെയ്ത് ഇപ്പോൾ ഓൾറെഡി അപ്ലൈ ചെയ്തവർക്ക് ഒരുപക്ഷെ ജൂണിൽ കിട്ടുമായിരിക്കും. പക്ഷെ നമ്മളൊരു ജൂൺ എൻഡിലോട്ട് അപ്ലൈ ചെയ്യുന്നെങ്കിൽ ജൂലൈ ഓഗസ്റ്റിൽ ഒരു വിസ പ്രോസസ്സ് നടക്കില്ല. കാരണം ഇവിടെ ഹോളിഡേയ്സ് ആണ്. ഹോളിഡേയ്സിൽ ഇവരാരും വർക്ക് ചെയ്യില്ല. സോ വിസ പ്രോസസ്സ് ആക്ച്വലി ഈസിയാണ്. മീൻസ് വിസ പ്രോസസ് ആണ് പെട്ടെന്ന് ആകുന്നത്. ഈ ഡേനിഷ് അതോറിറ്റിയുടെ അസസ്മെന്റ് എന്ന് പറയുന്നതിൽ, പേഷ്യന്റ് അതോറിറ്റിയുടെ അസസ്മെന്റ് എന്ന് പറയുന്ന ഒരു ലോങ് പ്രോസസ് ആണ്. അവർ 6 മന്ത്സ് ആണ് ടൈം പറയുന്നത്. 6 മന്ത്സിന് ശേഷം കറക്റ്റ് 6 മന്ത്സ് കഴിഞ്ഞ് 1-2 ഡേയ്സിലോ അല്ലെങ്കിൽ 1 വീക്കിലോ അവർ ഡോക്യുമെന്റ് എടുക്കും. ഡോക്യുമെന്റ് എടുക്കുന്ന സമയത്ത് എന്തെങ്കിലും ഡോക്യുമെന്റേഷനിൽ കുറവുണ്ടെങ്കിൽ അവർ നമുക്ക് ലെറ്റർ അയക്കും. ഓക്കെ, നിങ്ങൾ ഇന്ന ദിവസം ഒരു 3 മന്ത്സ് അഡീഷണൽ ആയിട്ട് തരും, അതിനിടയ്ക്ക് നിങ്ങൾ ചെയ്തു തരണം, എന്നാലേ നമ്മൾ എടുക്കുള്ളൂ എന്ന് പറയും. എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ 6 മന്ത്സ് പിന്നെ അഡീഷണൽ ആയിട്ട് ഒരു 3 മന്ത്സ് കൂടെ പോയിരിക്കും. അത് ഇതിനു മുമ്പുള്ള ആപ്ലിക്കേഷൻ.
ഇപ്പോഴത്തെ പ്രസന്റ് സ്റ്റാറ്റസിൽ അത് 6 എന്നുള്ളത് 7 months ആക്കി. സോ 7 months പ്ലസ് എത്ര ദിവസങ്ങൾ അഡീഷണൽ ആയിട്ട് വരും എന്നുള്ളത് പറയാൻ പറ്റില്ല. സോ 7 months ആണ് അവരുടെ ഒരു പ്രോസസ്സിംഗ് ടൈം അവർ പറയുന്നത്. 7 monthsൽ കറക്റ്റ് ഡോക്യുമെന്റേഷൻ എല്ലാം കൃത്യമാണ്, പേരിൽ ചേഞ്ച് ഇല്ല, അല്ലെങ്കിൽ ഈ പിന്നെ നഴ്സിംഗ് കൗൺസിലിൽ നിന്ന് ലെറ്റർ ഇവിടെ കിട്ടി, അല്ലെങ്കിൽ സ്കൂളിൽ നിന്നുള്ള ലെറ്ററുകൾ കിട്ടി, ഇതെല്ലാം പെർഫെക്റ്റ് ഓക്കെ ആണെന്നുണ്ടെങ്കിൽ 7 മാസത്തിനുള്ളിൽ എടുത്ത ഒരാൾക്ക് ചിലപ്പോൾ ഒരു 3 weeksനുള്ളിൽ 6 monthsൽ എടുത്ത ആൾക്ക് 3 weeksനുള്ളിൽ കിട്ടും എന്ന് വെച്ചാൽ ഒരു 7 months അല്ലെങ്കിൽ ഒരു 6 months 3 weeksനുള്ളിൽ അവർക്ക് ഡോക്യുമെന്റേഷൻ കൈ കിട്ടും. അത് അവർ ഇവിടുന്ന് പോസ്റ്റിൽ അയക്കും നിങ്ങളുടെ അഡ്രസ്സിൽ. അതുകൂടാതെ ഏത് മെയിൽ ഐ ഡി ആണ് കൊടുത്തിരിക്കുന്നത് ആ മെയിൽ ഐ ഡിയിലോട്ടും വരും. പിന്നെ സാറേ GNM-ന്റെ കാര്യത്തിൽ നമ്മളൊരു സംശയം ഉന്നയിച്ചില്ലായിരുന്നു. പിന്നെ ഒരു ഓസ്ട്രേലിയ ബേസ് ചെയ്ത് ഓൺലൈൻ ഒരു കോഴ്സ് ഉണ്ട്, ഒരു 6 month. അതായത് ഒരു സർട്ടിഫിക്കറ്റ് കോഴ്സ്, അഡ്വാൻസ്ഡ് സർട്ടിഫിക്കറ്റ് കോഴ്സ് എന്ന് പറഞ്ഞിട്ട്, പക്ഷെ അതിന് ഭയങ്കര ഫീസ് ഒക്കെയാണ്. പക്ഷെ അത് യൂറോപ്യനിലുള്ള മിക്ക കൺട്രീസും പോസ്റ്റ് ഫീസ് ചെയ്യണ്ട, അത് അഡ്വാൻസ്ഡ് ലെവലാന്ന് പറഞ്ഞാൽ അംഗീകരിച്ചിട്ടുണ്ട്. ഈ ഡാനിഷിൽ അംഗീകരിച്ചിട്ടുണ്ടോ ഒരു സാറിന് അറിയാൻ പറ്റുമായിരിക്കും? എനിക്ക് അതിനെ കുറിച്ച് അറിയത്തില്ല ജോസെ. അത് വേണമെന്നുണ്ടെങ്കിൽ ആ കോഴ്സിന്റെ ലിങ്ക് എനിക്ക് പേഴ്സണലി അയച്ചു തന്നു കഴിഞ്ഞാൽ ഞാൻ അത് ഇവിടെ കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ അത് വിവരം അറിഞ്ഞതിന് ശേഷം ഞാൻ ഗ്രൂപ്പിൽ പോസ്റ്റ് ചെയ്യാം. ഓസ്ട്രേലിയ, കാനഡ ഒക്കെ അംഗീകരിച്ചപ്പോൾ പോസ്റ്റ് ബി സി പോലെ തന്നെ ഒരു 6 month ഒരു കോഴ്സാണ്. കോഴ്സിന്റെ പേര് ജീക്കാൻ. അതൊരു ലിങ്ക് എനിക്കൊന്ന് അയച്ചിടണേ. എപ്പോഴേലും ആരെങ്കിലും എന്റെ നമ്പർ ഉണ്ടല്ലോ ഗ്രൂപ്പില്, എനിക്ക് ആ ലിങ്ക് ഒന്ന് അയച്ചിട്ട് ഞാനതൊന്ന് അന്വേഷിച്ച് നോക്കാം. കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ അതിനെക്കുറിച്ച് എനിക്ക് അറിയത്തില്ല. കാരണം ഞാൻ അങ്ങനെ കേട്ടിട്ടില്ല. കാരണം ഞാൻ ഈ ഫീൽഡിലുള്ള ആളല്ലാത്തതുകൊണ്ട് എനിക്ക് അതിനെക്കുറിച്ച് അറിയത്തില്ല കേട്ടോ. ഓക്കെ സാറേ, താങ്ക്സ് കേട്ടോ. താങ്ക്സ്. സാറ് ഒരു കാര്യം, ഈ 3.5 year GNM-കാർക്ക് ഒരു തരത്തിലും ഇത് അപ്രൂവൽ കിട്ടില്ല എന്ന് തന്നെയാണോ സാറ് പറയുന്നത്? എന്റെ അറിവും എക്സ്പീരിയൻസും വെച്ച് കിട്ടില്ല എന്നാണ് ഞാൻ പറയുന്നത് ദിവ്യ. ഓക്കെ. അല്ലാത്ത രീതിയിൽ ഇപ്പൊ നമുക്ക് കെയറർ ആയിട്ടാണെന്നുണ്ടെങ്കിൽ നമുക്ക് വരാനായിട്ട് വേറെ ഓപ്ഷൻ ഉണ്ടോ? കെയറർ ആയിട്ട് ഞാൻ കെയറർ ആയിട്ട് വരണം എന്നുണ്ടെങ്കിൽ ഉള്ള ഒരു കേസ് ഞാൻ പറയാം. കെയറർ ആയിട്ട് വരണമെങ്കിൽ ഇവിടുന്ന് ഒരു വിസ ഓഫർ കിട്ടണം, എന്ന് വെച്ചാൽ ജോബ് ഓഫർ കിട്ടണം. ദിവ്യക്ക് അങ്ങനെ ഒരു ജോബ് ഓഫർ കിട്ടാനുള്ള എന്തെങ്കിലും സാധ്യതയുണ്ടോ? അതപ്പോ ഇങ്ങനെ നമുക്ക് ഓൺലൈൻ വഴി അപ്ലൈ ചെയ്യാൻ വല്ല ഓപ്ഷൻ ഉണ്ടോ? ഓൺലൈൻ വഴി അപ്ലൈ ചെയ്യാം. പക്ഷെ അപ്ലൈ ചെയ്യുന്നതിന് മുമ്പ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ക്വാളിഫിക്കേഷൻ അസസ് ചെയ്യണം. എന്ന് വെച്ചാൽ കെയറർ ആയിട്ട് എലിജിബിൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ സോഷ്യൽ ആൻഡ് സുനഹൽ ഹെൽപ്പർ എന്ന് പറയും അതിന്. സോഷ്യൽ ആൻഡ് സുനഹൽ അസിസ്റ്റന്റ് 2 കോഴ്സാണ് ഉള്ളത്. ആ 2 കോഴ്സും ഇവിടെ 2 കോഴ്സ് നടക്കുന്നുണ്ട്. ഇവിടുത്തെ ഇൻസ്റ്റിറ്റ്യൂഷനിൽ 2 കോഴ്സുകൾ നടക്കുന്നു. ഈ 2 കോഴ്സുകളിലും ഏതിന് വേണമെങ്കിലും അപ്ലൈ ചെയ്യാം. പക്ഷെ ആ 2 കോഴ്സുകളും ഈക്വലന്റ് ആണ് ഞാൻ പഠിച്ചേക്കുന്നത് എന്നുള്ള സർട്ടിഫിക്കേഷന്റെ അസസ്മെന്റ്, സെയിം പ്രോസസ്. അത് കഴിഞ്ഞാൽ മാത്രമേ ഇവര് ജോബ് ഓഫർ തരുള്ളൂ. അത് കൊടുത്താൽ മാത്രമേ. ഞാൻ ചോദിക്കുന്നത് 3.5 year-കാര് അതിന് ക്വാളിഫൈഡ് ആണോ? 3.5 അതിന് ക്വാളിഫൈഡ് ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് 3.5 നഴ്സിംഗ് ഡിപ്ലോമ അല്ലേ? എന്ന് വെച്ച് കഴിഞ്ഞാൽ നേഴ്സായിട്ട് ജോലി ചെയ്യാനുള്ള ക്വാളിഫിക്കേഷൻ ആണ് 3.5 ജനറൽ നേഴ്സസ് അല്ലേ? നേഴ്സും ഹെൽത്ത് കെയർ അസിസ്റ്റന്റും തമ്മിൽ വ്യത്യാസമുണ്ട്. ഇവിടെ ഞാൻ പറഞ്ഞു നേരത്തെ പോലെ നേഴ്സ് എന്ന് പറയുന്നത് സ്കിൽഡ് ജോലിയും പിന്നെ ഹെൽത്ത് കെയർ അസിസ്റ്റന്റ് എന്ന് പറയുന്നത് അൺസ്കിൽഡ് ജോലിയാണ്. അത് തമ്മിൽ ഡിഫറൻസ് ഉണ്ട്. സോ അതുകൊണ്ട് നേഴ്സായിട്ട് ഒരാളുടെ അപ്ലൈ ചെയ്താൽ കിട്ടുമോ ഇല്ലയോ എന്ന് എനിക്ക് പറയാൻ പറ്റില്ല. നിങ്ങൾ അത് ഈ ഡേനിഷ് പേഷ്യന്റ് അതോറിറ്റിയുടെ വെബ്സൈറ്റിൽ കയറി കഴിഞ്ഞാൽ കാണാൻ പറ്റും നിങ്ങൾക്ക്. ഹെൽത്ത് കെയർ സോഷ്യൽ ആൻഡ് ഹെൽത്ത് മീൻസ് ഇംഗ്ലീഷിൽ പറയുന്ന സോഷ്യൽ ആൻഡ് ഹെൽത്ത് കെയർ അസിസ്റ്റന്റ് എന്ന് പറഞ്ഞിട്ട് ഒരു ഓപ്ഷൻ ഉണ്ട്. അവിടെ നിങ്ങൾക്ക് പോയി അസസ്മെന്റ് അപ്ലൈ ചെയ്യും. ഈ GNM വെച്ചിട്ട് നിങ്ങൾ അപ്ലൈ ചെയ്ത് നോക്കുക, അസസ്മെന്റ് അപ്ലൈ ചെയ്ത് നോക്കുക GNM വെച്ചിട്ട്. എങ്ങാനും നിങ്ങൾക്ക് അസസ്മെന്റ് കഴിഞ്ഞ് കിട്ടുവാണെന്നുണ്ടെങ്കിൽ വേക്കൻസികൾ ഗൂഗിൾ സെർച്ച് ചെയ്ത് നോക്കി അപ്ലൈ ചെയ്ത് അസസ്മെന്റ് ചെയ്തതിന്റെ ആ ഡോക്യുമെന്റ് വെച്ച് അയച്ചു കഴിഞ്ഞാൽ അവർ നിങ്ങൾക്ക് ഒരു ജോബ് ഓഫർ തന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് ഇവിടെ വരാൻ പറ്റും. അത് കുറെ കൂടെ സേഫ് ആണ്. അങ്ങനെ കിട്ടുമെന്ന് ഉറപ്പില്ല കേട്ടോ. അങ്ങനെ കിട്ടിയാൽ ഞാൻ നിങ്ങൾ ചെയ്യല്ല, അങ്ങനെ കിട്ടുമെന്ന് ഉറപ്പില്ല കേട്ടോ. അത് സൈറ്റിൽ ഏത് ഇതിലാണ് കിടക്കുന്നത്? അപ്പൊ നമുക്ക് അപ്ലൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഡേനിഷ് പേഷ്യന്റ് ആൻഡ് സേഫ്റ്റി അതോറിറ്റി എന്ന് ഗൂഗിൾ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ വരും.
ഓക്കെ, അത് ഹെൽത്ത് കെയർ അസിസ്റ്റന്റ് തന്നെ അങ്ങനെയാണോ അതിനകത്ത് കൊടുത്തേക്കുന്നത്? അപ്ലൈ സോഷ്യൽ ആൻഡ് ഹെൽത്ത് കെയർ അസിസ്റ്റന്റ് എന്നും പറഞ്ഞിട്ടുണ്ട്. അതിനകത്ത് സോഷ്യൽ ആൻഡ് ഹെൽത്ത് കെയർ അസിസ്റ്റന്റ്, മിഡ് വൈഫ്, ചിറോപാസ്റ്റോ, അങ്ങനെ കുറെ 10,000 ജോലികളുണ്ട് ഹെൽത്ത് കെയറുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള. അതില് നേഴ്സസ്, ഡോക്ടേഴ്സ്, ഡെന്റിസ്റ്റിന് മാത്രമേ ജോബ് ഓഫർ ഇല്ലാതെ ജോലി കൊടുക്കുകയുള്ളൂ. ബാക്കിയുള്ളവർക്കെല്ലാം ജോബ് ഓഫർ ഉണ്ടെങ്കിൽ മാത്രമേ ജോലി കൊടുക്കുകയുള്ളൂ. ഓക്കെ, അപ്പൊ അവിടെയാണെങ്കിലും നമുക്ക് ലാംഗ്വേജ് ഇമ്പോർട്ടന്റ് അല്ലേ? വിത്തൗട്ട് ലാംഗ്വേജ് വരാൻ ബുദ്ധിമുട്ടില്ലേ? ലാംഗ്വേജ് ഇമ്പോർട്ടന്റ് തന്നെയാണ്. പക്ഷെ എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു ജോബ് ഓഫർ ഒരാൾ തരുന്നുണ്ടെങ്കിൽ അവർ ലാംഗ്വേജ് നിങ്ങൾക്ക് ഏതെങ്കിലും രീതിയിൽ പഠിപ്പിക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് കഴിവുണ്ട് എന്നുള്ളത് ഇതുകൊണ്ടാണല്ലോ ജോബ് ഓഫർ തരുക. നിങ്ങൾ ഇന്റർവ്യൂ എടുക്കാതെ ജോബ് ഓഫർ തരികയല്ലോ. ഇന്റർവ്യൂ എടുത്ത് സംസാരിക്കുമ്പം ഇംഗ്ലീഷിലോ അല്ലെ ഡേനിഷിലോ എടുക്കുന്നെങ്കിൽ അതനുസരിച്ചല്ലേ അവർ ജോബ് ഓഫർ തരുള്ളൂ. ഓക്കെ, ദാറ്റ് മീൻസ് സ്കോപ്പ് ഉണ്ട് നമുക്ക് അപ്ലൈ ചെയ്താൽ. എനിക്ക് അതിനെക്കുറിച്ച് പറയാൻ പറ്റില്ല. പക്ഷെ എന്നാന്ന് വെച്ചാൽ ഫസ്റ്റ് ഓഫ് ഓൾ വേണ്ടത് അസസ്മെന്റ് ആണ്. സോഷ്യൽ ആൻഡ് ഹെൽത്ത് അസിസ്റ്റന്റ് ആയിട്ട് അസസ്മെന്റ് കഴിഞ്ഞാൽ സ്കോപ്പ് ഉണ്ട്. ഓക്കെ, ഓക്കെ സർ, ഓക്കെ, താങ്ക് യു. ഓക്കെ, പ്രിൻസ് ജോസഫ്. ഹലോ സാർ. യെസ് സാർ, എൻ്റെ വൈഫിന് വേണ്ടിയായിരുന്നു പ്രോസസ്സിംഗ് സ്റ്റാർട്ട് ചെയ്തത്. എൻ്റെ ഒരു സംശയം എന്ന് വെച്ചാൽ, വൈഫിൻ്റെ പേര് ലിയ സൈമൺ എന്നാണ്. അവളുടെ സർട്ടിഫിക്കറ്റിലെല്ലാം ലിയ സൈമൺ എന്നുള്ള പേരിലാണ് ഉള്ളത്. മാരേജിന് ശേഷമാണ് പാസ്പോർട്ട് എടുത്തത്. പാസ്പോർട്ട് എടുത്തപ്പോൾ അതിൽ പേര് ലിയ പ്രിൻസ് എന്നായി. അപ്പോൾ നമ്മൾ പ്രോസസ്സിന് കൊടുത്തിട്ടുള്ള അങ്ങനെയാണ്. അപ്പോൾ അങ്ങനെ ഈ പാസ്പോർട്ടിലെ പേരും സർട്ടിഫിക്കറ്റിലെ പേരും ഡിഫറെൻ്റ് ആയതുകൊണ്ട് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാവാൻ ചാൻസ് ഉണ്ടോ? ഉണ്ട്, പ്രശ്നങ്ങളുണ്ടാകും. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ പാസ്പോർട്ടിലെ പേരും സർട്ടിഫിക്കറ്റുകളിലെ പേരും രണ്ടാണെങ്കിൽ അവർ പറയും ഇത് ഒരാളാണെന്നുള്ള ഒരു തെളിവ് വേണമെന്ന് പറഞ്ഞ ഒരു ലെറ്റർ അയക്കും. എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ അസസ്മെന്റ് കൊടുത്തിട്ട് ഇപ്പൊ എത്ര നാളായി പ്രിൻസ്? ഞാൻ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത് ഡിസംബറിലാണ്. 2024 ഡിസംബറിൽ. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓൾമോസ്റ്റ് ഒരു 5+1 6 months ആയില്ലേ? അതെ, കറക്റ്റ് 6 months. ഇപ്പൊ അത് 7 months ആക്കിയാണ്. കറക്റ്റ് 7 months കഴിഞ്ഞിട്ട് 1 or 2 weeks നിങ്ങൾക്ക് ഒരു ലെറ്റർ വരും. ഇത് പ്രകാരം നിങ്ങളുടെ പാസ്പോർട്ടിലെയും നിങ്ങളുടെ സർട്ടിഫിക്കറ്റിലെയും പ്രകാരം നിങ്ങൾക്ക് ഡിഫറെന്റ് പേരുകളാണുള്ളത്. അതുകൊണ്ട് ഇത് ഒരാളാണെന്ന് തെളിയിക്കുന്ന ഒരു സർട്ടിഫിക്കറ്റ് വേണമെന്ന് പറഞ്ഞ ഒരു ലെറ്റർ അയക്കും. അപ്പൊ യൂഷ്വലി നിങ്ങൾ എന്റെ അറിവില് 1 and the same എന്ന് പറഞ്ഞ സർട്ടിഫിക്കറ്റ് ചെയ്ത് കൊടുത്താൽ മതിയാകുമായിരിക്കും. അന്നേരം അടുത്ത പ്രശ്നം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ ഈ ഡോക്യുമെന്റേഷന് വേണ്ടിയിട്ട് ഇച്ചിരി സമയം കൂടുതൽ എടുക്കും. ഏകദേശം എത്ര സമയം എടുക്കും സർ? അത് ചിലപ്പം ഒരു 2 months or 3 months അഡീഷണൽ ആയിട്ട് പോയെന്നിരിക്കും. ഓക്കെ, പറയാൻ പറ്റില്ല. ഓക്കെ സാർ, ഓക്കെ, താങ്ക് യു. അന്ന അരുൺ സംസാരിച്ചായിരുന്നു. ഞാൻ ഓൾറെഡി ചോദിച്ചിരുന്നു. വേറെ ഇപ്പൊ ഒരു ഡൗട്ട് എന്ന് പറഞ്ഞാൽ ലാംഗ്വേജിന്റെ കാര്യത്തെ പറ്റി ചോദിക്കാനാണ്. ലാംഗ്വേജ് എങ്ങനെയായിരിക്കും? മീൻസ് അതിന്റെ ഒരു മൊഡ്യൂളും അതിന്റെ ഒരു ഡിഫിക്കൽട്ടി ലെവലും എത്ര ലെവൽസ് പാസ് ആവണം അതൊന്ന് പറയാം. കാരണം ഞാൻ ഇപ്പം നേരത്തെ ഒരു കുട്ടി ടിൻസി എന്ന് പറഞ്ഞൊരു കുട്ടി സംസാരിച്ചു. സെയിം ഏജൻസിയിലാണ് ഞാൻ അപ്ലൈ ചെയ്തേക്കുന്നത്. അപ്പൊ ഞങ്ങൾക്ക് ഒരു ലാംഗ്വേജ് ഒരു പോളണ്ട് ബേസ്ഡ് ഒരു സ്കൂളാണ്, അതായത് ലാംഗ്വേജ് സ്കൂളാണ് ലിംഗ്വാസിറ്റി എന്ന് പറഞ്ഞിട്ട്. ഒരു മിനിറ്റ്, എവിടെ ലാംഗ്വേജ് സ്കൂളിൽ നിങ്ങൾ ഓൾറെഡി പഠിക്കുന്നുണ്ടോ? ഉണ്ട്, ലിംഗ്വാസിറ്റി എന്നാണ് പേര്. ഒന്ന് പറഞ്ഞ സ്പെല്ലിംഗ് അറിയോ? 1 minute, ഞാനൊന്ന് മെയിലിൽ നിന്ന് എടുത്തോട്ടെ. ലിംഗ്വാസിറ്റി, one minute sir, ഞാൻ ഇപ്പൊ പറയാം. LING City, CITY. ഓക്കെ, ഇത് ഡേനിഷ് ബേസ്ഡ് അല്ലല്ലോ, എവിടെയാ ഇത്? ഇത് പോളണ്ട് ബേസ്ഡ് ആണ്. പക്ഷെങ്കിൽ അവരുടെ ലാംഗ്വേജ് അവർ ഞങ്ങൾക്ക് ബുക്സും കാര്യങ്ങളും ഒക്കെ ഡാനിഷിന്റെ ബേസിക്സ് ആണ് അവർ പഠിപ്പിക്കുന്നത്. ഓക്കെ, അങ്ങനെ ഒരു ലാംഗ്വേജ് സ്കൂൾ അവിടെ ഉള്ളതായിട്ട് കാണുന്നുണ്ട്. അതൊരു 30+ ലാംഗ്വേജ് പഠിപ്പിക്കുന്ന ഒരു നോൺ യൂറോപ്യൻ ഒരു ഇതുപോലെയാണ് കാണുന്നത്. ആയിരിക്കാം ഒരു പക്ഷെങ്കിൽ ആയിരിക്കാം. ഓക്കെ, അതിനെക്കുറിച്ച് എന്താ ക്വസ്റ്റ്യൻസ് ഉള്ളത്? ലാംഗ്വേജ് സ്കൂൾ ജെന്യൂൻ ആണെങ്കിൽ അത് എനിക്കറിയില്ല, ആയിരിക്കാം. എന്താ ക്വസ്റ്റ്യൻസ് ഉള്ളത്? ലാംഗ്വേജ് സ്കൂളിനെ പറ്റിയല്ല ഞാൻ ചോദിക്കാൻ വരുന്നത്. ഈ ലാംഗ്വേജ് എങ്ങനെയാണ് ഇതിന് ഇപ്പം
ലൈക്ക് OET ആണെങ്കിൽ നമുക്ക് 4 മോഡ്യൂൾസ് ഉണ്ട്, അല്ല IELTS ആണെങ്കിൽ 4 മോഡ്യൂൾസ് ഉണ്ട്, ഈവൻ ജർമ്മൻ ആണെങ്കിൽ 4 മോഡ്യൂൾസ്, 4 എക്സാംസ് ലെവൽസ് വരുന്നുണ്ട്. ഇതിന്റെ അങ്ങനെ ഒരു ക്രൈറ്റീരിയ. ഇവിടെ യൂഷ്വലി ലാംഗ്വേജ് ഇപ്പൊ നിങ്ങൾ അവിടെ A1 B1 എന്നൊക്കെ പറയുന്ന ഇവിടെ ഉള്ളത് PD1 PD2 PD3 3 ലെവലാണ്. അല്ല PD1 എന്ന് പറയുന്ന ലെവൽ നിർത്തി PD2 PD3 2 ലെവലാണ് ഉള്ളത് ഇവിടെ ഡേനിഷ് ലാംഗ്വേജ്. PD3 എന്ന് പറയുന്നത് ഇച്ചിരി അക്കാഡമിക് ലെവലാണ്. അതിന് 5 മോഡ്യൂൾ ഉണ്ട്, പ്ലസ് ഒരു മോഡ്യൂൾ എക്സ്ട്രാ ഉണ്ട്. ആ ഒരു മോഡ്യൂൾ എക്സ്ട്രാ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് പഠിച്ചു കഴിഞ്ഞാൽ 6ാമത്തെ മോഡ്യൂൾ പഠിച്ചു കഴിഞ്ഞാൽ ഇവിടുത്തെ യൂണിവേഴ്സിറ്റി അഡ്മിഷന് ഉള്ള ക്രൈറ്റീരിയ ആണ് 6ാമത്തെ മോഡ്യൂൾ. സോ 5 മോഡ്യൂൾ വരെ പഠിക്കണം PD3 എന്ന് പറയുന്ന ലെവലിൽ. PD2 എന്ന് പറയുന്ന ലെവലിന് 6 മോഡ്യൂളും. അതിൽ PD2 എന്ന് പറഞ്ഞാൽ ഇച്ചിരി ലോവർ ലെവലാണ്, PD3 എന്ന് പറഞ്ഞാൽ ഇച്ചിരി ഹയർ ലെവലാണ്. PD3 5 ലെവൽ പഠിക്കണം. അത് ആക്ച്വലി നേഴ്സുമാരെ സംബന്ധിച്ചിടത്തോളം പഠിക്കേണ്ട ലാംഗ്വേജ് അതാണ് PD3 5 ലെവൽ. ഈ PD3 എന്ന് പറയുന്ന ഈ 5 മോഡ്യൂൾ എന്ന് പറയുന്നത് അത് എന്താ ഉദ്ദേശിക്കുന്നത്? മീൻസ് സ്പീക്കിംഗ് എനിക്ക് അറിയില്ല, അതുകൊണ്ടാണ് ചോദിക്കുന്നത്. ഞാൻ യൂഷ്വലി IELTS പോലെ സ്പീക്കിംഗ്, ലിസണിങ്, റീഡിങ്, റൈറ്റിംഗ് എല്ലാം ഉണ്ട്. ഓക്കെ, താങ്ക് യു സർ. അതായിരുന്നു ഡൗട്ട്. ഞാൻ കാരണം ഗൂഗിളിൽ ഒന്ന് റെഫർ ചെയ്തിട്ട് അതിനെപ്പറ്റി എനിക്ക് കൂടുതൽ ഡീറ്റെയിൽസ് അറിയാൻ കഴിഞ്ഞില്ല, അതാണ് ഞാൻ ചോദിച്ചത്. ഓക്കെ, ഓൾ റൈറ്റ്. ഇനി ആരെങ്കിലും ഉണ്ടോ ജസ്റ്റിൻ ലൈനിൽ? അന്നാരുൺ സംസാരിച്ചു. ഓക്കെ, മഞ്ജു ജോഷി. മഞ്ജു സാറേ, നമ്മുടെ അസസ്മെന്റ് പീരീഡ് എന്ന് പറയുന്നത് 7 മന്ത് ആണല്ലോ. അപ്പൊ എന്റെ ഡൗട്ട് എന്ന് പറഞ്ഞാല് ഈ 7 മന്ത് അത് എപ്പോഴാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്? നമ്മുടെ മണി നമ്മൾ 1295 സംതിങ് ക്രൗൺസ് നമ്മൾ അടയ്ക്കുന്നുണ്ടല്ലോ, അത് അവർക്ക് റിസീവ് ചെയ്ത് കഴിയുമ്പോഴാണോ നമ്മുടെ ഈ അസസ്മെന്റ് സ്റ്റാർട്ട് ചെയ്യുന്നത്? ഇപ്പൊ എന്റെ കേസിൽ ഞാൻ സെപ്റ്റംബർ ലാസ്റ്റില് പേയ്മെന്റ് ചെയ്തതാണ് ഏജൻസിക്ക്. പക്ഷെ അത് കഴിഞ്ഞിട്ട് എനിക്ക് ഒരു നവംബർ 1st വീക്കോടുകൂടിയാണ് ഡെൻമാർക്കിൽ നിന്ന് ഒരു മെയിൽ വരുന്നത്. നിങ്ങളുടെ ക്യാഷും ആപ്ലിക്കേഷനും റിസീവായി, വിത്തിൻ 6 മന്ത്സിനുള്ളിൽ നമ്മൾ എന്താ നിങ്ങളുടെ ഇതെന്താന്ന് വെച്ചാൽ നമ്മൾ ഫൈനൽ എന്താന്ന് വെച്ചാൽ പറയുന്നതെന്നും പറഞ്ഞുകൊണ്ട് ഒരു മെയിൽ വന്നിരുന്നു. അപ്പം ആ ഒരു ടൈം പീരീഡ് എന്ന് പറഞ്ഞാൽ ഈ 7 മന്ത്സ് എന്ന് ഉദ്ദേശിക്കുന്നത് എനിക്ക് മെയിൽ വന്ന ആ ഒരു നവംബർ 1st വീക്ക് തൊട്ടാണോ, അതോ ഞാൻ ഏജൻസിക്ക് ആ ഒരു പൈസ പേയ്മെന്റ് ചെയ്ത ആ ഒരു സെപ്റ്റംബർ മാസം തൊട്ടാണോ ആ ഒരു 7 മന്ത് സ്റ്റാർട്ട് ചെയ്യുന്നത്? പറയാം. ഏജൻസി എന്ന് പറയുന്നത് വെർച്വൽ ആണ്. എന്ന് വെച്ചാൽ ഏജൻസി ഒരിക്കലും ഇവിടെ റെക്കഗ്നൈസ്ഡ് ആയിട്ടുള്ള ഒരു എസ്റ്റാബ്ലിഷ്മെന്റ് അല്ല ഏജൻസി എന്ന് പറയുന്നത്. ഇവിടെ നിങ്ങളുടെ ആപ്ലിക്കേഷൻ ഇപ്പൊ നിങ്ങൾ അപ്ലൈ ചെയ്തേക്കുന്ന ഏജൻസി മുഖേനയാണോ, നിങ്ങൾ വ്യക്തിയാണോ അപ്ലൈ ചെയ്തേക്കുന്നത്, അല്ലെ തേർഡ് പാർട്ടി ആണോ അപ്ലൈ ചെയ്തേക്കുന്നത് എന്നുള്ളതൊന്നും ഇവിടുത്തെ ഡിപ്പാർട്ട്മെന്റിന് അറിയത്തില്ല. സോ നിങ്ങളുടെ പൈസ ഇവിടെ കിട്ടി എന്ന് വെച്ച് കഴിഞ്ഞാൽ അസസ്മെന്റ് അപ്ലൈ ചെയ്യുന്ന സമയത്ത് തന്നെ പൈസ സൈമൾട്ടേനിയസ്ലി അടയ്ക്കണം. അസസ്മെന്റ് ഡോക്യുമെന്റ് അപ്ലോഡ് ചെയ്തതിന് ശേഷം പൈസ 2 ദിവസം കഴിഞ്ഞിട്ട് അടയ്ക്കാമെന്നുള്ളൊരു ഓപ്ഷൻ ഇല്ല. നിങ്ങൾ അസസ്മെന്റിന് പേപ്പേഴ്സും ഡോക്യുമെന്റ്സ് എല്ലാം അപ്ലോഡ് ചെയ്യുന്നു, പൈസ അടയ്ക്കുന്നു. പൈസ അടച്ച് ഇവിടെ പൈസ എന്ന് കിട്ടുന്നു, സെപ്റ്റംബർ 2-ാം തീയതിയാണ് അവർക്ക് പൈസ കിട്ടിയെങ്കിൽ അന്ന് മുതൽ കൗണ്ട് ചെയ്യും. നവംബർ 25-നാണ് കിട്ടിയെങ്കിൽ അന്ന് മുതൽ കൗണ്ട് ചെയ്യും. നിങ്ങൾ ഏജൻസിയിൽ പൈസ കൊടുത്തു എന്ന് പറയുന്ന ഡേറ്റ് ഡേനിഷ് അതോറിറ്റിയെ സംബന്ധിച്ചിടത്തോളം അറിയില്ലാത്ത കാര്യമാണ്. സോ അത് കൗണ്ടബിൾ അല്ല. നിങ്ങളുടെ ലെറ്റർ എന്ന് വന്നു, ഇന്ന ദിവസം ലെറ്റർ കിട്ടിയില്ലേ, ആ ലെറ്ററിനകത്ത് എഴുതിയിട്ടുണ്ടാവും ഇന്ന ദിവസം നിങ്ങളുടെ സർട്ടിഫിക്കറ്റ് ഇവിടെ കിട്ടിയിട്ടുണ്ട്, അല്ലെങ്കിൽ നിങ്ങളുടെ ഡോക്യുമെന്റ് ഫോർ അസസ്മെന്റ് റിസീവ് ആയി എന്നും പറഞ്ഞ ലെറ്റർ വരുന്നത്. ആ ലെറ്ററിൽ ഏത് ഡേറ്റ് ഉണ്ടോ അന്ന് മുതലാണ് കൗണ്ട് ചെയ്യുന്നത്. ഓക്കെ, താങ്ക് യു സർ. ഓൾ റൈറ്റ്. ചിന്തു സെക്കൻഡ് ടൈം ആണെന്ന് തോന്നുന്നല്ലോ. അതെ സാറേ, ഇതിപ്പോ ഞാൻ ചോദിക്കുന്നത് എന്റെ ഒരു കാര്യമല്ല, എന്റെ സിസ്റ്ററിന്റെ കാര്യമാണ്. എന്റെ സിസ്റ്റർ MBBS കഴിഞ്ഞിരിക്കാണ്. അപ്പം MBBS കഴിഞ്ഞ ഡോക്ടർമാർക്ക് എന്താണ് അവിടുത്തെ ക്രൈറ്റീരിയ? അവിടെ അതായത് ഇന്ത്യയിൽ നിന്നും ഡോക്ടേഴ്സ് വരുന്നുണ്ടോ അങ്ങോട്ട്? ഡോക്ടർമാരൊക്കെ വരുന്നുണ്ട്. ഡോക്ടർമാരുടെ ക്രൈറ്റീരിയ പറയാം. ഞാൻ ചിന്തുവിനോട് ഫസ്റ്റ് ആയിട്ട് പറയാം, ഡോക്ടറായിട്ട് നല്ല രീതിയിൽ വർക്ക് ചെയ്യുന്നെങ്കിൽ ഡെൻമാർക്കിൽ വരാതിരിക്കുകയാണ് നല്ലത് കേട്ടോ. ഞാൻ പേഴ്സണലി പറയുന്നതാണ്, വേറെ ചിന്തിക്കരുത്. ജസ്റ്റ് ചോദിച്ചതേ ഉള്ളൂ. അപ്പൊ എല്ലാ അനിയത്തിന്റെ കൂടെ ഉണ്ടായിരുന്നു. അപ്പൊ ഞാൻ ഈ ഗൂഗിൾ മീറ്റിൽ ഇരിക്കുന്നതുകൊണ്ട് അനിയത്തി ചോദിക്കാൻ പറഞ്ഞുകൊണ്ട് ഞാൻ ചോദിച്ചാ സാർ. ഇല്ല, ഞാൻ പറയാൻ കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മളുടെ ഇന്ത്യയിലോ കേരളത്തിലോ ഒരു ഡോക്ടർ കിട്ടുന്ന റെസ്പെക്റ്റും അതുപോലെ തന്നെ മണിയും ഇവിടെ ഒന്നും ഉണ്ടാക്കാൻ പറ്റില്ല. പിന്നെ നമുക്ക് ആകെയുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ പുറത്തൊരു നല്ല രാജ്യത്ത് ജീവിക്കാം എന്നുള്ളത് മാത്രം. അതുകൊണ്ട് നമുക്ക് എന്താ പേഴ്സണലി ഗുണമുള്ള ഒരു ഗുണമില്ല. നല്ല റോഡുകളും നല്ല ബിൽഡിങ്സും നല്ല ക്ലൈമറ്റും അല്ലെങ്കിൽ പൊടിയില്ലാത്ത രാജ്യത്ത് ജീവിച്ചുകൊണ്ട് നമുക്ക് പ്രത്യേകിച്ച് ഗുണമൊന്നുമില്ല. ഡോക്ടർമാരെ സംബന്ധിച്ചിടത്തോളം എപ്പോഴും നല്ല പോലെ പ്രാക്ടീസ് ചെയ്ത് നല്ല രീതിയിലുള്ള ഒരു ഡോക്ടർ ആണെങ്കിൽ നാട്ടിൽ കിട്ടുന്ന റെസ്പെക്റ്റും നാട്ടിൽ കിട്ടുന്ന പൈസയും ഇവിടെ കിട്ടില്ല. ഒന്ന്.
രണ്ടാമത് ഡോക്ടർമാരുടെ പ്രോസസ്സ് കാര്യം പറയാം. ഡോക്ടർമാരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് 5 വർഷത്തെ വിസയാണ് കൊടുക്കുന്നത്. ഇനീഷ്യലി 3 വർഷവും പിന്നെ 2 വർഷവും. ഈ സമയം എന്തിനാന്ന് വെച്ചാൽ ഇവര് ഡോക്ടർമാര് ഇവിടെ വന്ന് ലാംഗ്വേജ് പഠിച്ച് ഇവിടുത്തെ ഉള്ള മെഡിക്കൽ ടെസ്റ്റുകൾ എല്ലാം ഡേനിഷ് ലാംഗ്വേജിൽ എഴുതി പാസ്സാകും. നേഴ്സുമാരെ സംബന്ധിച്ചിടത്തോളം ഇപ്പം നേഴ്സുമാർ പഠിക്കുന്ന ഒന്നും ഇവിടെ ഡേനിഷിൽ എഴുതി പാസ്സാകണ്ട. എന്ന് വെച്ചാൽ അവരുടെ മീൻസ് മെഡിക്കൽ റിലേറ്റഡ് ആയ ഒരു കാര്യവും അങ്ങനെ എഴുതി പാസ്സാകണ്ട. പക്ഷെ ഡോക്ടർമാരെ സംബന്ധിച്ചിടത്തോളം അവരുടെ എല്ലാ മെഡിക്കൽ ടെസ്റ്റുകളും ഫുള്ളി ഡേനിഷിൽ എഴുതി പാസ്സാകണം. അതാണ് ഒരു ഡിഫറൻസ് ഉള്ളത്. ഓക്കെ സർ, താങ്ക് യു. ഓൾറൈറ്റ്. ലാലു ഏലിയാസ്. ലാലു അറിയാണ്ട് കൈവക്കിയതാണോ? അറിയത്തില്ല. ഹായ്, ഗുഡ് ഈവനിങ്. പറഞ്ഞോ ലാലു. എന്റെ പേര് ലാലു എന്നാണ്. ഞാൻ എന്റെ വൈഫ് ജോസ്മിക്ക് വേണ്ടിയിട്ടാണ് ഞാനിത് അപ്ലൈ ചെയ്തത് കഴിഞ്ഞ ജനുവരിയിലാണ്. അപ്പൊ ഞങ്ങൾക്കൊരു മെയിൽ ഡാനിഷ് പേഷ്യന്റ് ആൻഡ് സേഫ്റ്റി അതോറിറ്റിയുടെ മെയിൽ വന്നിരുന്നു. ഞങ്ങൾക്ക് സർട്ടിഫിക്കറ്റ്സ് നമ്മളുടെ അഡ്രസ്സിൽ നിന്ന് കൊറിയർ അയക്കാനും പിന്നെ കോളേജിൽ നിന്നും KNMC നിന്നും അതായത് കേരള നേഴ്സിംഗ് ആൻഡ് മിഡ്വൈഫറി കൗൺസിലിൽ നിന്നും ഇതുപോലെ തന്നെ മറ്റേ കൊറിയർ അയക്കാനും പറഞ്ഞിട്ടാണ് ഞങ്ങൾക്ക് മെയിൽ വന്നത്. അപ്പൊ ഇന്നലെ ഞാൻ പോയി ഇതുപോലെ തന്നെ ഈ തന്ന അഡ്രസ്സിലോട്ട് ഏകദേശം ഒരു 4600 അങ്ങോട്ടായി ഞാൻ സെൻഡ് ചെയ്തായിരുന്നു. ഇതുപോലെ തന്നെ കോളേജിൽ നിന്നും KNMC നിന്നും സെൻഡ് ചെയ്യുന്നു പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇനി വാട്ട്സ് നെക്സ്റ്റ്, അതായത് അടുത്തത് ഇനി എന്തായിരിക്കും, നെക്സ്റ്റ് പ്രൊസീജിയർ എന്താണെന്നുള്ളതാണ് എന്റെ ഡൗട്ട്, എന്റെ ചോദ്യം. ഓക്കെ, ജനുവരിയിൽ അപ്ലൈ ചെയ്തു, അസസ്മെന്റ് അപ്ലൈ ചെയ്തു, ബിസിനസ് അല്ലേ? അതെ. ഇപ്പം ആ പ്രോസസ് എന്നാന്ന് വെച്ച് കഴിഞ്ഞാല് ഇവിടെ നാട്ടിലുള്ള കേരള നഴ്സിംഗ് കൗൺസിൽ, കേരള നഴ്സിംഗ് ആണെന്നല്ല, കർണാടകയിലുള്ള ഏത് നഴ്സിംഗ് കൗൺസിലാണോ ഇവർ രജിസ്റ്റർ ചെയ്തേക്കുന്നത് അവിടുന്ന് ഒരു ലെറ്റർ വേണം. അതിനൊരു ഡോക്യുമെന്റ് ഉണ്ട്. ആ ഡോക്യുമെന്റ് അവിടെ കൊടുത്തു കഴിഞ്ഞാൽ അവരെ സൈൻ ചെയ്ത് സീൽ ചെയ്ത് എൻവലപ്പിൽ അവരയക്കുന്നതായിട്ട് ഇങ്ങോട്ട് അയക്കണം. ഒന്ന്. അതേപോലെ തന്നെ ചെയ്യേണ്ട ഒരു കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ സ്കൂളിൽ നിന്ന് മീൻസ് പഠിച്ച നഴ്സിംഗ് സ്കൂളിൽ നിന്ന് ട്രാൻസ്ക്രിപ്റ്റും പ്ലസ് നിങ്ങളുടെ സർട്ടിഫിക്കറ്റും അതിന്റെ ഒരു ഇതും അവരവിടുന്ന് ഡയറക്റ്റ് ഇവിടുത്തെ ഹെൽത്ത് അതോറിറ്റിയിലോട്ട് അയക്കണം. ഈ 2 കാര്യം ഇവിടെ കിട്ടിക്കഴിഞ്ഞാൽ ആണ് അവർ പ്രോസസ് ചെയ്യുക. അത് കിട്ടിക്കഴിയുമ്പോൾ നിങ്ങൾക്ക് വീണ്ടും മെയിൽ വരും, നിങ്ങളുടെ ഡോക്യുമെന്റ് റിസീവ് ആയി എന്ന് പറഞ്ഞ് മെയിൽ വരും. പിന്നെ 6 മന്ത്സ് കഴിഞ്ഞ് അവർ ഡോക്യുമെന്റ് അല്ല, ഇപ്പോഴത്തെ സാഹചര്യത്തിൽ 7 മന്ത്സ് കഴിഞ്ഞ് അവർ ഡോക്യുമെന്റ് എടുക്കുമ്പോൾ എന്തെങ്കിലും കുറവുകളുണ്ടെങ്കിൽ അവർ മെയിൽ അയക്കും. ഓക്കെ, അതായത് നമ്മൾ ഈ വൺസ് അവർ റിസീവ് ചെയ്തതിന് ശേഷമുള്ള അക്കൗണ്ടിങ് പീരീഡ് ആണോ ഈ 7 മന്ത്സ് എന്ന് പറയുന്നത്, അതോ നമ്മളുടെ ഈ ഇവാലുവേഷൻ തുടങ്ങുന്ന ആ ടൈമാണോ? അതായത് സർട്ടിഫിക്കറ്റ്. ഇച്ചിരി മുമ്പ് ഞാൻ ആ ക്വസ്റ്റൻ ആൻസർ ചെയ്തതാണ്. അതിന്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ എന്നാണോ അപ്ലൈ ചെയ്തത്, ഉദാഹരണം പറഞ്ഞ് ജനുവരി 10-ാം തീയതിയാണ് അപ്ലൈ ചെയ്തെങ്കിൽ ഈ സെക്കൻഡറി ഈ അയക്കുന്ന സർട്ടിഫിക്കറ്റ് വരുന്ന സമയമായിട്ട് ബന്ധമില്ല. ജനുവരി 10-നാണ് അപ്ലൈ ചെയ്ത്, നിങ്ങൾക്ക് ജനുവരി 10-ന് നിങ്ങളുടെ ആപ്ലിക്കേഷൻ റിസീവ് ചെയ്തു എന്നും പറഞ്ഞൊരു മെയിൽ വന്നിട്ടുണ്ടെങ്കിൽ ജനുവരി 10 മുതലാണ് കൗണ്ട് ചെയ്യുന്നത്. ഇറസ്പെക്റ്റീവ് ഓഫ് നിങ്ങളുടെ ഈ സർട്ടിഫിക്കറ്റ്സ് അയച്ചോ ഇല്ലയോ റിസീവ് ചെയ്തോ ഇല്ലയോ എന്നുള്ളതൊന്നും അവിടെ ബന്ധമില്ല. നിങ്ങളുടെ ഡോക്യുമെന്റ് അല്ലെ നിങ്ങളുടെ അസസ്മെന്റ് എന്ന് അപ്ലൈ ചെയ്തു എന്നുള്ളതാണ് അവിടെ വരുന്ന ക്വസ്റ്റ്യൻ. Okay, sir. All right. Okay, thank you, sir. Thank you very much. Okay, Teresa. ഓക്കെ, എനിക്ക് നേഴ്സിംഗ് ഫീൽഡിനെ കുറിച്ചല്ലായിരുന്നു, എനിക്ക് IT ഫീൽഡിനെ കുറിച്ച് അറിയാൻ വേണ്ടിയിട്ടായിരുന്നേ. അവിടെ എങ്ങനെയാ സ്കോപ്പ് ഉണ്ടോ എന്നറിയാൻ വേണ്ടിയിട്ടായിരുന്നു. അല്ല, എന്റെ ഹസ്ബൻഡിന് വേണ്ടിയിട്ടാ. അപ്പൊ അവർക്ക് ലാംഗ്വേജ് എന്തെങ്കിലും ക്ലിയർ ചെയ്യണോ? ലാംഗ്വേജിന്റെ ഡെവലപ്പറാ. ഓക്കെ, എത്ര വർഷം എക്സ്പീരിയൻസ് ഉണ്ട്? 8. ഏത് ഫീൽഡിലാണ് വർക്ക് ചെയ്യുന്നത്? PHP. ബാംഗ്ലൂർ ആണോ അതോ? അല്ല, ട്രിവാൻഡ്രം ബേസ്ഡ് ടെക്നോ പാർക്കിലാണ് വർക്ക് ചെയ്യുന്നത്. ഓക്കെ, ഫൈൻ. IT നല്ല പോസിബിലിറ്റി ഉള്ള ഒരു ഫീൽഡാണ്. അദ്ദേഹത്തിനോട് പറയുക, അവിടെ നിന്ന് വരുന്നതിന് മുമ്പേ ഗൂഗിൾ സെർച്ച് ചെയ്ത് വേക്കൻസി ഫൈൻഡ് ഔട്ട് ചെയ്ത് അപ്ലൈ ചെയ്യാൻ പറയാം. നാട്ടിൽ നിന്ന് പോരുന്നതിന് മുമ്പ് ലാംഗ്വേജ് is not mandatory for IT field. Language is mandatory only for health care. Okay. One more question. അതിനകത്ത് പറയാനാണെങ്കിൽ ഞാനൊരു ഡെവലപ്പറാണ്, IT ഫീൽഡിലാണ് ഞാൻ വർക്ക് ചെയ്യുന്നത്. ഇപ്പോ പക്ഷെ എന്ന് പറയുന്നത് ജോലി കണ്ടുപിടിക്കാനാണെങ്കിൽ നാട്ടിൽ നിന്ന് തന്നെ, ഇവിടെ കൂടുതലും ലിങ്ക്ഡിൻ വഴി അല്ലെങ്കിൽ ജോബ് ഇൻഡെക്സ്, ജോബ് നോട്ട് നെറ്റ് ഈ വഴി 3
കാര്യങ്ങൾ കൂടിയാണ് അത് കൂടുതലും സെർച്ച് ചെയ്ത് നടക്കുക. അപ്പൊ ലിങ്ക്ഡിനിൽ മോസ്റ്റ് ഓഫ് ദ കമ്പനീസും അവരുടെ ജോബ് റിലേറ്റഡ് പോസ്റ്റുകൾ ഉണ്ടാവും. അത് നാട്ടിൽ നിന്ന് തന്നെ അപ്ലൈ ചെയ്ത് ജോബ് ഓഫറിലാണ് കൂടുതൽ പേരും IT-ലോട്ട് ഇങ്ങോട്ട് വരിക. ഇവിടെ വന്ന് അല്ലെങ്കിൽ ലാംഗ്വേജ് പഠിച്ച് അങ്ങനത്തെ ഒരു കാര്യങ്ങളൊന്നും ഇതിനെ ബാധിക്കുന്ന കാര്യങ്ങളല്ല. ഇത് ഹെൽത്ത് കെയർ റിലേറ്റഡ് ആണ് ഈ ഡാനിഷ് ലാംഗ്വേജ് പഠിക്കുന്ന ഡൗട്ടും കാര്യങ്ങളൊക്കെ. IT ആണെങ്കിൽ ലിങ്ക്ഡിൻ വഴി ജോബ് പോസ്റ്റുകളും കാര്യങ്ങളൊക്കെ നോക്കുക. ഇപ്പൊ ഒരു PHP ഡെവലപ്പർ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആണെങ്കിൽ അത് റിലേറ്റഡ് ഉള്ള ജോബുകൾ സെർച്ച് ചെയ്ത് കണ്ടുപിടിക്കുക. നമ്മൾ ഇന്റർവ്യൂ ഒക്കെ അത് ഇപ്പൊ IT ഫീൽഡ് ഒക്കെ ആണെങ്കിൽ നാട്ടിൽ നിന്ന് തന്നെ നമുക്ക് ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്കൊരു ജോബ് ഓഫർ കിട്ടി ഡയറക്റ്റ്ലി അവിടെ നിന്ന് ഇങ്ങോട്ട് വരാൻ പറ്റും. അപ്പൊ ഞാൻ ചോദിക്കട്ടെ, ഇത് നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ ക്വസ്റ്റ്യൻസ് ആണെങ്കിൽ എന്നോട് ഡയറക്ട്ലി എനിക്ക് മെസ്സേജ് എന്റെ നമ്പർ ഉണ്ട്, അതിൽ മെസ്സേജ് അയച്ചാൽ മതി. കാരണം കൂടുതൽ പേരും ഇത് നഴ്സിംഗ് റിലേറ്റഡ് ആയിരിക്കും. എനിക്ക് പേഴ്സണലി മെസ്സേജ് അയച്ചാൽ മതി. ഐ വിൽ ഹെൽപ്പ്. ഓക്കെ താങ്ക് യു. സന്ധ്യ ചേട്ടാ, എന്റെ ഡൗട്ട് എന്ന് പറഞ്ഞാല് ഞാൻ എന്റെ സെക്കൻഡ് പേയ്മെന്റ് ചെയ്ത് കഴിഞ്ഞിട്ട് ഞങ്ങളുടെ ഏജൻസി എന്ന് പറഞ്ഞാൽ ഓതറൈസേഷൻ വരണമെന്നാണ്. പക്ഷെ ചേട്ടൻ പറഞ്ഞു വെച്ച് എനിക്ക് മനസ്സിലായി ഞാൻ അടുത്ത അസസ്മെന്റ് ആണെന്നുള്ളത് മനസ്സിലായി. അപ്പൊ ഇപ്പൊ അസസ്മെന്റ് കഴിഞ്ഞ് ഞാൻ ഓക്കെ ആണ്, അതെല്ലാം കഴിഞ്ഞിട്ട് ഇപ്പൊ വൺസ് ഞാൻ ഡെൻമാർക്കിൽ എത്തിക്കഴിഞ്ഞാല് ഞാൻ അഡാപ്റ്റേഷൻ പ്രോഗ്രാമിലേക്ക് കയറണം, അങ്ങനല്ലേ? ലാംഗ്വേജ് പഠിക്കണം. ലാംഗ്വേജ് പഠിച്ചിട്ട് നമുക്ക് ഈ അഡാപ്റ്റേഷൻ പ്രോഗ്രാമിനകത്ത് അറ്റൻഡ് ചെയ്യാൻ പറ്റത്തുള്ളൂ? ലാംഗ്വേജ് പഠിച്ചാലേ അഡാപ്റ്റേഷൻ കിട്ടുള്ളൂ. അപ്പം ലാംഗ്വേജ് 6 month അല്ലേ കോഴ്സ് വരുന്നത്? അത് ലാംഗ്വേജ് കഴിഞ്ഞിട്ട് നമ്മൾ എന്തെങ്കിലും എക്സാം എഴുതി പാസ് ആയിട്ടാണ് ഈ അഡാപ്റ്റേഷൻ പ്രോഗ്രാം നമ്മൾ എൻ്റർ ആവേണ്ടതോ? സന്ധ്യ മുമ്പുള്ള മെസ്സേജ് ശ്രദ്ധിച്ചോന്ന് അറിയത്തില്ല. ലാംഗ്വേജ് പഠിച്ച് 6 months ലാംഗ്വേജ് പഠിക്കാൻ പറ്റില്ല. ഫസ്റ്റ് ഓഫ് ഓൾ ഒന്ന്. രണ്ടാമത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ലാംഗ്വേജ് പഠിച്ച് സർട്ടിഫിക്കറ്റ് എടുത്താലേ കിട്ടൂ എന്ന് ഞാൻ 100% പറയുന്നില്ല. അത് ഡിപ്പെൻസ്. പക്ഷേങ്കിൽ ലാംഗ്വേജ് പഠിച്ച് സർട്ടിഫിക്കേഷൻ ഉണ്ടെങ്കിൽ മാത്രമേ പല സ്ഥലങ്ങളിലും അവര് ആപ്ലിക്കേഷൻ ആക്സെപ്റ്റ് ചെയ്യൂ. സോ എപ്പോഴും ലാംഗ്വേജ് പഠിക്കുമ്പം സർട്ടിഫിക്കറ്റ് എടുക്കണം എന്നുള്ള ഇന്റൻഷനിൽ വേണം ലാംഗ്വേജ് പഠിക്കാൻ. എന്നാൽ മാത്രമേ ഈ ഹോസ്പിറ്റൽസ് ആണെങ്കിലും കെയർ ഹോംസ് ആണെങ്കിലും അവര് നിങ്ങളുടെ ആപ്ലിക്കേഷൻ അവർ കൺസിഡർ ചെയ്യുള്ളൂ. ഓക്കെ. പിന്നെ നമ്മൾ ഈ അഡാപ്റ്റേഷൻ പ്രോഗ്രാം എൻ്റർ ആയി കഴിഞ്ഞാൽ അത് എത്ര നാളായിരിക്കും? 6 months അഡാപ്റ്റേഷൻ 6 months. അഡാപ്റ്റേഷൻ 6 months. ഓക്കെ. ഇപ്പൊ ഈ പറഞ്ഞ പോലെ നമ്മൾ 3 yearsനുള്ളിൽ നമ്മൾ ഈ ഡാനിഷ് എഴുതിയെടുത്താൽ മതിയല്ലോ? അപ്പൊ നിങ്ങൾ അഡോപ്റ്റേഷൻ ചെയ്യാനുള്ള 6 months എവിടെ പോയി സ്പെൻഡ് ചെയ്യും? 3 yearsന് ശേഷം നിങ്ങൾക്ക് ചെയ്യാൻ പറ്റില്ലല്ലോ അത്. അല്ല, ഞങ്ങളുടെ ഏജൻസി എന്ന് പറഞ്ഞാൽ 3 yearsനുള്ളിൽ നമ്മൾ ഈ ഡാനിഷ് ലാംഗ്വേജ് പാസ് ആയാൽ മതി എന്നാണ് പറഞ്ഞത്. അല്ല, അത് 3 yearsൽ ഡാനിഷ് ലാംഗ്വേജ് പാസ്സായല്ല. നിങ്ങൾക്ക് അഡോപ്റ്റേഷൻ എടുക്കണമെങ്കിലുള്ള സമയം എവിടെ കാണും? നിങ്ങളുടെ വിസ 3 വർഷത്തിനാണ് തരുന്നത്. 3 വർഷത്തിനിടയ്ക്ക് നിങ്ങൾ അഡോപ്റ്റേഷൻ എടുത്തില്ല എന്നുണ്ടെങ്കിൽ ഇപ്പോഴത്തെ സ്റ്റാറ്റസ് ആണ് കേട്ടോ 3 വർഷം. ഗവൺമെന്റ് ചേഞ്ച് ചെയ്യുമെന്ന് എനിക്ക് അറിയത്തില്ല. ഞാൻ എടുത്തെടുത്ത് പറയണം, കാരണം നിയമങ്ങൾ മാറിക്കൊണ്ടേയിരിക്കുന്നതാണ് എപ്പോഴും. സോ നിങ്ങൾ 3 വർഷത്തെ അഡോപ്റ്റേഷന് വന്നിട്ട് 3 വർഷത്തെ വിസയ്ക്ക് വന്നതിന് ശേഷം നിങ്ങൾ അഡോപ്റ്റേഷൻ എടുത്ത് നിങ്ങൾ അഡോപ്റ്റേഷൻ സക്സസ് ആയില്ലെങ്കിൽ നിങ്ങൾക്ക് വീണ്ടും ട്രൈ ചെയ്യാൻ ഒരു സാധ്യത വേണ്ടേ? അഡോപ്റ്റേഷനിൽ ശ്രദ്ധിക്കുന്ന കാര്യങ്ങൾ ലാംഗ്വേജും ക്ലിനിക്കൽ സ്കിൽസും ആണ്. ഓഫ് കോഴ്സ് ക്ലിനിക്കൽ സ്കിൽസ് നിങ്ങൾക്ക് കാണുമായിരിക്കും. ലാംഗ്വേജ് സ്കിൽസ് നിങ്ങൾക്ക് പ്രൂവ് ചെയ്യണ്ടേ? പ്രൂവ് ചെയ്യണമെങ്കിൽ ലാംഗ്വേജ് അറിയണമല്ലോ. അപ്പൊ ലാംഗ്വേജ് പഠിച്ചിട്ടല്ലേ അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. സോ ലാംഗ്വേജ് പഠിച്ച് അപ്ലൈ ചെയ്യാനുള്ള സമയം ഒരു 1.5 year എങ്കിലും ഏറ്റവും മിനിമം എടുക്കും ലാംഗ്വേജ് പഠിക്കാൻ. 1.5 year ലാംഗ്വേജ് പഠിച്ച് നിങ്ങൾ 6 monthsനുള്ളിൽ അഡോപ്റ്റേഷൻ കിട്ടണം നിർബന്ധമില്ല. ലാംഗ്വേജ് പഠിച്ച് നിങ്ങൾ അപ്ലൈ ചെയ്ത പാടെ പിറ്റേ ദിവസം അഡോപ്റ്റേഷൻ കിട്ടണം നിർബന്ധമില്ല. കാരണം അഡോപ്റ്റേഷൻ എന്ന് പറയുന്നത് ഒരു എംപ്ലോയർ നിങ്ങളെ എടുക്കണം. അപ്പം എംപ്ലോയർ എടുക്കണം എന്നുണ്ടെങ്കിൽ അതിന് വേണ്ടിയിട്ട് 2-3 months ചിലപ്പോൾ 5 months ചിലപ്പോൾ 6 months വെയിറ്റ് ചെയ്യേണ്ടി വരും. അങ്ങനെ പോയില്ലേ, 2 വർഷം പോയില്ലേ. പിന്നെ നിങ്ങൾ 6 months അഡോപ്റ്റേഷൻ എടുക്കാൻ വേണ്ടി 6 months അഡോപ്റ്റേഷൻ ഫസ്റ്റ് അറ്റംപ്റ്റിൽ ഫെയിൽ ആയി കഴിഞ്ഞാലോ പിന്നെ നിങ്ങൾക്ക് പിന്നെ അഡീഷണൽ ആയിട്ട് 6 months ടൈമല്ലേ ഉള്ളൂ. കറക്റ്റ് നെക്ക് ടു നെക്ക് ടൈമല്ലേ ഉള്ളൂ. ചെല്ലുന്ന സമയത്ത് ഒരു 2-3 months നമ്മൾ എല്ലാവരും ഇനീഷ്യൽ സെറ്റപ്പ് നമ്മൾ CPR നമ്പർ എടുത്ത് അതും അടുത്ത ഒരു കാര്യം. വന്നു കഴിഞ്ഞാൽ ഒരു 2 months 3 months എങ്കിലും മിനിമം എടുക്കും നിങ്ങളുടെ ഡോക്യുമെന്റ്സ് നിങ്ങളുടെ കൈ കിട്ടാൻ വേണ്ടി. ഇപ്പൊ ഈ CPR റെസിഡൻസ് പെർമിറ്റോ കിട്ടാൻ വേണ്ടി CPR കാർഡ് കിട്ടിയാൽ മാത്രമേ നിങ്ങൾക്ക് ലാംഗ്വേജ് സ്കൂളിൽ ചേരാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ ലാംഗ്വേജ് സ്കൂളിൽ ചേരാൻ പറ്റില്ല. CPR കാർഡ് കിട്ടിയാൽ മാത്രമേ നിങ്ങൾക്ക് ഒരു പാർട്ട് ടൈം അല്ലെങ്കിൽ ഒരു അൺസ്കിൽഡ് ജോലി കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. കാരണം അൺസ്കിൽഡ് ജോലി കണ്ടുപിടിക്കണമെങ്കിൽ CPR കാർഡ് കൊടുത്താൽ മാത്രമേ അവർ ജോലി തരുള്ളൂ. പിന്നെ ബ്ലാക്കിലൊക്കെ പോയി പണിയെടുക്കാൻ ഇല്ലീഗലാണ്, അത് ചെയ്യാൻ പറ്റില്ല ഇവിടെ. അപ്പൊ നമ്മള് വന്നാലും 1 month 2 month നമ്മള് എക്സ്പെൻസ്
കൈ കാണണം അല്ലേ ഇത് കോഴ്സ് കിട്ടുന്നവരെ? അത് യാതൊരു ഡൗട്ടും ഇല്ല. നിങ്ങൾ ഒരു മിനിമം 3 months ചെലവാക്കാനുള്ള പൈസ കൊണ്ടേ വരാവുള്ളൂ. 3 months താമസിക്കാനും ഫുഡിനും മറ്റ് ട്രാൻസ്പോർട്ട്, ഡ്രസ് ഓഫ് കോഴ്സ് വേണ്ടാന്ന് വെച്ചോ, മറ്റ് ട്രാൻസ്പോർട്ട് കാര്യങ്ങൾ അല്ലെങ്കിൽ അഡീഷണൽ ആയിട്ട് വരുന്ന ഏത് എക്സ്പെൻസിനുള്ള പൈസയും കണക്ക് കൂട്ടിയിട്ടേ നിങ്ങൾ വരാൻ പാടുള്ളൂ. 3 മാസം എങ്കിലും. ചിലപ്പോൾ ലക്ക് ഉണ്ടെങ്കിൽ ചിലപ്പോൾ 2 months നിങ്ങളുടെ കാര്യങ്ങൾ തീർന്നിരിക്കും, ചിലപ്പോൾ ലക്ക് ഉണ്ടെങ്കിൽ ചിലപ്പോൾ 1 month തീർന്നിരിക്കും. ദാറ്റ് ഡിപ്പെൻസ്. ബട്ട് ഇൻ ജനറൽ പറയുകയാണെങ്കിൽ 3 months ടൈം എങ്കിലും നിങ്ങൾ കാണണം ഒരു സ്ഥലത്ത് വന്നു കഴിഞ്ഞാൽ ഒന്ന് ഇനീഷ്യൽ സെറ്റപ്പ് ആവാൻ വേണ്ടി. കാരണം നിങ്ങൾ ജോലി ഇല്ലാതെയാണ് വരുന്നത്. ജോലിയോട് കൂടി ഒരു കമ്പനി നിങ്ങൾക്ക് ഒരു ജോലി ഓഫർ ചെയ്ത് ഇവിടെ വന്നതിന് ശേഷം നിങ്ങൾക്ക് ഒരു അക്കോമഡേഷൻ തന്നിട്ട് വരുന്ന ഒരു അറ്റ്മോസ്ഫിയർ അല്ല ഇത്. സോ നിങ്ങളിവിടെ വന്ന് നിങ്ങൾ ജോലിയില്ലാതെ വരുന്നു, വന്ന് ജോലി കണ്ടുപിടിക്കേണ്ട ആൾക്കാരാണ്. അതുകൊണ്ട് 3 മാസം എങ്കിലും മിനിമം കണ്ടിട്ടേ ഇറങ്ങുള്ളൂ. അല്ല സാർ, ഞങ്ങളോട് ഏജൻസി പറഞ്ഞത് അവിടെ ചെന്ന് 1 week കഴിയുമ്പോൾ അവർ ജോബ് അസിസ്റ്റൻസ് നമുക്ക് തരും. കെയർ ഹോമിൽ നമ്മൾ ജസ്റ്റ് ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്ത് അവർ തന്നെ നമുക്ക് കേട്ടിത്തരും എന്നാണ് പറഞ്ഞത്. സാലറി അറൗണ്ട് 2,30,000 ഒക്കെ ആണെന്ന് അവർ പറഞ്ഞത്. അതുകൊണ്ടാണ് സാർ ഒരുപാട് പേര് ഫാമിലി ആയിട്ട് പോകാൻ ഈ നോക്കുന്നത്. ആയിക്കോട്ടെ, അത് അതിനെക്കുറിച്ച് ഏജൻസി പറഞ്ഞ കാര്യങ്ങളെ കുറിച്ച് അത് ശരിയല്ല തെറ്റാണ് എന്ന് പറയാൻ ഞാൻ ആളല്ല. കാരണം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഏജൻസി എങ്ങനെയാണ് നിങ്ങൾക്ക് ജോബ് ഓഫർ ചെയ്യുന്നതെന്ന് എനിക്ക് അറിയത്തില്ല. അത് തന്നെയല്ല, ഞാൻ അതിനെക്കുറിച്ച് കമന്റ് ചെയ്യാൻ താല്പര്യപ്പെടുന്നുമില്ല. നമ്പർ കിട്ടാതെ നമുക്ക് ഒരു രക്ഷയില്ലെന്ന് പറഞ്ഞില്ലേ? 3 months എങ്കിലും എടുക്കുമെന്ന് പറഞ്ഞില്ലേ? അത് ഡിപ്പെൻസ് ആണ്. ഇപ്പൊ ചിലപ്പോൾ എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ പോയിട്ട് ഇവിടെ ഒരു അതോറിറ്റിയിൽ പോയി രജിസ്റ്റർ ചെയ്യുമ്പോൾ ചിലപ്പോൾ 1 മാസം കൊണ്ടോ ചിലപ്പോൾ 15 ദിവസം കൊണ്ടോ ചിലപ്പോൾ കിട്ടിയെന്നിരിക്കും. ചില കമ്മ്യൂണിൽ അല്ല. ഈ കമ്മ്യൂൺ എന്ന് പറയുന്നത്, ഞാൻ ഈ കമ്മ്യൂൺ എന്ന് പ്രയോഗിക്കുന്ന ഇവിടുത്തെ മുനിസിപ്പാലിറ്റികൾ, നമ്മൾ പോയി മുനിസിപ്പാലിറ്റികളാണ് രജിസ്റ്റർ ചെയ്യേണ്ടത്. ആ മുനിസിപ്പാലിറ്റി എന്ന് പറയാൻ പറ്റില്ല, കോർപ്പറേഷൻ എന്ന് വേണമെങ്കിൽ പറയാം. കോർപ്പറേഷനിൽ പോയി രജിസ്റ്റർ ചെയ്തതിന് ശേഷം അവർ ഡോക്യുമെന്റ് നമുക്ക് അയച്ചു തരാനുള്ള സമയം വേണ്ട, അത് നിങ്ങളുടെ കയ്യിൽ കിട്ടണ്ടേ? 4 to 8 weeks നോർമലി പറയാറുണ്ട്. അത് ഡിപ്പെൻസ്, ചിലപ്പോൾ പെട്ടെന്ന് കിട്ടും, ചിലപ്പോൾ കിട്ടിയെന്നിരിക്കും. ആ സമയം കഴിയാതെ നിങ്ങൾക്ക് ഒരിക്കലും നിങ്ങൾക്ക് പോയിട്ട് ജോലി അപ്ലൈ ചെയ്യാനോ ജോലിക്ക് കയറാനോ പറ്റില്ല. ഞാനിവിടെ ഒരു 1 yearനുള്ളിൽ വന്ന ആളാണ്. അപ്പൊ എനിക്ക് നോർമലി 4 to 8 weeks പറഞ്ഞിരുന്നു. എനിക്ക് 4 week ആയിട്ടും കിട്ടിയില്ല. അപ്പൊ ഞാൻ ഒന്നും കൂടെ കോൺടാക്ട് ചെയ്തപ്പോൾ എന്നോട് ഒരു 1 month കൂടെ വെയിറ്റ് ചെയ്യാൻ പറഞ്ഞു. സോ എനിക്ക് 2 months കഴിഞ്ഞിട്ടാണ് എന്റെ CPR കാർഡ് കിട്ടിയത്. ജസ്റ്റിന്റെ കേസിൽ വേറൊരു ഗുണം കൂടെ ഉണ്ട്. ജസ്റ്റിന്റെ വൈഫ് ഓൾറെഡി ഇവിടെ ഉണ്ടായിരുന്നാണ്, ഡിപെൻഡന്റ് ആയിട്ട് വന്നത്. എനിക്ക് തോന്നുന്നു ജസ്റ്റിന് വരുന്നതിന് മുമ്പ് CPR എടുക്കാനും പറ്റി, അതുകൊണ്ടല്ലേ? എനിക്ക് വരുന്നതിന് മുമ്പ് CPR ഉണ്ടായിരുന്നു. ഓൾറെഡി വൈഫ് ഇവിടെ ഉള്ളതുകൊണ്ട്. ഓൾറെഡി വൈഫ് ഇവിടെ ഉള്ളതാണ്. അപ്പൊ ജസ്റ്റിന് തന്നെ 2 months എടുത്തു. ഓൾറെഡി വൈഫ് ഇവിടെ ഉണ്ടായിട്ട് പോലും കുറെ കൂടെ അക്കോമഡേഷൻ ഉണ്ടായിരുന്നു. നാട്ടിൽ നിന്നും CPR നമ്പർ കിട്ടി. ജസ്റ്റ് രജിസ്റ്റർ ചെയ്താൽ മാത്രം മതിയായിരുന്നു. ഇവിടെ വന്ന് CPR നമ്പറിന് അപ്ലൈ ചെയ്യേണ്ട ആവശ്യമൊന്നും ഉണ്ടായിരുന്നില്ല. അത് അത്ര പ്രിവിലേജ് ഉണ്ടായിട്ട് പോലും ജസ്റ്റിന് 2 months സമയം എടുത്ത് ഡോക്യുമെന്റ് കൈ കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പൊ ഈ പ്രിവിലേജ് ഒന്നും ഇല്ലാത്ത ഒരാൾക്ക് എന്തായാലും ആ ഒരു സമയം മിനിമം കാണണം. നമ്മൾ 2 months എന്തായാലും മിനിമം കാണണം. പിന്നെ ഒരു ഡൗട്ട് കൂടെ ഉണ്ടായിരുന്നു സാർ. എന്റെ ഹസ്ബൻഡ് എഞ്ചിനീയർ ആണ്, മെക്കാനിക്കലാണ്. അപ്പൊ അവിടെ എന്തെങ്കിലും സ്കോപ്പ് ഉണ്ടോ മെക്കാനിക്കൽ എഞ്ചിനീയർ? മെക്കാനിക്കൽ എഞ്ചിനീയർ എന്ന് പറഞ്ഞാൽ എന്ത് ജോലിയാ ചെയ്യുന്നത്? സൈറ്റിലാണ്, പൈപ്പിംഗ് അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ചെയ്യും. അത് ഡിപ്പെൻസ് സന്ധ്യ, അതൊന്നും എനിക്ക് പറയാൻ പറ്റില്ല. ചിലപ്പോൾ കിട്ടുമായിരിക്കും. കാരണം വെച്ചാൽ ഇവിടെ ഇപ്പൊ ഒരു മെക്കാനിക് ആയിട്ട് മീൻസ് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് കഴിഞ്ഞിട്ട് ഇപ്പൊ ഹ്യുണ്ടായിലും അതുപോലെ തന്നെ ഫോർഡിലും വർക്ക് ചെയ്യുന്ന 2 മലയാളികളുണ്ട്. അവർ ആക്ച്വലി ഡയറക്റ്റ് നാട്ടിൽ നിന്ന് അപ്ലൈ ചെയ്തിട്ട് അവർക്ക് കിട്ടി അവരിവിടെ വന്നത്. ഒരാൾ ഏജന്റ് മുഖേന വന്നു, ഒരാള് ഡയറക്റ്റ് അപ്ലൈ ചെയ്തിട്ട് ദുബായിൽ നിന്ന് വന്നു. അങ്ങനെ 2 കേസുകൾ ഇവിടെ വന്നിട്ടുണ്ട്. പക്ഷെ ഈ പൈപ്പ് ലൈൻ പരിപാടികളൊക്കെ എനിക്കറിയത്തില്ല. പക്ഷെ നിങ്ങൾ ഇവിടെയുള്ള ഇങ്ങനെയുള്ള രാജ്യങ്ങളിലൊക്കെ വരുമ്പോൾ നമ്മൾ ചെയ്യുന്ന അതേ പ്രൊഫഷനിൽ തന്നെ ജോലി കിട്ടണം എന്ന് ഒരിക്കലും ചിന്തിക്കരുത് കേട്ടോ. കാരണം എന്താണെന്ന് വെച്ചാൽ ഇവിടെ ഓൾമോസ്റ്റ് എല്ലാ ജോലികൾക്കും ഒരേ സാലറിയാണ്. ഇപ്പം ഫുഡ് ഡെലിവറിക്ക് പോകുന്ന ഒരാൾക്ക് കിട്ടുന്ന പൈസ തന്നെയായിരിക്കും രജിസ്റ്റേർഡ് നഴ്സിനും കിട്ടുന്നത്. സോ അത് ചിലപ്പം അങ്ങനെ ആയിരിക്കും. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ അതേ ജോലിയിൽ തന്നെ സ്റ്റിക്ക് ഓൺ ചെയ്ത് അതേ കിട്ടിയ വർക്ക് ചെയ്യുള്ളൂ എന്നുള്ള രീതിയിൽ പോയി കഴിഞ്ഞാൽ കാര്യം നടക്കില്ല. എന്ത് ജോലിയും ചെയ്യാൻ തയ്യാറായിട്ട് വന്നാൽ മാത്രമേ ഇങ്ങനെയുള്ള രാജ്യങ്ങളിലൊക്കെ വന്ന് ജീവിക്കാൻ പറ്റുള്ളൂ കേട്ടോ. ഓക്കെ. അല്ല, അതിനെന്തേലും സ്കോപ്പ് എനിക്ക് അറിയില്ലല്ലോ. ഞാൻ ഡെൻമാർക്കിൽ എന്റെ ആരും ഇല്ല. അപ്പൊ ഞാൻ ചോദിക്കാം, അവിടെ ഉള്ളവരോട് ചോദിച്ചാലല്ലേ അറിയത്തുള്ളൂ അവിടെ എന്തൊക്കെ ജോലിക്കാണ് സ്കോപ്പ് ഉള്ളതെന്നുള്ളത്. അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത്. സ്കോപ്പ് പറയുകയാണെങ്കിൽ ഇവിടെ IT ജോലിക്കാണ് ഏറ്റവും കൂടുതൽ സ്കോപ്പ് ഉള്ളത്. കാരണം IT ജോലി ഭയങ്കര ഇന്റർനാഷണൽ ജോലി ആയതുകൊണ്ട് അതിനാണ് ഏറ്റവും സ്കോപ്പ് ഉള്ളത്. ബട്ട് സ്റ്റിൽ ജസ്റ്റിന് IT ജോലിയാണ്. ജസ്റ്റിന് ഇവിടെ വന്നിട്ട് ഒരു 7-8 മാസം ഇതുവരെ ജോലി കിട്ടിയിട്ടില്ല, പല ഇന്റർവ്യൂസ് അറ്റൻഡ് ചെയ്തെങ്കിലും. സോ അത് ജോബിന്റെ പറഞ്ഞത് നമുക്ക് നാട്ടിൽ നിന്നും ജോബിന് അങ്ങനെ ഡയറക്റ്റ് അപ്ലൈ ചെയ്ത് വരാനാണ് ഇങ്ങോട്ട് എളുപ്പം കൂടുതൽ. ഇവിടെ വന്ന് ചെയ്യുമ്പോൾ അത് IT തന്നെ ഒരു 1000 ടൈപ്പ് ഓഫ് ജോബ്സ് ഉണ്ടാവും. അപ്പൊ നമ്മുടെ എക്സാക്ട്ലി കിട്ടണമെന്ന് നിർബന്ധമില്ല.
പക്ഷെ ഫ്രീലാൻസ് വർക്ക് നമുക്ക് IT ആയതുകൊണ്ട് എവിടെ ഇരുന്നും ലോകത്ത് എവിടെയും വർക്ക് ചെയ്യാൻ പറ്റുന്നതുകൊണ്ട് നമുക്ക് അങ്ങനെ വർക്ക് ചെയ്യാൻ പറ്റുന്നുണ്ട് സ്റ്റിൽ. ബട്ട് ഇത് ലക്ക് ഫാക്ടർ ആണ്, അല്ലെങ്കിൽ നമ്മുടെ അതേ ജോബ് കിട്ടണം, ഡിപ്പെൻസ് ഇരിക്കും. ഓൾറൈറ്റ്, ഇനി ആരെങ്കിലും ഉണ്ടോ? ചിൻസി കഴിഞ്ഞതാണല്ലോ അല്ലേ? ടാക്സ് കാര്യങ്ങളൊന്ന് പറയോ, ടാക്സിന്റെ കാര്യങ്ങളൊക്കെ? ചിന്തു, ടാക്സിന്റെ കാര്യങ്ങളെ കുറിച്ചൊക്കെ നമ്മൾ ഇപ്പം ഡിസ്കസ് ചെയ്യണോ? അതെനിക്ക് ആവശ്യമുള്ള ഒരു കാര്യമായിട്ട് തോന്നുന്നില്ല കേട്ടോ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനീഷ്യലി നിങ്ങൾ വരുന്ന പ്രോസസ്സിനെ കുറിച്ച് ചിന്തിക്കുക. വന്നു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി ടാക്സ് കാര്യങ്ങളൊക്കെ മനസ്സിലാകും. ഇൻ ജനറൽ ഞാൻ പറയുകയാണെങ്കിൽ ഇവിടുത്തെ ടാക്സ് എന്ന് പറഞ്ഞാൽ 2 തരം ടാക്സ് ആണുള്ളത്. ഒന്ന് 8% ടാക്സ് ഫോർ ഓൾ ദ എമൗണ്ട്, 8% ഇവിടുത്തെ സ്റ്റേറ്റിന് പോകുന്ന ടാക്സ് ആണ്. അത് കഴിഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് ഒരു ടാക്സ് ഫ്രീ എമൗണ്ട് ഉണ്ടാകും, ഇയർലി 50,000 kroner. അത് കഴിഞ്ഞ് ബാക്കി എമൗണ്ടിന് 36 to 38% ടാക്സ് ഉണ്ടാകും ഓരോ കമ്മ്യൂണിന് അനുസരിച്ച്. ഇൻ ജനറൽ അത്ര എനിക്ക് പറയാൻ പറ്റുള്ളൂ. അതിനെക്കുറിച്ച് വീഡിയോ ചെയ്തിട്ടുണ്ട്. പക്ഷെ എന്റെ അഭിപ്രായത്തില് അത് വേണമെങ്കിൽ നമുക്ക് വേറൊരു ഡിസ്കഷന്റെ ആവശ്യം വരുവാണെങ്കിൽ പിന്നീട് ചെയ്യാം. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഈ നേഴ്സുമാരായിട്ട് അവരുടെ കാര്യങ്ങൾ എന്തെങ്കിലും അഡീഷണൽ ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ നമുക്ക് അതുമായിട്ട് മുന്നോട്ട് പോവാം. ഓൾറെഡി 1 hour കഴിഞ്ഞു, 1 hour 26 minutes ആയി തോന്നുന്നു അല്ലേ ജസ്റ്റിൻ? ഇനിയിപ്പം 2 പേരെ കാണുന്ന സീന ജോസഫ്, സൗമ്യ ഷിൻഡോ സംസാരിച്ചെന്നാണല്ലോ എനിക്ക് തോന്നുന്നത്. മേ ബി ഹാൻഡ് താത്താത്തതായിരിക്കും. റിപ്പീറ്റഡ് അല്ലാത്ത ക്വസ്റ്റ്യൻസ് നെസസറി ആയിട്ടുള്ളവർ ചോദിക്കാനുണ്ടെങ്കിൽ സംസാരിക്കാം കേട്ടോ. ഹലോ സാർ. യെസ് പറഞ്ഞോ. ഹലോ സാർ, ഇപ്പൊ ഒരു ഹസ്ബൻഡും വൈഫ് 2 പിള്ളേരും കൂടെ അവിടെ വന്ന് നമുക്ക് പാർട്ട് ടൈം ജോബ് ചെയ്ത് അവിടെ സർവൈവ് ചെയ്ത് പോകാൻ പറ്റുമോ? വൈഫും ഹസ്ബൻഡും പിള്ളേരുടെ വന്നു കഴിഞ്ഞാൽ പാർട്ട് ടൈം ജോബ് അല്ല, ഹസ്ബൻഡ് ഫുൾ ടൈം ജോലി ചെയ്യണം, വൈഫ് പാർട്ട് ടൈം ചെയ്യണം. പിന്നെ ഹസ്ബൻഡ് ഫുൾ ടൈം ജോലി ചെയ്ത് കഴിഞ്ഞാൽ ജീവിച്ചു പോകാൻ പറ്റുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ജീവിച്ചു പോകാൻ പറ്റുമെന്ന് വെച്ചാൽ ജീവിക്കാൻ പറ്റുമായിരിക്കും. താമസിക്കുന്ന സ്ഥലത്ത് റെന്റ്, ചില സെന്ററുകളിലൊക്കെ ഭയങ്കര റെന്റ് കൊണ്ട്. ഇവിടുത്തെ റെന്റ് എന്ന് പറഞ്ഞാൽ ഒരു അപ്പാർട്ട്മെന്റ് ആണെങ്കിൽ റെന്റ് ബേസിക്കലി ഒരു 8,000 Danish kroner മുതൽ 15 to 20,000 Danish kroner വരെ മന്ത്ലി റെന്റ് ഉള്ള സ്ഥലങ്ങളുണ്ട്. സോ നിങ്ങൾ ഒരു 10,000 എങ്കിലും Danish kroner എങ്കിലും മിനിമം നമ്മൾ റെന്റ് കാണണം. പിന്നെ ഫുഡ് എക്സ്പെൻസ് കുഞ്ഞു പിള്ളേരൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഒരു മിനിമം 3 to 4,000. പിന്നെ നമ്മൾ അഡീഷണൽ ആയിട്ട് നമുക്ക് ട്രാൻസ്പോർട്ടും കാര്യങ്ങളെല്ലാം ആയിട്ട് ഒരു 1,000 വരെ കാണണം. സോ അത്രയും എമൗണ്ട് എന്തായാലും കണ്ടേ പറ്റുള്ളൂ ഒരു മന്ത് ഓടിച്ചു പോകണമെന്നുണ്ടെങ്കിൽ. സോ ഇന്ത്യൻ മണി ആക്കി ഏകദേശം എത്ര ലാക്ക് ഉണ്ടാവും? എന്തോ ഇന്ത്യൻ മണിയാ? ഇന്ത്യൻ മണി പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു ഈ പറഞ്ഞത് into 12 ആയിരുന്നു, ഇപ്പൊ കറന്റ് 13 ആണ്. into 13 കണക്ക് കൂട്ടണം. into 13 ഇപ്പൊ 10,000 എന്ന് പറഞ്ഞാൽ 1,30,000 ആയി. 20,000 2,60,000. ഒരു 2 lakhs എങ്കിലും മിനിമം വേണ്ടി വരും എന്ന് എനിക്ക് തോന്നുന്നു. അത് ഡിപ്പെൻസ്, നിങ്ങൾ എടുക്കുന്ന സ്ഥലങ്ങളുടെ എല്ലാം അനുസരിച്ചിരിക്കും കേട്ടോ. അതെനിക്ക് ഒരു കാൽക്കുലേഷൻ ചെയ്ത് പറയാൻ പറ്റിയ ഒരു കാര്യം. ഡിപ്പെൻഡ് ചെയ്തിട്ടും നമ്മളിപ്പോ സിംഗിൾ ആയിട്ട് നമുക്കൊരു ഷെയറിംഗ് അപ്പാർട്ട്മെന്റ് ആണെങ്കിലോ? ഷെയറിംഗ് അപ്പാർട്ട്മെന്റ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത്രയും എക്സ്പെൻസ് വരില്ല. അതാണല്ലോ ഞാൻ ആദ്യം ഒരാൾ ചോദിച്ചതിന് ഞാൻ മറുപടി പറഞ്ഞു. എപ്പോഴും ഷെയറിംഗിൽ വന്നിട്ട് ശേഷം ഫാമിലിനെ കൊണ്ടുവരുന്നത് ചിന്തിക്കാൻ ഞാൻ പറയാൻ കാരണം അതാണ്. ഷെയറിംഗ് ആണെങ്കിൽ നാട്ടിലൊരു 5,000 6,000 അല്ല, നാട്ടിലല്ല ഇവിടുത്തെ 5,000 6,000 ക്രോണക്കൊക്കെ കിട്ടും എന്നുള്ള പോലെ. കാരണം ബിക്കോസ് എന്റെ വൈഫ് ആദ്യം വന്നപ്പോൾ ഇതുപോലെ ഒരു ഷെയറിംഗ് അല്ലെങ്കിൽ ഇങ്ങനെ എന്താ പറയുന്നത്, ഒരു ഓണർ ഉണ്ടാവും, നമുക്ക് ഒരു റൂമും ഷെയർഡ് ഫെസിലിറ്റിയും കിച്ചൺ ഷെയർഡ് ആയിട്ടൊക്കെ തരുന്ന പോലെ. അതിനെപ്പറ്റി ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. കാരണം നമുക്ക് ഈ കോളിൽ അത്രയും സമയം ഇല്ലാത്തതുകൊണ്ടാണ്. ഒരു 15 minutes ഒക്കെ വരുന്ന പോലത്തെ വീഡിയോ ചെയ്തിട്ടുണ്ട്. നമ്മളിങ്ങനെ ഷെയറിംഗ് ആയിട്ട് നിൽക്കുന്ന എക്സ്പീരിയൻസിനെ പറ്റിയും അല്ലെങ്കിൽ അതിൽ വരുന്ന എക്സ്പെൻസും സിറ്റിയിൽ നിൽക്കുന്നതും കൺട്രി സൈഡിലോട്ട് പോകുമ്പോൾ ഉള്ളതിനെ പറ്റിയും ചെയ്തിട്ടുണ്ട്. നിങ്ങളൊന്ന് നിങ്ങൾക്ക് അതിനെപ്പറ്റി ഡീറ്റെയിൽസ് അറിയാനാണെങ്കിൽ അതൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക. എന്തായാലും താങ്ക് യു സോ മച്ച്, കുറെ ഇൻഫർമേഷൻ അറിയാൻ പറ്റി. ഓക്കെ, സീന ജോസഫ്, ജസ്റ്റിൻ, അന്ന, അരുൺ, ഇത് 3 ഇനി കൈ ഉള്ളത്. അവരാരെങ്കിലും എന്തെങ്കിലും സംസാരിക്കുന്നുണ്ടെങ്കിൽ സംസാരിക്കാം. ആദ്യം സീന ജോസഫ് അവൈലബിൾ ആണെന്ന് നോക്ക്. സാറേ, ഇങ്ങനെ ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കിയാലും ഇങ്ങനെ ഒരു മീറ്റിംഗ് ഉണ്ടായാലും ഒത്തിരി താങ്ക്സ്. ഒത്തിരി ഡൗട്ടുകളൊക്കെ നമുക്ക് ക്ലിയർ ചെയ്യാൻ പറ്റി. ഇപ്പം എനിക്ക് രാവിലെ ആരെങ്കിലും ചോദിച്ചതാണോ ഇല്ലയോ എന്ന് എനിക്കറിയില്ല, എങ്കിലും ഒന്ന് ഞാൻ ചോദിക്കുവാണ്. ഞാനൊരു 3 വർഷത്തെ നേഴ്സാണ്, 3 year ഡിപ്ലോമ നേഴ്സാണ്. ഞങ്ങൾ നവംബറിലാണ് ഇത് ഏജൻസി കൊടുത്തത്. ഏജൻസി കൊടുത്തു കഴിഞ്ഞ് ഈ കഴിഞ്ഞ ദിവസം ഒരു മെസ്സേജ് വന്നു, 7 months കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്കുടെ പ്രോസസ്സിംഗ് സ്റ്റാർട്ട് ചെയ്തെന്ന് പറഞ്ഞുകൊണ്ട് വന്നിട്ടുണ്ട് ഒരു മെയില്.
അപ്പം അതിനെക്കുറിച്ച് അടുത്ത മെയിലിൽ എന്തായിരിക്കും വരിക? റിജക്ഷൻ വരുമെന്ന് പറഞ്ഞല്ലോ സാർ, ഇപ്പം പറയുന്നത് കേട്ടു 3 വർഷമുള്ളോ 3.5 ഉള്ളത് റിജക്ഷൻ വരുമെന്ന് പറഞ്ഞു. ഇനി വരുന്ന മെസ്സേജിലായിരിക്കുമോ അങ്ങനെ വരുക? യൂഷ്വലി നിങ്ങളുടെ ഡോക്യുമെന്റ് എടുക്കുമ്പം അവര് ഇനീഷ്യൽ സ്ക്രീനിങ്ങിൽ അവരത് പാസ്സാകില്ല എന്നുണ്ടെങ്കിൽ അവർ നിങ്ങൾക്ക് മെയിൽ അയക്കും. സോ നിങ്ങളുടെ ആപ്ലിക്കേഷൻ റിജക്ട് ചെയ്യുകയാണ്, അതിന് റീസൺസും അവർ മെൻഷൻ ചെയ്യും. കൃത്യമായിട്ട് അവർ കറക്റ്റായിട്ട് ഇന്ന മെൻഷൻ ചെയ്യുന്നു മാത്രമല്ല, അവർ ഗവൺമെന്റ് ഓർഡർ നമ്പർ അനുസരിച്ചാണ് അവർ അതിനകത്ത് ഗവൺമെന്റ് ഓർഡർ ഇന്ന സോൻ 1.9 സോൻ പോയിന്റ് എന്നും പറഞ്ഞിട്ട് അവരിടും. അതിന് എന്തെങ്കിലും നിങ്ങൾക്ക് ഒബ്ജക്ഷൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ അവരെ കോൺടാക്ട് ചെയ്യാൻ പറയും. എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് സപ്പോർട്ടീവ് ആയിട്ട് എന്തെങ്കിലും ഡോക്യുമെന്റ് ഉണ്ടെങ്കിൽ അയക്കാൻ പറയും. അങ്ങനെയാണ് അത് വരുന്നത്. അത് വന്നതിന് ശേഷം നമ്മളെ സംബന്ധിച്ചിടത്തോളം GNM ആയിട്ടുള്ള ഒരാൾക്ക് സപ്പോർട്ടീവായിട്ട് ഡോക്യുമെന്റ് ഉണ്ടാവില്ല. സോ നമ്മൾ അത് അക്സെപ്റ്റ് ചെയ്തേ പറ്റുള്ളൂ. അതാണ് അതിന്റെ സ്റ്റാറ്റസ്. സോ 7 മാസം എന്ന് പറഞ്ഞത് എന്നാ വെച്ചാൽ ടൈം പീരീഡ് കൂട്ടിയത് കൊണ്ടാണ്. നിങ്ങൾക്ക് ഫസ്റ്റ് ഇമെയിൽ ഇത് ആപ്ലിക്കേഷൻ റിസീവ് ആയി എന്ന് പറഞ്ഞ അന്ന് മുതൽ 7 മന്ത്സ് കൂട്ടുക. അഡീഷണൽ ആയിട്ട് ഒരു 2 വീക്സ് ഒരു മനസ്സിൽ കാണുക. ആ സമയത്തിനുള്ളിൽ നിങ്ങൾക്ക് അടുത്ത മെയിൽ വരും. ഓക്കെ, ഒരു ഡൗട്ടും കൂടെ സാറേ. അപ്പൊ നമ്മുടെ റിജക്ഷൻ ആയോ എന്നുണ്ടെങ്കിൽ നമ്മൾ ആ പൈസ കൊടുത്തിരിക്കുന്നത് തിരിച്ചു കിട്ടുമോ? നമുക്ക് റീഫണ്ടബിൾ ആണോ? ഇല്ല, നിങ്ങൾ ഇവിടുത്തെ ഗവൺമെന്റിലോട്ട് അടച്ചെന്ന് വെച്ചാൽ 1295 ക്രോണർ ഇവിടുത്തെ ഗവൺമെന്റിലോട്ട് അടച്ച പൈസ റീഫണ്ടബിൾ അല്ല, നോൺ റീഫണ്ടബിൾ ആണ്. അതെല്ലേ. അപ്പൊ ഏജൻസി പറയുന്നത് നിങ്ങളുടെ റിജക്ഷൻ ആകത്തില്ല, നിങ്ങൾക്ക് റിജക്ഷൻ ആയിട്ടുണ്ടെങ്കിൽ തന്നെ റീഫണ്ടബിൾ ആണ് പൈസ എന്നൊക്കെയാണ് പറയുന്നത്. പിന്നെ അവർ പറയുന്നത് സാർ ഇപ്പൊ പറഞ്ഞപ്പോ എനിക്ക് കുറെ കാര്യങ്ങൾ മനസ്സിലായി. അവർ പറയുന്നത് പക്ഷെ നിങ്ങൾക്ക് ഓഫറിംഗ് ലെറ്ററോട് കൂടിയാണ് ഞങ്ങൾ അങ്ങോട്ട് വിടുന്നത് നിങ്ങളെ, എന്നിട്ട് അവിടെ ചെന്നിട്ട് അഡാപ്റ്റേഷൻ കോഴ്സ് ചെയ്യുകയാണ് എന്നാണ് ഈ ഏജൻസിക്കാർ നമ്മളെ പറഞ്ഞു ധരിപ്പിച്ചിരിക്കുന്നത്. ഏജൻസിക്കാർ പറഞ്ഞ കാര്യങ്ങള് ഞാൻ കേട്ടിട്ടില്ലാത്തതുകൊണ്ട് എനിക്ക് അതിനെക്കുറിച്ച് മറുപടി പറയാൻ ഞാൻ ആളല്ല. പക്ഷേ എങ്കിൽ ഇൻഡിവിജ്വലി ഞാൻ ഇത്ര നേരം ഷെയർ ചെയ്ത കാര്യങ്ങളെല്ലാം, ഇതിനെ സംബന്ധിച്ചിടത്തോളം കാര്യങ്ങളെല്ലാം ഞാൻ ഷെയർ ചെയ്തു. ഇനി നിങ്ങളുടെ കാര്യങ്ങൾ ഇൻഡിവിജ്വൽ ആയിട്ട് നിങ്ങൾ സംസാരിക്കുക, എനിക്ക് അത്ര പറയാനുള്ളൂ. ഓക്കെ സാറേ, എന്തായാലും ഞാൻ ഈ 7 മാസം കഴിഞ്ഞ് കൂടി വന്നതിന് 1 മാസം കൂടെ കഴിഞ്ഞ് കഴിയുമ്പോൾ എന്തെങ്കിലും റിസൾട്ട് നമുക്ക് വരുമായിരിക്കും. അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ ഗ്രൂപ്പിൽ ഷെയർ ചെയ്യാം സാറേ. ഓക്കെ ഓക്കെ, താങ്ക് യു. ഓൾറൈറ്റ്. ജസ്റ്റിൻ പി എ. ഞാൻ എൻ്റെ വൈഫിന് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നു ഈ പറഞ്ഞ പോലെ തന്നെ. അപ്പൊ ഇപ്പൊ ആള് GNM ആണ് പഠിച്ചിട്ടുണ്ടായിരുന്നത് 5 years. അപ്പോ ഇപ്പൊ എന്തായാലും വ്യക്തമായിട്ട് മനസ്സിലായി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വർക്ക് ആവില്ല എന്ന്. പക്ഷെ ഞാൻ പഠിച്ചത് നമ്മുടെ നാട്ടിൽ തന്നെ ഇപ്പൊ ഞാൻ വർക്ക് ചെയ്യുന്നത് കാത്ത് ലാബ് ടെക്നോളജിസ്റ്റ് എന്ന് പറഞ്ഞിട്ട് ഒരു പേരിലാണ്. അപ്പോ അതൊരു ഹെൽത്ത് കെയർ ആണ്. അപ്പോ ഞാൻ ബാക്കിയുള്ള കൺട്രിയിലേക്ക് ഇപ്പൊ UK-ലേക്കോ US-ലേക്കോ അപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് IELTS ഒന്നും ഇല്ലാതെ തന്നെ ഇന്റർവ്യൂ NHS-ലൊക്കെ അപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് പറ്റുന്നുണ്ട്. പക്ഷെ അതേപോലെ തന്നെ ഇപ്പോൾ ഡെൻമാർക്കിലേക്ക് പിന്നെ അവിടെ ലാംഗ്വേജ് ഒരു ബാരിയർ ആണോന്നോ, അതോ പിന്നെ ഞാൻ ലിങ്ക്ഡിനിലും അതേപോലെയുള്ള വെബ്സൈറ്റിൽ അടിച്ചു നോക്കുമ്പോൾ പോലും എന്ന് പറയുമ്പോൾ നമ്മുടെ കാത്ത് ലാബ് ടെക്നോളജീസ് എന്ന് പറഞ്ഞിട്ടുള്ള പേര് തന്നെ പല നാട്ടിലും പല പേരിലാണ് ഈ വർക്ക് പോകുന്നത്. എന്ന് പറഞ്ഞാൽ ബേസിക് ആയിട്ട് നമ്മൾ ഈ ആൻജിയോഗ്രാം, ആൻജിയോപ്ലാസ്റ്റി അതൊക്കെയാണ് നമ്മൾ ഈ കാത്ത് ലാബിൽ ചെയ്യുന്നത്. അപ്പോൾ ഇപ്പോൾ UK-യിലാവുമ്പോൾ അത് കാർഡിയാക് ഫിസിയോളജിസ്റ്റ് എന്നൊരു പേരിലാണ് അറിയപ്പെടുന്നത്. അതുപോലെ തന്നെ നമ്മുടെ USA-യിലാണെങ്കിൽ ഇന്റർവെൻഷൻ ടെക്നോളജീസ് എന്നുള്ള പേരിലാണ്. അവിടേക്ക് പിന്നെ നമുക്ക് കിട്ടില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടുത്തെ ഒരു H1B വിസ കിട്ടിയാലോ നമുക്ക് ആവുള്ളൂ എന്നാണ് പറയുന്നത്. പക്ഷെ UK-യിലേക്ക് നമ്മുടെ ഇവിടുന്ന് കുറെ പേര് ഈ കോഴ്സിൽ പോയിട്ടുണ്ട്. അപ്പോ ഈ ഡെൻമാർക്കിൽ അത് ഏത് പേരിലാണ് അവിടെ ആ ജോലി എന്ന് അടിച്ചു നോക്കിയിട്ട് നമുക്ക് കിട്ടുന്നത്, ChatGPT നോക്കിയിട്ടും കിട്ടുന്നില്ല. ഏത് കോഴ്സ് സർട്ടിഫിക്കറ്റ് അത് കാർഡിയോ പാൾമിനറി ടെക്നോളജി എന്ന് പറഞ്ഞിട്ട് ഒരു കോഴ്സാണ്. അത് കാർഡിയാക് റിലേറ്റഡ് ഒരു കോഴ്സാണ്. BSc ആണ് ഞാൻ. ഇവിടെ ഇപ്പം ഞാന് പറയുകയാണെന്നുണ്ടെങ്കിൽ നേഴ്സസ്, ഡോക്ടേഴ്സ്, ഡെന്റിസ്റ്റ് അല്ലാതെയുള്ള ഏത് കാറ്റഗറിയിലും ഒരു സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു കാറ്റഗറി ആയിട്ടാണ് ഡിവൈഡ് ചെയ്തേക്കുന്നത്. ബാക്കി ഒത്തിരി കാണാം നമുക്ക്, ബാക്കി ഏതാണെങ്കിലും. പക്ഷെ നമ്മുടെ ആ വെബ്സൈറ്റിൽ നോക്കുമ്പോൾ പോലും അതിനകത്ത് നമ്മുടെ ഈ ഒരു എന്ന് പറഞ്ഞു കഴിയുമ്പോൾ ജോബ് തന്നെ അതിനകത്ത് കാണിക്കുന്നില്ല. ആക്ച്വലി ഇന്നൊരു പേരില്ലേ ഒരു ഇപ്പൊ പറയണ നേഴ്സ് എന്നോ അല്ലെങ്കിൽ കാർഡിയക് ലാബ് ടെക്നീഷ്യൻ എന്നോ അങ്ങനെ ഒരു നെയിം പോലും ആ ഒരു ഇതിനകത്ത് ഇല്ല സത്യത്തിൽ. പക്ഷെ അതില്ലാണ്ട് നമുക്ക് ഒരു രാജ്യത്തും വർക്ക് ചെയ്യാൻ പറ്റില്ല. അവിടെ ആ ഒരു ജോബ് ഉണ്ട്, പക്ഷെ അത് ഏത് പേരിലാന്ന് മനസ്സിലാവുന്നില്ല. അത് എനിക്കൊരു മെസ്സേജ് അയക്കാം, ഞാൻ ജസ്റ്റ് നോക്കിയിട്ട് എന്തെങ്കിലും ഇൻഫർമേഷൻ കിട്ടുവാണെങ്കിൽ ഞാൻ പറഞ്ഞുതരാം. പക്ഷെ സ്റ്റിൽ അതിന്റെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ
അതിന്റെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ അത് ജോബ് ഓഫർ ഉണ്ടെങ്കിൽ മാത്രമേ അത് നമുക്ക് വരാൻ പറ്റുള്ളൂ. അസസ്മെന്റ് കഴിഞ്ഞാലും ജോബ് ഓഫർ ഉണ്ടെങ്കിൽ മാത്രമേ ജോബ് ഓഫർ എല്ലാ നാട്ടിലേക്കും അങ്ങനെ തന്നെയാണ്. പക്ഷെ അവിടെ എനിക്കൊരു ഈ ലാംഗ്വേജ് ബാരിയർ ഉണ്ടോന്നോ അല്ലെങ്കിൽ ഏത് നെയിമില് ഇപ്പൊ ലിങ്ക്ഡിനിൽ അടിച്ചാലൊന്നും നമുക്കത് കാണുന്നില്ല. കാരണം നമ്മൾ അടിക്കുന്ന പേരിലല്ല വരുന്നത്. ജോബ് ഓഫർ തരുവാണെന്നുണ്ടെങ്കിൽ ജോബ് ഓഫർ തരുന്ന ആ ഒരു എസ്റ്റാബ്ലിഷ്മെന്റ് അവർ ലാംഗ്വേജ് പഠിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ടേംസിലാണ് ജോബ് ഓഫർ തരിക. സോ ജോബ് ഓഫർ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ആ പ്രശ്നം വരുന്നില്ല. ലാംഗ്വേജ് പഠിക്കണം എന്നുള്ളത് മസ്റ്റ് ആണ്. പക്ഷെങ്കിൽ അവർക്ക് കുറച്ച് ലിബറൽ ആയിട്ട് കാര്യങ്ങൾ കിട്ടും. അത് ഈ ഡോക്ടേഴ്സ്, ഡെന്റിസ്റ്റ്, നഴ്സസിന് മാത്രം ഈ 3 വർഷത്തെ വിസ കൊടുക്കുന്നതിന് ജോബ് ഓഫർ വേണ്ടാത്തതിന്റെ റീസൺ ഇതാണ്. അവർക്ക് ഇവിടെ വന്നതിന് ശേഷം ലാംഗ്വേജ് പഠിച്ചാൽ മാത്രമേ ജോലി കയറാൻ പറ്റുള്ളൂ എന്നുള്ളത്. എന്ന് വെച്ചാൽ ഓതറൈസേഷൻ ആവുള്ളൂ എന്നുള്ളതാണ് റീസൺ. ഞാനിപ്പോ പേഴ്സണലി മെസ്സേജ് ചെയ്ത് കഴിഞ്ഞാൽ അന്വേഷിക്കാൻ പറ്റുമോ ഇത് ഏത് ടൈപ്പ് ഓഫ് ജോബ് പേര് നെയിം മാത്രം കിട്ടിയാൽ മതി? പിന്നെ എനിക്ക് അതൊരു കാര്യം ചെയ്താൽ മതി. ആ സർട്ടിഫിക്കറ്റിന്റെ ഒരു കോപ്പിയും വെച്ചിട്ട് പഠിച്ചതിന്റെ കരിക്കുലം മീൻസ് ട്രാൻസ്ക്രിപ്റ്റും വെച്ചിട്ട് ഡേനിഷ് പേഷ്യന്റ് അതോറിറ്റിയുടെ ഇമെയിൽ സെർച്ച് ചെയ്തെടുത്തിട്ട് അവരോട് ഡയറക്റ്റ് അയച്ചു കൊടുത്താൽ മതി. അവരോട് ഡയറക്റ്റ് ചോദിച്ചാൽ മതിയാവല്ലേ? ഡയറക്റ്റ് ചോദിച്ചാൽ അവർ പറയും. ഓക്കെ ഓക്കെ ഓക്കെ, താങ്ക് യു. ഓൾറൈറ്റ്. ഇനി ആരെങ്കിലും ഉണ്ടോ? 3 പേരുടെ അന്ന അരുൺ പറഞ്ഞോളൂ. സർ അവിടെ സാർ മുമ്പ് പറയുന്ന ഒരു ഇതിൻ്റെ അകത്ത് ഒരാളുടെ ഡൗട്ട് ക്ലിയർ ചെയ്തപ്പോ പറഞ്ഞായിരുന്നു CPR നമ്പറും പിന്നെന്താ ജോബിന്റെ റെഫറൻസും ഒന്നും ഇല്ലാന്നുണ്ടെങ്കിൽ ചിലപ്പോൾ അവിടെ അക്കോമഡേഷൻ കിട്ടാൻ ഭയങ്കര പാടായിരിക്കും എന്ന്. അപ്പൊ എന്താ ചെയ്യാൻ പറ്റും? കാരണം വന്ന് കഴിഞ്ഞതിന് ശേഷമല്ലേ നമുക്ക് പാടായിരിക്കും എന്ന് പറഞ്ഞു. നമ്മളൊരു 10 സ്ഥലത്ത് പോയി കഴിഞ്ഞാൽ ചിലപ്പം ഒരാൾ നമ്മളെ അക്സെപ്റ്റ് ചെയ്തെന്നിരിക്കില്ലേ. നമ്മളൊരു 10 ജോലിക്ക് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ എവിടെയെങ്കിലും ഒരിടത്തല്ലേ ജോലി കിട്ടുള്ളൂ. എല്ലായിടത്തും നമ്മൾ ജോലിക്ക് എടുക്കണം നിർബന്ധമില്ലല്ലോ. എന്ന് പറഞ്ഞ പോലെ നമ്മൾ കുറെ പേരുടെ അടുത്ത് അപ്രോച്ച് ചെയ്ത് കഴിയുമ്പോൾ ഞാൻ അത് പറഞ്ഞ എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ വെൽ ഇൻ അഡ്വാൻസ് നിങ്ങൾ അക്കോമഡേഷൻ നോക്കണം എന്നുള്ള ഇന്റൻഷനിൽ ഞാൻ പറഞ്ഞതാണ്. അതെങ്ങനെയാ ഫൈൻഡ് ഔട്ട് ചെയ്യാൻ കഴിയുക? ഇപ്പം നാട്ടിൽ നിന്നിട്ട് അക്കോമഡേഷൻ നോക്കാൻ വേണ്ടിയിട്ട് പല വെബ്സൈറ്റുകളുണ്ട്. ആ വെബ്സൈറ്റുകൾ സെർച്ച് ചെയ്യാം. ഫേസ്ബുക്കിലുണ്ട്. പക്ഷെ ഫേസ്ബുക്കിൽ കുറെ ഫേക്ക് ഇൻഫർമേഷൻസ് ഉള്ളതുകൊണ്ട് അത് പല വെബ്സൈറ്റുകളുണ്ട്. ഇപ്പം മിക്കവാറും എല്ലാം ഡേനിഷ് തന്നെ ആയിരിക്കും ഉണ്ടാകുക എന്നുള്ള ഒരു ബുദ്ധിമുട്ടുള്ളതുകൊണ്ട് നിങ്ങൾ ഇംഗ്ലീഷിലൊക്കെ സെർച്ച് ചെയ്ത് നോക്കുക. ഏതെങ്കിലുമൊക്കെ ക്യാച്ച് ആവുമായിരിക്കും. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഒരു സിംഗിൾ പേഴ്സണിന് മീൻസ് ഒരു സിംഗിൾ ആയിട്ട് വരുന്ന ഒരാൾക്ക് അവിടെ ഷെയർഡ് അക്കോമഡേഷൻ ഒക്കെ ഗേൾസിന് സെക്യൂർ ആയിരിക്കുമോ അതോ? സെക്യൂർ ആയിരിക്കും. ഓക്കെ, താങ്ക് യു. ഓൾറൈറ്റ്. ഇനി ഒരു സീന ജോസഫ് കൂടെ ബാക്കിയുണ്ട്. സംസാരിച്ചതാണ്. അഗൈൻ ക്വസ്റ്റ്യൻ ഉള്ളതാണോ? ആയിരിക്കണേ. അതിലൊരു കൈയോടെ കാണുന്നുണ്ട്. സീനയ്ക്ക് ക്വസ്റ്റ്യൻസ് ഇല്ലെന്നുണ്ടെങ്കിൽ ഇല്ല, ഞാൻ സംസാരിച്ചത് കഴിഞ്ഞതാണ്. ഓക്കെ, ഓൾറൈറ്റ്. സോ നമുക്കിനി ചോദിച്ചോട്ടെ സാർ, ഒരൊറ്റ ഡൗട്ട്. നമ്മൾ അവിടെ വന്ന് ഡാനിഷിന്റെ ക്ലാസ് അറ്റൻഡ് ചെയ്യുമ്പോൾ നമ്മൾ എന്തെങ്കിലും ഫീ എന്തെങ്കിലും പേ ചെയ്യണോ അവിടെ? അതോ ഫ്രീ ആണോ ക്ലാസ്? അത് ഞാൻ ഓൾറെഡി പറഞ്ഞാണ്. 2000 ഡേനിഷ് കൗണ്ട് ഡെപ്പോസിറ്റ് ചെയ്യണം. ഡെപ്പോസിറ്റ് ചെയ്ത പൈസ റീഫണ്ടബിൾ ആണ്. എക്സാംസ് കഴിഞ്ഞ് പാസ്സായി കഴിഞ്ഞാൽ സർട്ടിഫിക്കറ്റ് കിട്ടി കഴിയുമ്പോൾ അവർ പാസ്സായി കഴിഞ്ഞാൽ അവർ ആ പൈസ റിട്ടേൺ ചെയ്യും. ഓക്കെ ഓക്കെ, താങ്ക് യു. ഓൾറൈറ്റ്. ഇനി എന്തെങ്കിലും ക്വസ്റ്റ്യൻസ്? ഏതായാലും നമ്മുടെ ടൈം നമ്മൾ പ്രതീക്ഷിച്ചതിനേക്കാൾ ഒരു 8 മിനിറ്റ് കൂടുതൽ എടുത്തു. കുഴപ്പമില്ല. ഏതായാലും നല്ലൊരു മീറ്റിംഗ് ആയിരുന്നു. ഒത്തിരി ആൾക്കാർ ജോയിൻ ചെയ്തു. ജസ്റ്റ് ഇത് റെക്കോർഡ് ചെയ്യുന്നതാണ്. ഓക്കെ, ജസ്റ്റ് ഇത് റെക്കോർഡ് ചെയ്തെന്ന് വിചാരിക്കുന്നു. ഗ്രൂപ്പിൽ പോസ്റ്റ് ചെയ്യാം. ഇതൊരു ഇൻഫർമേഷൻ ആണ്. ഞാൻ ഇത് ചെയ്തത് ജസ്റ്റ് ഒരു ഇൻഫർമേഷന്റെ ഭാഗമായിട്ടാണ്. അപ്പം ഞങ്ങളുടെ അറിവിലുള്ള കാര്യങ്ങളെല്ലാം ഞങ്ങൾ ഷെയർ ചെയ്തിട്ടുണ്ട്. ഇത് ചെയ്തത് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾക്ക് ഇവിടെ ഒത്തിരി ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. മലയാളി അസോസിയേഷന്റെ ബേസിലാണെങ്കിലും ജസ്റ്റിന്റെ പേഴ്സണൽ ആയിട്ടുള്ള യൂട്യൂബ് ചാനലിലായതുകൊണ്ടാണെങ്കിലും ഒത്തിരി വരാറുണ്ട്. സോ അതിന്റെ ഭാഗമായിട്ട് കോമൺ ആയിട്ട് ഒരു എല്ലാവർക്കും ഒരു ഇൻഫർമേഷൻ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചാണ് ചെയ്തത്. ഈ ഗ്രൂപ്പിൽ ഇല്ലാത്ത ഒത്തിരി ആൾക്കാരും അപ്ലൈ ചെയ്തിട്ടുണ്ടാകുമായിരിക്കും. ഗ്രൂപ്പിലുള്ള എല്ലാ ആൾക്കാരും ഇതിനകത്ത് ജോയിൻ ആയിട്ടും ഉണ്ടാവില്ല. സോ ഈ വീഡിയോ ഗ്രൂപ്പിൽ പോസ്റ്റ് ചെയ്യും. ജസ്റ്റിൻ ഒരാള് അന്നാരുൺ മാത്രം എന്ത് പറ്റി ഒരു നെഗറ്റീവായിട്ട് തംസപ്പ് അടിച്ചിട്ടുണ്ടല്ലോ. ഇഷ്ടപ്പെട്ടില്ല എന്ന് തോന്നുന്നു. കുഴപ്പമില്ല. ഏതായാലും
that ഇങ്ങനെ അത് ഇതായിട്ട് വന്നാണ്. ഐ എം റിയലി സോറി ഫോർ ദാറ്റ്. അയ്യോ സോറി അഗൈൻ വന്നിട്ടുണ്ട്. ഇല്ല കുഴപ്പമില്ല. ഓക്കെ, ജസ്റ്റ് ഞാൻ ഐ എം റിയലി കൺക്ലൂഡ് സോറി. എനിവേ നല്ലൊരു മീറ്റിംഗ് ആയിരുന്നു. എല്ലാത്തിലും ഉപരി നല്ല ഡിസിപ്ലിൻഡ് ആയിട്ട് മീറ്റിംഗ് പോയി. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവരും മ്യൂട്ട് ചെയ്തു, സംസാരിക്കുന്നവർ മാത്രം ഓപ്പൺ ചെയ്ത് സംസാരിച്ചു. നമുക്കൊരു ഡിസ്പ്യൂട്ടോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായില്ല. വളരെ വളരെ നന്നായിട്ട് മീറ്റിംഗ് പോയി. അതിന് ഞാൻ എല്ലാവരും പ്രത്യേകമായിട്ട് അഭിനന്ദിക്കുന്നു ഇങ്ങനെ ഒരു സിറ്റുവേഷനിൽ. സോ ഒരു പക്ഷേങ്കിൽ ഫ്യൂച്ചറിൽ നമുക്ക് ഇവിടെ എപ്പോഴെങ്കിലും കാണാൻ പറ്റുമായിരിക്കാം എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. എല്ലാവർക്കും ഒരു എന്താ പറയാ ബെസ്റ്റ് വിഷസ്. നിങ്ങളുടെ ആപ്ലിക്കേഷൻസ് ഒക്കെ നല്ല രീതിയിൽ നടക്കട്ടെ. നിങ്ങളുടെ സ്വപ്നങ്ങൾക്കൊക്കെ ഇവിടെ വന്ന് ഇവിടെ നല്ല രീതിയിൽ ജോലി കണ്ടുപിടിച്ച് അതെ, നിങ്ങളുടെ സ്വപ്നങ്ങൾ പൂവണിയട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ പേഴ്സണലി മെസ്സേജ് അയച്ചാൽ ഞങ്ങൾക്ക് പറ്റുന്ന സമയങ്ങളാണെങ്കിൽ ഞാൻ റെസ്പോണ്ട് ചെയ്യാം. എല്ലാവർക്കും ഒത്തിരി സന്തോഷം. അതുപോലെ തന്നെ ഒരു കാര്യം പറയാനുള്ളത്, ഞാൻ ഈ രാവിലെ ഗ്രൂപ്പിൽ പോസ്റ്റ് ചെയ്ത കുറച്ച് കാര്യങ്ങൾ വോയിസ് മെസ്സേജുകൾ അവിടുന്ന് എടുത്ത് പലയിടത്തും ഫോർവേഡ് ചെയ്ത് എനിക്ക് കോൾസ് വന്നിട്ടുണ്ടായിരുന്നു. അത് ആര് ചെയ്താലും കുഴപ്പമൊന്നുമില്ല. ഞാൻ ഒരു ഏജൻസിനെയും കുറ്റം ഇതിനകത്ത് പറഞ്ഞിട്ടില്ല. ഞാൻ നിങ്ങളുടെ ക്വസ്റ്റ്യൻസിന് മറുപടി മാത്രമേ തന്നിട്ടുള്ളൂ എന്ന് ഞാൻ വിശ്വസിക്കുന്നു. സോ അങ്ങനെ ആരെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ ദയവ് ചെയ്ത് ഇത് അതൊരു നെഗറ്റീവ് ഇമ്പാക്റ്റോടുകൂടി മറ്റു സ്ഥലങ്ങളിൽ സംസാരിക്കാതിരിക്കാൻ ശ്രമിക്കുക. സോ താങ്ക് യു വെരി മച്ച്. ഹോപ്പ് വി ക്യാൻ മീറ്റ് അഗെയിൻ. ഓക്കെ, അപ്പോ ഏകദേശം 60ഓളം പേര് നമുക്ക് ജോയിൻ ചെയ്തു തോന്നുന്നു. പലപ്പോഴായിട്ട് ഓൾമോസ്റ്റ് എല്ലാം കവർ ചെയ്തെന്ന് വിചാരിക്കുന്നു. കാരണം ഇത്രയും 1.5 മണിക്കൂർ കണ്ടിന്യൂസ് ആയിട്ട് വിനോദ് ചേട്ടൻ സംസാരിച്ചിട്ടുണ്ട്. എന്തായാലും ഭയങ്കര സന്തോഷം. എന്തുകൊണ്ടേലും നിങ്ങൾ കോണ്ടാക്ട് ചെയ്യുക, അല്ലെങ്കിൽ നമ്മൾ പേഴ്സണലായിട്ട് എല്ലാവരോടും സംസാരിക്കാൻ പറ്റാത്തതുകൊണ്ടാണ് ഇങ്ങനത്തെ ഒരു സെക്ഷൻ നമ്മൾ കണ്ടക്ട് ചെയ്തത്. ഒരുപാട് പേര് മെസ്സേജും കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ട്. അപ്പൊ പറ്റുന്ന പോലെ എത്ര നമ്മൾ വീഡിയോ ആയിട്ട് ആദ്യം ചെയ്യാൻ നോക്കി. അപ്പൊ അതിന്റെ ഡൗട്ടുകൾ കണ്ടിന്യൂസ്ലി വന്നതുകൊണ്ടാണ് എല്ലാവരുടെയും കൂടെ മാക്സിമം ഡൗട്ട് ക്ലിയർ ചെയ്യാൻ നോക്കിയത്. അപ്പോൾ ഓൾമോസ്റ്റ് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ടും കാര്യങ്ങളും ഉണ്ടെങ്കിൽ ഗ്രൂപ്പിലും സംസാരിക്കുക. അതല്ലാന്നുണ്ടെങ്കിൽ ഇൻഡിവിജ്വലി മെസ്സേജോ വോയിസ് ആയിട്ട് സംസാരിക്കാൻ നോക്കുക. ബാക്കി ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ടും കാര്യങ്ങളും എന്തെങ്കിലും ഉണ്ടോ? ഇല്ലെന്ന് വിചാരിക്കുന്നു. അപ്പൊ നമുക്ക് ഈ മീറ്റ് വൈൻഡ് അപ്പ് ചെയ്യാം. ഇതിന്റെ റെക്കോർഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഞാനിത് മാക്സിമം ഉടനെ തന്നെ അത് പോസ്റ്റ് ചെയ്യാൻ നോക്കാം. താങ്ക് യു സോ മച്ച്. താങ്ക് യു. താങ്ക് യു.